ഒരൊറ്റ ഓഫീസിൽ പോലും പോയിട്ട് പ്രോപ്പറായിട്ടൊരു ഓഡിറ്റ് പോലും നടക്കുന്നില്ല. എന്തുമാത്രം വെട്ടിപ്പാണ് അവിടെ നടക്കുന്നതെന്നറിയാം. ഈ സ്വിഫ്റ്റ് ഇപ്പോഴും പോകുന്നുണ്ടെ അവിടെ അനൗൺസ് ചെയ്യത്ത് പോലും ഇല്ലല്ലോ. ആണോ? അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ തന്നെ എറണാകുളത്തെ ഡിപ്പോ ചോദിച്ചിട്ട് തൻ്റെയും കൂടെ ചോറില്ലൂടി ഇതിൻ്റെ കളക്ഷൻ മൊത്തം KSRTCക്കകത്തല്ലേ അടയ്ക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു മാനേജിങ് ഡയറക്ടറിനോട് പറഞ്ഞത്, സുജിത്ത്, എൻ്റെ ഓഫീസിന് പുറത്തിരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ശത്രുക്കൾ, അവരാണ് എന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തതെന്നാണ്. എൻ്റെ കയ്യിൽ ഒരു ബോംബിരിപ്പുണ്ട്. ഞാൻ കാരണം 3 മന്ത്രിമാർ രാജിവെച്ചാണ്. KSRTCക്കാർക്ക് തന്നെ അറിയത്തില്ല എപ്പം പോകുന്നത്. ആ ഓടിക്കുന്ന ഡ്രൈവർക്ക് അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അതിനകത്ത് ഏറ്റവും മോശം ബസ് സ്റ്റാൻഡായി ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നത് കോഴിക്കോടാണ്. മര്യാദയ്ക്ക് ബസ് പോലും കയറ്റി ആ തൂണിനിടയ്ക്ക് പാർക്ക് ചെയ്യാനോ റിവേഴ്സ് എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥ. അതായത് ബസ് പാർക്ക് ചെയ്യാൻ ഇപ്പോൾ വേറെ സ്ഥലം കണ്ടെത്തണം എന്നുള്ള അവസ്ഥ. KSRTC എവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാലും മസ്റ്റായിട്ട് അതിനകത്ത് ഇരുട്ട് വേണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. കാരണം നിങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുട്ടുള്ളത്? അവരെ എല്ലാം വിങ് കമാൻഡർമാരെ അവർ പറഞ്ഞ് ഇതിനേക്കാളും ഭേദം പാകിസ്ഥാനായിരുന്നു. അപ്പം നേരത്തെ പ്രാവച്ചമ്പലത്ത് നിന്ന് ശംഖുമുഖത്തേക്ക് പോകുന്ന 30 രൂപയാണ്. ഞാൻ പറഞ്ഞൊരു ജ്യൂസും ഒരു സാൻഡ്വിച്ചും കൂടെ കൊടുത്തിട്ട് നമുക്കതങ്ങ് 250 രൂപ ആക്കാമെന്ന്. 250 രൂപയ്ക്ക് ബുക്കിംഗ് ആയി. സീറ്റ് കിട്ടാനില്ല. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട KSRTC പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പണ്ട് MD ആയിരുന്ന, അദ്ദേഹം അതിൻ്റെ MD മാത്രം ആയിരുന്നില്ല, പണ്ട് ഒട്ടേറെ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്, MD ആയിരുന്ന ഒരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ റിട്ടയർഡായി, മുന്നായല്ലോ അല്ലേ? അതെ, ഒരു കൊല്ലമായി. ഇപ്പോൾ റിട്ടയർഡായി ശ്രീ ബിജു പ്രഭാകർ. അദ്ദേഹം ശരിക്കും അന്തരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന തച്ചടി പ്രഭാകരൻ്റെ മകനും കൂടിയാണ്. സോ വെൽക്കം സാർ ടു ബിജു പ്രഭാകരൻ സാർ ടു ചാറ്റ് വിത്ത് ഭക്തൻ. സുഖല്ലേ? സുഖമായിരിക്കുന്നു. ഓക്കെ. സാധാരണ രീതിയിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് താങ്കളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ റിട്ടയർഡ് ആയതിനു ശേഷം പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് സംസാരിക്കുക, പറയുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഭരണത്തിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറയാനും നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഫയലിൽ മാത്രം കുറിച്ച് വയ്ക്കാൻ മാത്രമുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ പല സ്ഥലത്തും സംസാരിച്ചതിന് എതിരെ ഇപ്പോൾ പ്രശാന്ത് നായർ പോലെയുള്ള ആളുകൾക്ക് അച്ചടക്ക നടപടികളും പിന്നെ ആ കാരണം പറഞ്ഞുകൊണ്ടുള്ള അച്ചടക്ക നടപടികളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ശരിക്കും നമുക്ക് സർവീസിലിരിക്കുമ്പം നമുക്ക് അതായത് നമ്മുടെ ധാർമ്മികതയ്ക്ക് എതിരായിട്ടുള്ളൊരു സംഭവം അവിടെ നടക്കുകയാണെങ്കിൽ നമുക്കത് ശരിക്കും പ്രതികരിക്കാൻ പറ്റില്ലേ? പ്രതികരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയാത്തത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫയലിനകത്ത് എഴുതാം, എന്തും എഴുതാം. ഫയലിൽ എഴുതാനേ പറ്റുള്ളൂ. ഫയലിൽ എഴുതിയാൽ മതിയല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ഇപ്പോഴും സർവീസിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് അദ്ദേഹത്തിനെ മൂലയ്ക്ക് ഇരുത്തിയേക്കുന്നത്, ഇദ്ദേഹം കയറി കഴിഞ്ഞിട്ട് അദ്ദേഹം ഞാനിരുന്ന മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിലൊരു ബോംബിരിപ്പുണ്ട്, ഞാൻ കാരണം 3 മന്ത്രിമാർ രാജിവെച്ചാണ്. പിന്നെ ഏതെങ്കിലും മന്ത്രി നമുക്ക് നല്ലൊരു പോസ്റ്റ് തരുമോ? അവരല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല പോസ്റ്റല്ല, അതുകൊണ്ട് ഒതുക്കപ്പെടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കിപ്പം കോഴിക്കോട് നമുക്ക് ഇതിനിടെ സംഭാഷണത്തിനിടെ പറയാം, കോഴിക്കോട് ബസ് ടെർമിനലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു 74 കോടി രൂപയ്ക്കകത്ത് മുടക്കിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ 32 കോടി മുടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എത്രയോ കേസുകളിലാണെങ്കിൽ നമ്മുടെ അഭിപ്രായം എഴുതുക, എന്നിട്ട് നമ്മൾ പറയും ഇത് ഓവർറൂൾ ചെയ്യണോ. നമ്മൾ ക്യാബിനറ്റിന് നോട്ട് കൊടുക്കുമ്പം തന്നെ ഇതാണ് എൻ്റെ പൊസിഷൻ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഓവർറൂൾ ചെയ്തിട്ട് ഇങ്ങനെ തീരുമാനിക്കണോ. അത് മന്ത്രിസഭയ്ക്ക് അങ്ങനെ തീരുമാനിക്കുക. എൻ്റെ ബുക്കിൻ്റെ ആദ്യത്തെ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നത്, ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ക്യാൻ ഡു എനിത്തിങ് എക്സെപ്റ്റ് ടു മേക്ക് എ മാൻ എ വുമൺ എ മാൻ. അതാണ് ലെജിസ്ലേച്ചറിൻ്റെ പവർ. അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. രണ്ടെന്ന് പറയുന്നത്, ഐ ഡോണ്ട് അപ്രൂവ്. നമുക്കത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതല്ലാതെ ഒരു ജനങ്ങളുടെ മാൻഡേറ്റോടു കൂടിയാണ് വരുന്നത്. എല്ലാ ആൾക്കാരും നമ്മൾ കള്ളന്മാരാണെന്നുള്ള രീതിയിൽ നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല. പല സമ്മർദ്ദങ്ങളിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായ്മയുണ്ട്. അപ്പം നമ്മൾ സർവീസ് കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ച് വി ഷുഡ് നോട്ട് സ്പീക്ക് ടു ദ പബ്ലിക്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് KSRTC എനിക്കെതിരായിട്ടുള്ള ആക്രമണം ഭയങ്കരമായിട്ട് വരുമ്പോൾ കെട്ടിയിട്ട് അടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറയുകയും ചെയ്തു.
പിന്നെ പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്തൂടെ ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ജീവനക്കാരെ ഇത്തരം 36,000 പേരുള്ളവരില്ലേ, നമുക്ക് എങ്ങനെ അവരുടെ അടുത്ത് എത്താൻ പറ്റും. അപ്പോൾ ഉണ്ട് സ്പെസിഫിക് അല്ലാതെ പലരും ധരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പബ്ലിസിറ്റി. ഐ വാസ് നെവർ പബ്ലിസിറ്റി ക്രൈസി ആണെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കെതിരായിട്ടല്ല, ഈ സിസ്റ്റത്തിനകത്ത് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് അഴിമതി ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ അഴിമതി ചെയ്യുന്നത് നേരിട്ടല്ല ചെയ്യുന്നത്, അവർ ത്രൂ ഏജൻറ്റ്സ്, ത്രൂ കോൺട്രാക്ടേഴ്സ് ചെയ്യും. രാഷ്ട്രീയക്കാരെ അഴിമതി ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ഉദ്യോഗസ്ഥർ ചെയ്യും. ഒരു രാഷ്ട്രീയക്കാരനും അഴിമതിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അൺലെസ് ഒരു ഉദ്യോഗസ്ഥന് അതിനുള്ള. അതാണ് ഞാൻ PWD ചാപ്റ്ററിൽ ഒരു 65 കോടി രൂപ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം അദ്ദേഹം ഇപ്പോൾ എഴുതി പ്രകാശനം ചെയ്തു. ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയില്ല പുസ്തകം, ഞാനത് വായിക്കണം. അതിനകത്ത് ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു ബ്രീഫ് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഒന്ന് പറയാമോ? അല്ല, അതാണ് ഞാൻ ട്രൈ ഡൗൺ ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും അത് പറയാൻ സന്തോഷമേ ഉള്ളൂ. നമ്മൾ ഈ കൊള്ളയടി എന്ന് പറയുന്നത് നമുക്ക് തടയാൻ പറ്റത്തില്ല. ആൻഡ് ഐ ആം നോട്ട് എ മിസിഹ എഗൻസ്റ്റ്. ഞാൻ അരവിന്ദ് കേജ്രിവാളിനെ പോലെ ഞാൻ ഇതെല്ലാം ട്രാൻസ്പെറൻസി ഉണ്ടാക്കി കളയും എന്നും പറഞ്ഞു വന്ന ഒരാളുമല്ല. കൊള്ളയടി ഞാൻ വിചാരിച്ചാലോ ആര് വിചാരിച്ചാലോ നിർത്താനും പറ്റത്തുമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കേരള ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികൾ നേരെ ചൊവ്വേ പഠിക്കുന്നുണ്ടോ? സ്കൂളിലെല്ലാവരെയും ജയിപ്പിച്ചു വിടുമല്ലേ? നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങുന്ന ഒരു ബസ്സുണ്ടോ? നിങ്ങളുടെ തോടുകളും ബാക്ക് വാട്ടേഴ്സും ഒക്കെ പോയി നോക്കുക, മൊത്തം അമേദ്യവും പോളകളും നിറഞ്ഞു കിടക്കുന്നു. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 400-500 പേരെയാണ് ഒരു ഡോക്ടർ കാണുന്നത്. ബാക്കി 70% ആൾക്കാരും വലിയ ഭീമമായ തുക കൊടുത്തിട്ട് പ്രൈവറ്റ് ആശുപത്രി. അങ്ങനെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്ടറും നശിച്ച് നാറാണക്കല്ല് കിടക്കുമ്പോൾ ആളുകളിങ്ങനെ. എൻ്റെ ആ ബുക്കിനകത്തൊരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടിയേറ്റം ഗോപിയുടെ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ കൊടിയേറ്റത്തിലെ ക്യാരക്ടർ. മേത്ത് ചെളി വീഴുമ്പോഴും ഇയാൾ പറയുകയാണ് എന്തൊരു സ്പീഡ്. ജനങ്ങളിത് കണ്ട് ഹൈവേ കണ്ടു, വലിയ ബിൽഡിംഗ് കണ്ടു, മെട്രോ കണ്ടു. ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് ജനങ്ങൾ അന്തം വിട്ടിരിക്കും. ഇതാണ് വികസനം, ഇതല്ല വികസനം. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണേലും അഴിമതി വേണമെങ്കിൽ കാണിച്ചു, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഞങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. അത്രയാണ് ഞാൻ പറയുന്ന മെസ്സേജ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് വഹിച്ച പൊസിഷൻസ് എനിക്കൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യം KSCBയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ലാസ്റ്റ് പോസ്റ്റ് അതായിരുന്നു. പിന്നീട് അതിന് മുമ്പ് സെക്രട്ടറി ആയിരുന്നു ട്രാൻസ്പോർട്ട്, അതായത് ദീർഘകാലം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ഗതാഗത വകുപ്പിൻ്റെ. ആ സമയത്ത് തന്നെ KSRTCയുടെ CMD ആയിരുന്നു. പിന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഏവിയേഷൻ അർബൻ അഫയേഴ്സ് SCST ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സ്റ്റേറ്റിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഏവിയേഷൻ ഉണ്ട്, റെയിൽവേസും ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റിലുണ്ട്. കാരണം അവരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് നടത്താൻ ഒരു നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റിലുണ്ടല്ലേ. ഏവിയേഷനകത്ത് 2 എയർപോർട്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഗുരുവായൂർ കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ കമ്മീഷണറായിരുന്നു. അത് 4 കൊല്ലത്തോളം ദീർഘകാലം ഇരുന്നത്. 4 കൊല്ലത്തോളം ഉണ്ടായിരുന്നല്ലേ. ഓക്കെ. പിന്നെ അതായത് PWD ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ജില്ലാ കളക്ടർ തിരുവനന്തപുരം ആയിരുന്നു. പിന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അഗ്രികൾച്ചറൽ ഡയറക്ടർ എന്ന് പറയാം. പിന്നെ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. അതിനങ്ങനെയാണ് പറയുന്നത്. ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അങ്ങനെയാണല്ലേ. ഓക്കെ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരുന്നു. പിന്നെ ലോട്ടറീസിൻ്റെ ഡയറക്ടർ ആയിരുന്നു. പിന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ MD ആയിരുന്നു. പിന്നെ ഭൂമി കേരളം പ്രൊജക്ട് ആരംഭിക്കുന്ന സമയത്തുള്ള ഡയറക്ടറായിരുന്നു, ഫൗണ്ടർ ഡയറക്ടർ. പിന്നെ ITH സ്കൂൾ പ്രൊജക്ട്, പിന്നെ വിക്ടേഴ്സ് TV ചാനലൊക്കെ തുടങ്ങുന്ന സമയത്തും അതിൻ്റെ എല്ലാം ഫൗണ്ടറായിരുന്നു. ഓക്കെ. ഇതിനെപ്പറ്റി എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മൾ കുറേ ദിവസം ഇരുന്നാലേ നമുക്ക് പറ്റുള്ളൂ. നമുക്കിപ്പോൾ തൽക്കാലം KSRTCയിലേക്ക് 4 ബുക്കെങ്കിലും എഴുതാനുള്ള സാധനങ്ങളും ഉണ്ട്, കണ്ടന്റും ഉണ്ട്. സാർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതെല്ലാം കൂടി ഇരുന്ന് പറയുന്നതായിരിക്കും. ഇല്ല, നിങ്ങളെ പോലുള്ളവരുടെ അടുത്ത് നമ്മൾ പറയാം. ഞാനിപ്പം മറ്റേ ശ്രീനിവാസൻ പറയുന്നത് പോലെ എൻ്റെ ഈ ബുക്കിൻ്റെ പ്രചരണാർത്ഥമാണ് ഞാനിപ്പോൾ വന്ന് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ശ്രീനിവാസൻ മറ്റേ പെണ്ണ് കാണാൻ പോകുന്ന സിനിമയുണ്ടല്ലോ സന്ദേശത്തിൽ, ഞാൻ ഇനി അണ്ടർഗ്രൗണ്ടിലേക്ക് അങ്ങ് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ വരത്തില്ല. പൊതുവെ ഇപ്പോൾ വേറൊരു ട്രെൻഡ് കൂടെ കാണുന്നുണ്ട്. റിട്ടയർഡ് ആയിട്ടുള്ള താങ്കളെ പോലുള്ള IAS IPS ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ
മകനായിട്ട് പോലും ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് സീറ്റ് ലഭിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. എന്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ, അതോ ഓൾറെഡി ഇറങ്ങിയോ, അതോ എന്താണ് ഇനി രാഷ്ട്രീയം ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? ഞാൻ 2011-ലെയും 2016 ഇലക്ഷൻ ആണെന്നുണ്ട് അസംബ്ലി ക്യാൻഡിഡേറ്റായിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ IAS ഒത്തിരി ആഗ്രഹിച്ചു വന്നു. ജീവിതത്തിൽ 2 ആഗ്രഹങ്ങളേ ഉള്ളായിരുന്നു, എഞ്ചിനീയർ ആകണം, IAS വരണമെന്നുള്ളത്. ഡയറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞപ്പം എനിക്ക് എന്തായാലും 50 റാങ്കിനുള്ളിൽ കിട്ടിയാലേ കേരളത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. 500 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് IAS എഴുതുന്നത്? പിന്നെ 2-3 കൊല്ലം ഇപ്പം സുജിത്ത് തന്നെ പറഞ്ഞു ഫാദറിൻ്റെ കാര്യം. ഞാനും ഫാദറും തമ്മിലാണെന്നുണ്ട് മുന്നാളാണ്. പ്രീ ഡിഗ്രി തൊട്ട് ഞാൻ സ്വന്തമായിട്ട് എൻട്രൻസും എഴുതി, അങ്ങനെയാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. സ്വന്തമായിട്ട് ജോലിയും എൻട്രൻസ് എഴുതിയിട്ടാണ് കയറിയിട്ടുള്ളത്. ഫാദറിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ രാഷ്ട്രീയം എനിക്ക് വലിയൊരു അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പണിക്കർ സാറുണ്ട്, ഭാസ്കര പണിക്കർ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ പോയി കിടക്കുന്നത്. മന്ത്രിമന്ദിരത്തിൽ പോലും പോകാറില്ല. അപ്പോൾ എനിക്കങ്ങനെ രാഷ്ട്രീയക്കാരൻ്റെ മകൻ എന്നുള്ളൊരു ലേബൽ CH മേനോൻ സാറിൻ്റെ രാമൻകുട്ടി ഡോക്ടർ, അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററിൻ്റെ ബിജു, അങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയമൊന്നും അത്ര വശമല്ല. പിന്നെ അടുത്ത് നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയും വലിയൊരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പിന്നെ അതിനുശേഷം 2019-24 പാർലമെൻറ്റിലേക്ക് നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. 2024 ഒരുപക്ഷെ കുറച്ചുകൂടെ നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്കൊരു VRS എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അന്നേരം നിന്നേനെ. ഇപ്പോൾ കായംകുളത്ത് നിന്നിരുന്നെങ്കിൽ ഇപ്പം ജയിക്കുമെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. ഈ സ്വീപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലപ്പുഴയിൽ നിന്ന് ലിജു ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വന്നു. അപ്പോൾ ലിജുവിൻ്റെ അടുത്ത് ഞാനൊരു 4-5 മാസം മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കത്തില്ല ലിജു, അത് പറയണം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് കുറച്ചധികം സ്റ്റാർട്ടപ്പ് മെൻറ്ററിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അരിതാ ബാബു ആണെന്നുണ്ട്, ആ കുട്ടി എൻ്റെ അച്ഛൻ്റെ വാർഷികത്തിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ നിന്നു, ഞാൻ വന്ന് പ്രചരണം നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കെല്ലാം കൊടുത്തത്, അവൾ നല്ല ക്യാൻഡിഡേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2029 നിൽക്കാമെന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം സുജിത്ത് നേരത്തെ പറഞ്ഞാൽ ബ്യൂറോക്രാറ്റ് ആയിട്ടിരുന്ന ഒരാൾക്ക് പ്രോപ്പറായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളെ സേവിക്കാൻ പറ്റുമോ? കാരണം രണ്ട് മൈൻഡ് അല്ലേ? പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ആണെന്നുണ്ടല്ലോ എപ്പോഴും നമ്മുടെ മുന്നിൽ ഞാൻ ഇതിനിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഫിലാഡൽഫിയ ഇപ്പോൾ എന്ന് പറഞ്ഞു, ഫിലാഡൽഫിയയിൽ ഞാനൊരു സെനറ്റർ ഓഫീസിൽ വന്നിട്ട് അദ്ദേഹം മാസത്തിൽ 2 തവണ അവിടെ വരാറുണ്ട്. ആളുകൾ ഇന്ന് എന്തെങ്കിലും പോളിസി പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ അതല്ല. ഇവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്ന ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ജനങ്ങൾക്കുള്ളത്. അല്ലാതെ നിയമനിർമ്മാണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മേ ബി കുറച്ചുകൂടെ എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കത് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം സ്റ്റാർട്ടപ്പിനെ മെൻറ്റർ ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ കുറച്ചധികം സ്റ്റാർട്ടപ്പുമായിട്ട് ഇന്ന് ഉച്ചയ്ക്കും ഡിസ്കഷൻസ് വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ ചെയർമാനായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ എന്നെ വിശ്വസിച്ചിട്ടാണ്. അവർ പറഞ്ഞ് സാറ് ഒന്ന് ഇരിക്കണം, മെൻറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. 2029 4 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് അന്നേരം ചോദിക്കുമല്ലോ എന്നുള്ളതിന് എനിക്കറിയത്തില്ല. അന്നേരം ചോദിക്കുന്നുണ്ടെങ്കിൽ അന്നേരം തീരുമാനം എടുക്കാം, സമയമുണ്ടല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് ഇപ്പം നിങ്ങളൊരു ബ്യൂറോക്രാറ്റിക് സംവിധാനമാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിച്ചുള്ള ശീലമല്ലേ? അതായത് ആജ്ഞാപിച്ചുള്ള ശീലം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെ എല്ലാം അധികാരമുണ്ടായിരുന്ന ഒരാളല്ലേ. അപ്പം ജനങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കിനും അങ്ങനെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ, മിണ്ടാണ്ടിരുന്ന്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരുന്നില്ലേ? അത് അക്സെപ്റ്റ് ചെയ്ത് ശരിക്കും ജനകീയനാകാൻ പറ്റുമോ ഒരു ബ്യൂറോക്രാറ്റായിട്ടുണ്ടായിരുന്ന? അങ്ങനെ പറ്റുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റായിട്ട് IAS വന്ന ആളല്ല. ഞാൻ ഒരു ബോംബെയിൽ 2.5 കൊല്ലത്തോളം ജോലിയില്ലാതെ നടന്ന് 10-30 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവസാനം എൻ്റെ പേര് തന്നെ ഞാൻ B പ്രഭാകർ എന്നാക്കി, മറാഠിയാണെന്ന് തോന്നാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോംബെ പോയി കഴിഞ്ഞാൽ അതിനോടെ തന്നെ IAS വേണ്ടി പഠിക്കുന്നുമുണ്ട്, ഉള്ള തുച്ഛമായിട്ടുള്ള വരുമാനം വെച്ച് ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം 1.5 കൊല്ലത്തോളം ബോംബെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലെ പ്ലാൻ മാനേജറായിട്ട്, അതും പരീക്ഷ എഴുതിയിട്ടാണ് 3ാമത്തെ റാങ്ക് വാങ്ങിച്ചിട്ടാണ് അതിനകത്ത് കയറിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡെപ്യൂട്ടി കളക്ടർ എന്നുള്ള നിലയിലേക്ക് പരീക്ഷ എഴുതുകയും അതിന് മുന്നേ ഞാൻ ഒരു ഡെപ്യൂട്ടേഷന് വരികയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ IAS വരുന്നത്. അപ്പോൾ ഈ ജേർണിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ വാസ് ഓൺ ദ അതർ സൈഡ്. കാര്യം ഞാൻ എത്രയോ സെക്രട്ടറിമാരുടെ മുറിയുടെ വാതൊക്കെ പോയി നിന്നിട്ടുണ്ട്, മീറ്റിങ്ങിനും അല്ലാതെയും. അല്ലെങ്കിൽ ചിലർക്ക് കാണുന്നുണ്ട് എന്തിനാണ്, ചിലർക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോലും അങ്ങനെ നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഐ വാസ് ഓൾവേസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുന്നേ ഒരാൾ വരുമ്പം ഞാൻ ഇതുപോലെ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടാകുന്നല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരും. ഞാൻ 80 ഇലക്ഷന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക, 82 ഇലക്ഷൻ തൊട്ട് 87 ഇല്ലായിരുന്നു, 91, 96 തൊട്ടുള്ള ഇലക്ഷനും അല്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് പറയും അച്ഛൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് പറയും. ഞാൻ അല്ലാതിരിക്കുന്ന സമയത്ത് എന്നെ അന്വേഷിച്ച് വിളിച്ചിട്ട് ആളുകൾ വരും അച്ഛൻ്റെ അടുത്തൊന്ന് പറയണം. അപ്പം നമ്മളങ്ങനെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സിൻസിയറായിട്ട് ചെയ്യണം. ഇതും കൂടെ പറ്റത്തില്ല. ഓക്കെ, ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുകയും അവിടുത്തെ ഒരു MLA അല്ലെങ്കിൽ MP എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലറായാലും അതിനകത്ത് സിൻസിയറായിട്ട് നിൽക്കണം. അപ്പോൾ അതിനിടയിൽ ഈ സ്റ്റാർട്ടപ്പുകാരെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 26 വർഷമായല്ലേ? 26 വർഷം. KSRTCയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആക്കിയത് ഒരു വേണമെങ്കിൽ KSRTC ആണെന്ന് പറയാം. കാരണം ഞാൻ സാറിന് അറിയാമല്ലോ, ആനവണ്ടി.com. അതിന് മുമ്പ് KSRTC ബ്ലോഗായിരുന്നു. 2006 മുതൽ ഞാൻ KSRTCയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് വരുന്നത് പോലും ഞാൻ അങ്ങനെയാണ്. അങ്ങനെ KSRTCയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തു, ഒരു ബ്ലോഗ് എഴുതി തുടങ്ങി, അത് പിന്നെ പോപ്പുലറൈസ്ഡ് ആയിട്ട് വെബ്സൈറ്റായി. ഈ വിവരാവകാശ നിയമം വഴി KSRTCയിൽ നിന്നും ഡേറ്റ, അതായത് ടൈം ടേബിൾ ഡേറ്റ എടുത്തിട്ട് ഞാൻ ആളെ വെച്ച് മാനുവലി എൻ്റർ ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിൽ ടൈം ടേബിൾ അങ്ങനത്തെ ഒരു സൈറ്റ് ഇപ്പോഴും KSRTCക്ക് ഇല്ല. ആ സൈറ്റ് അപ്ഡേറ്റഡ് അല്ല. KSRTCക്കാർക്ക് തന്നെ അറിയത്തില്ല എപ്പം പോകുന്നത്, ഓടിക്കുന്ന ഡ്രൈവർക്ക് അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആനവണ്ടി.com ഉണ്ടാക്കി, അതിനൊരു ആപ്പ് വന്നു, അതങ്ങനെ പോയി. അതിനിടയ്ക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ആൻ്റണി ചാക്കോ സാർ ഉണ്ടായിരുന്ന സമയത്തൊക്കെയാണ് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയി, ട്രേഡ് മാർക്ക് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ വന്നു. അവസാനം ആനവണ്ടി എന്നുള്ള ആ നിക് നെയിം, ആ വെളിപ്പേരിന് കേരള RTC ട്രേഡ് മാർക്ക് എടുത്തു. സാർ ഒന്ന് ആലോചിച്ച് നോക്കി, അതിനകത്ത് എനിക്കത് കിട്ടിയത് ആനവണ്ടി എന്നുള്ള ആ ഒരു നിക് നെയിമിന് കളിയാക്കി പേരിന് ട്രേഡ് മാർക്ക് എടുക്കുന്ന ഏക RTC ആയിട്ട് മാറി KSRTC. കാരണം KSRTC എന്നുള്ള വേർഡ് കർണാടക RTCക്ക് ഓൾറെഡി ട്രേഡ് മാർക്ക് കിട്ടി. പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിട്ടു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതെല്ലാം കൂടെ മതിയാക്കി ഞാൻ യൂട്യൂബ് തുടങ്ങി. ഞാൻ രക്ഷപ്പെട്ടു. KSRTCക്കാരന് ഒരാൾ രക്ഷപ്പെട്ടതിന് നന്ദി. അത് എന്നോട് എല്ലാവരും പറയും, KSRTCക്കാരൻ രക്ഷപ്പെട്ട ഏക ആണെന്ന് പറയും, എന്നോട് എല്ലാവരും പറയും അത്. അപ്പോൾ അങ്ങനെ KSRTC കാരണം ഞാൻ രക്ഷപ്പെട്ടു, യൂട്യൂബൊക്കെ തുടങ്ങി. അപ്പോൾ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വകാര്യ എന്താ പറയുക, സ്നേഹം തരുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരത്തുകാർ പറയുമല്ലോ, പത്മനാഭൻ്റെ സ്വത്താന്ന് ഇപ്പോഴും പറയും, അവിടുത്തെ പഴയ ഡ്രൈവർമാരൊക്കെ പറയും. അപ്പോൾ KSRTC എന്നുള്ളൊരു പ്രസ്ഥാനത്തെ പറ്റി താങ്കൾക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാകും. കാരണം ദീർഘകാലം KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഇതിന് മുമ്പുണ്ടായിരുന്ന ഞാൻ പണ്ട് സ്ഥിരം അവിടെ എനിക്ക് തോന്നുന്നു സാറുണ്ടായിരുന്ന സമയമൊക്കെ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറുന്ന സമയമായി അതിന് മുമ്പൊക്കെ ഞാൻ സ്ഥിരമായിട്ട് അവിടെ KSRTC ചീഫ് ഓഫീസിൽ പോവുകയും അവിടെയുള്ള പല മാനേജിംഗ് ഡയറക്ടർമാരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു മാനേജിംഗ് ഡയറക്ടറിനോട് പറഞ്ഞത്, സുജിത്തെ, എൻ്റെ ഓഫീസിന് പുറത്തിരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ശത്രുക്കൾ, അവരാണ് എന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തതെന്നാണ്. അത് മിക്ക MD മാരും പറയാറുള്ള കാര്യമാണ്. അത് ശരിക്കും സത്യമാണോ? ഉറപ്പല്ലേ. അത് KSRTC മാത്രമല്ല. ഞാൻ അതിനകത്ത് എൻ്റെ ബുക്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഭരിക്കുന്ന ആരാണ്? ഫോർ ദ യൂണിയൻസ്, ബൈ ദ യൂണിയൻസ്, ഓഫ് ദ യൂണിയൻസ്. ആർക്കൊക്കെ യൂണിയൻ ഉണ്ടോ, അത് സർവീസ് യൂണിയൻസ് മാത്രമല്ല, ആർക്കൊക്കെ യൂണിയൻ ഉണ്ടോ അവരാണ് കേരളം ഭരിക്കുന്നത്. അവർ പ്രഷർ ഗ്രൂപ്പാണ്. അതിനെ വിസ്റ്റാൻഡ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് വരാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനും പറ്റുന്നില്ലെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അപജയം. KSRTCയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യൂണിയൻസിൻ്റെ ഒരു ഇതൊക്കെയുണ്ട്. പക്ഷേ KSRTCയിലെ യൂണിയൻസൊക്കെ നിൽക്കട്ടെ, ഏറെക്കുറെയാണെന്നുണ്ടെങ്കിൽ ഐ കുഡ് മാനേജ് ദം. അത്ര വലിയ ഞാൻ പോയിട്ടെടുത്തുള്ളത്, ഞാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ യൂണിയനുമായിട്ട് അടിയുണ്ടാക്കി. എൻ്റെ 4 കൊല്ലം വേസ്റ്റായി. ആ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഒരു വയാമീഡിയ ഉള്ളൂ, ഇവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ സഹകരണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ല അവിടുത്തെ ഇഷ്യൂ. ആരും പറയാത്തൊരു പോയിൻ്റാണ് ഞാൻ എപ്പോഴും പറയുന്നത്. KSEBിയുടെയും KSRTCയിലെയും ചെയർമാൻ ഞാനായിരുന്നല്ലോ. ഏതാണ്ട് 30,000 പേര്, അതായത് KSEBിയിൽ ഇപ്പം 22,000 പേരും ബാക്കി ഒരു 10,000 പേരും 32,000 പേര് കാണുമായിരിക്കും. KSRTCയിലൊരു 22,000 പേര്. ഞാൻ ആളിനെ ഒത്തിരി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കാരണം 30,000. KSEBിയിൽ എത്ര ഓഫീസേഴ്സാണ്? 4,500 ഓഫീസേഴ്സ്. 30,000 പേർക്ക് 4,500 ഓഫീസേഴ്സ്. ആരാണ് അവർ? അവരെല്ലാവരും എൻജിനീയേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻസും ഉള്ളതാണ്. KSRTCയിൽ എത്ര ഓഫീസേഴ്സാണ്? 30,000 പേർക്ക് 137 ഓഫീസേഴ്സ്. ആരാണ് അവർ? കണ്ടക്ടറും ക്ലർക്കും
പ്രൊമോഷനായി വന്നിട്ടുള്ള ഇവർ. അപ്പോൾ ഓഫീസേഴ്സിൻ്റെ എണ്ണം കുറവ്. ഇനി പുറത്തുനിന്ന് ഒരു നല്ല അക്കൗണ്ട്സ് ഓഫീസർ ആരാ? ഒരു ക്ലർക്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അക്കൗണ്ട്സ് എഴുതാത്ത ആളാണ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ. മനസ്സിലായില്ലേ? അവിടുത്തെ ഓഡിറ്റ് എന്താണ്? ഈ താഴെ നടത്തുന്ന വെട്ടിപ്പും തട്ടിപ്പും ഉള്ള കണക്കുകളെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ചീഫ് ഓഫീസിൽ കൊടുക്കുന്നതാണ് ഓഡിറ്റ്. ഒരൊറ്റ ഓഫീസിൽ പോലും പോയിട്ട് പ്രോപ്പറായിട്ടൊരു ഓഡിറ്റ് പോലും നടക്കുന്നില്ല. എന്തുമാത്രം വെട്ടിപ്പാണ് അവിടെ നടക്കുന്നതെന്നറിയാമോ? ഞാൻ ആ ഡീസലിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഡീസലിൻ്റെ ഓഡിറ്റില്ല. 45 ലക്ഷം രൂപയാണ് വയനാട്ടിലെ ടിക്കറ്റിംഗ് മെഷീൻ സെർവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെർവറിനകത്തൊരു ബാക്കപ്പ് ഉണ്ട്. ഇവരെന്ത് ചെയ്തു? ആ സിം കാർഡ് എടുത്ത് കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ഇതൊന്നും കണ്ടുപിടിക്കരുത്. കാരണം വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു മാസം 3-4 കോടി രൂപയുടെ ലോക്കൽ പർച്ചേസാണ് നടക്കുന്നത്. നല്ല ഇൻവെൻട്രി മാനേജ്. ആരുടെ അടുത്ത് പറയാനാണ് നോക്കുന്നത്? ഇതാ പറയണത്. അതേസമയം നിങ്ങൾ തമിഴ്നാട് നോക്കുക, കർണാടക നോക്കുക, തെലുങ്കാന നോക്കുക, ആന്ധ്രാപ്രദേശ് നോക്കുക. അവിടെ എൻജിനീയേഴ്സാണ്. ഇപ്പോൾ രണ്ടെന്ന് പറയുന്ന ഓപ്പറേഷനും മെയിൻ്റനൻസുമായിട്ട് യാതൊരു വേർതിരിവില്ല. രണ്ടിൻ്റെയും ചാർജുള്ള ഒരു ഡിപ്പോ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ഓപ്പറേഷൻ നോക്കും, മെയിൻ്റനൻസ്. ഇവിടെ 29 ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സും ഏതാണ്ട് എൻ്റെ അറിവിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 10-20 ഡിപ്ലോമ എൻജിനീയേഴ്സും ഉണ്ട്. വർക്ക്സ് മാനേജേഴ്സ് എല്ലാം ഡിപ്ലോമ എൻജിനീയർ. പുതുതായിട്ട് വന്നവരാണ് ഗ്രാജുവേറ്റ്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാ? SSLC-കാരനായിട്ടുള്ള DTOയ്ക്ക്. അതെ, അത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. സാറ് വരുന്നതിന് മുമ്പ് ഒരു വിവരാവകാശ നിയമപ്രകാരം ഡേറ്റ എടുത്തിട്ട് ഞാൻ കുറച്ച് അന്ന് നമുക്ക് ഈ പണ്ട് പോലെ ഈ ജേർണലിസം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാൻ പോയത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും എനിക്ക് താല്പര്യമായിരുന്നു. അന്ന് ഞാൻ എടുത്ത സമയത്ത് താങ്കളുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന EDO, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ, പേര് ഞാൻ പറയുന്നില്ല, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC ആയിരുന്നു. SSLCയും പ്രീ ഡിഗ്രി ഒക്കെ ആയിരുന്നു. അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്ന ആളാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ടെക്നിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ടെക്നിക്കൽ കാര്യങ്ങളുടെ ഹെഡാണ്. പിന്നെ EDA ഉണ്ട്, പിന്നെ അങ്ങനെ വേറെ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവരൊക്കെ ഇവർക്കൊക്കെ ഒരു ബേസിക്കലി ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് ഒരു മാനേജ്മെൻറ്റ് ബിരുദമെങ്കിലും മിനിമം വേണ്ടേ? അല്ലേ? അവർ കൈകാര്യം ചെയ്യാനുള്ളൊരു ബേസിക് അതിനകത്ത് എനിക്കൊരു വിയോജനക്കുറിപ്പുണ്ട്. മാനേജ്മെൻറ്റ് ബിരുദമില്ലാത്ത ഒത്തിരി നല്ല ഓഫീസേഴ്സ് അതിനകത്തുണ്ട്. അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട്. ഈ മാനേജ്മെൻറ്റ് ബിരുദമുള്ള എഞ്ചിനീയർമാരായിട്ടിരുന്ന എൻ്റെ ഒരു വർക്ക്സ് മാനേജർ, ഞാൻ അയാളെ പിടിച്ച് വാൺ ചെയ്തതാണ്. നമ്മളിരുന്ന് തിരുവനന്തപുരം സിറ്റി സർക്കുലർ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ മെട്രോയുടെയും ഇതിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പുറത്തുനിന്ന്, അതായത് 3 ടൈപ്പ് ഓഫ് സർവീസാണ്. 1 എന്ന് പറയുന്നത് ഒരു റേഡിയൽ സർവീസ് വിച്ച് വിൽ ആക്ച്വലി ഇൻ്റർസെക്റ്റ്, നമ്മൾ വിദേശങ്ങളിലെല്ലാം കണ്ടിട്ടുള്ള ഇൻ്റർസെക്റ്റ് ദ സിറ്റി ആൻഡ് ഗോ ടു ദ അതർ സാറ്റലൈറ്റ് ടൗൺ. 2 എന്ന് പറയുന്നത് ഷട്ടിൽ സർവീസ്, ഇറ്റ് വിൽ ടെർമിനേറ്റ് അറ്റ് സെക്രട്ടേറിയറ്റ്, അങ്ങനെയുള്ള. അപ്പോൾ ഈ ഇപ്പം പേരൂർക്കട എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളക്ടറേറ്റിലോട്ട് പോകാനായിട്ട് നമ്മളെന്ത് ചെയ്തു? സർക്കുലർ സർവീസസ് തുടങ്ങി അകത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇത് ഡിസൈൻ ചെയ്യുകയാണ്. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തുള്ള ഒരു കീ ഓഫീസർ അയാൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ്, ഇയാളെങ്ങാണ്ട് പോയി യൂറോപ്പിലെങ്ങാണ്ട് കണ്ടിട്ട് വന്നിട്ട് എന്ത് വഴി ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നായി പറയുന്നത്? ഡിഗ്രി അല്ല, മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ആറ്റിറ്റ്യൂഡാണല്ലോ. അത് ശരിയാണ്, അത് വലിയ പോയിൻ്റാണ്. കാരണം നമ്മൾ യൂറോപ്പിൽ പോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് തൊട്ടടുത്ത സംസ്ഥാനത്തെങ്കിലും പോയിട്ട് അവരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പോയി പഠിക്കാമെന്ന്. എക്സാക്ട്ലി. ബാംഗ്ലൂർ പോയാൽ അവിടെ അല്ല, അവർ പുച്ഛമാണ്, തമിഴിനെ പുച്ഛമാണ്, ഇവരെ പുച്ഛമാണ്. എല്ലാം നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യമില്ല. തമിഴ്നാട്ടിലെ ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞുണ്ടല്ലോ, ഒരു തുള്ളി കറുത്ത ഓയിലോ എന്തെങ്കിലും തറയിൽ കാണത്തില്ല. ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു. ബസ്സുകൾ പോലും എന്ത് ക്ലീൻ ആയിട്ട്. അതെ, അതിന് ഒക്കെയാണെന്നുണ്ടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. മലയാളിക്ക് ഇതിൻ്റെ എല്ലാം അറിയാം, ഭയങ്കര വിവരമാണ്. അതാണ് മലയാളിയുടെ പ്രശ്നം. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് കയറുമ്പം സ്വാഭാവികമായി ഇപ്പം നടപ്പിലാക്കാൻ പോകുന്നൊരു സംഭവമാണല്ലോ അവരുടെ ഇലക്ഷൻ വാഗ്ദാനമായിരുന്ന ആ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ നമുക്ക് ഓൾറെഡി അതൊക്കെ കാണാം. പക്ഷേ അതൊക്കെ ശരിക്കും സിറ്റി ലിമിറ്റിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റ് വൈഡ് മൊത്തത്തിൽ കേരളത്തിലെ KSRTC എല്ലാ ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവരുടെ വാഗ്ദാനം നൽകിയ സമയത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും, അത് സിറ്റി ലിമിറ്റിൽ മാത്രമായിരിക്കും എന്നുള്ള കണ്ടീഷൻസൊക്കെ വരുമല്ലോ. ആ സമയത്ത് ഇവിടെ എന്തായാലും കുറച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു നോട്ടിഫിക്കേഷനാണ്, ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് മെയിൽ ഫീമെയിൽ ജെൻഡർ നോട്ട് ചെയ്യണം എന്നുള്ള സംഭവം. എനിക്ക് തോന്നുന്നത് കണക്കെടുപ്പിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. കണക്കെടുപ്പിന് വേണ്ടിയായിരിക്കും. ഇതെങ്ങനെയായിരിക്കും ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക?
ശുചിത്വ ലോകം കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ഹൈലി സബ്സിഡൈസ്ഡ്. ഫ്രീ എന്നുള്ളതിനകത്ത് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ലെങ്കിലും ഇപ്പോൾ ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആവശ്യമില്ലാതെ യാത്ര ചെയ്യും. ഒരു പൈസയും ചിലവില്ലെങ്കിൽ ആളുകൾ ചുമ്മാ യാത്ര ചെയ്യും. അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് ഫ്രീയുടെ കുഴപ്പം. ഫ്രീ ആക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. തിരുവനന്തപുരത്ത് സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഞാൻ തിരുവനന്തപുരത്ത് 1975 പഠിക്കാൻ വരുമ്പോൾ അന്ന് അവിടെ സിറ്റി സർവീസസ് ഉണ്ട്. ഈ സിറ്റി സർവീസസ് തിരുവനന്തപുരം സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും ചെല്ലുമായിരുന്നു. പക്ഷേ കാലക്രമേണ എന്ത് പറ്റി, എല്ലാവരും സ്കൂട്ടറും ഒക്കെ എടുത്ത് സിറ്റിക്കകത്ത്, ആദ്യം സ്കൂട്ടറും, അന്ന് അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ളവരൊക്കെ, സെക്രട്ടേറിയറ്റ് വരുന്നവർ പോലും ഒരു സ്കൂട്ടറാണ്. പിന്നെ അതിനുശേഷം അഫോർഡബിലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ കാറായി കഴിഞ്ഞപ്പോൾ സിറ്റി ബസ്സിനൊക്കെ ആരും വന്നില്ല. അപ്പോൾ എന്ത് പറ്റി, ഇവർ ആ മെയിൻ റോഡ് MG റോഡിൽ ഞാനൊരു ദിവസം കണക്കെടുക്കുമ്പോൾ, ഞാൻ വന്ന സമയത്ത് കണക്കെടുക്കുമ്പോൾ രാവിലെ 7 മണി തൊട്ടാണ്ട് 715 750 ബസ്സുകളാണ് ആ MG റോഡിൽ കൂടെ മാത്രം പോകുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നുണ്ട്, വഴുതക്കാട്ടിൽ എത്രയോ IG ഓഫീസ് തുടങ്ങിയ ഒത്തിരി ഓഫീസുകളുണ്ട്, അവിടെ എങ്ങും വണ്ടി പോകുന്നില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിട്ടു, മെഡിക്കൽ കോളേജ് വഴിയൊക്കെ ആയിട്ട് ഡൈവേർട്ട് ചെയ്തു. അതൊന്നുമില്ല. ഇവർക്ക് എന്തെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പിന്നെയും ഇത് നമുക്ക് നോക്കാൻ സിസ്റ്റം ഇല്ലല്ലോ. മെഡിക്കൽ കോളേജിൽ പോകേണ്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതുവഴി പോകത്തില്ല, എന്തെങ്കിലും ബ്ലോക്കാണെന്ന് പറഞ്ഞ് ഇപ്പുറത്തൂടെ വരും, ഇങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ് ഈ സിറ്റി സർക്കുലറിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സൗജന്യമായിട്ട് ഈ സിറ്റി സർക്കുലർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉദാഹരണത്തിന് കൊച്ചാർ റോഡ്, കുറവൻകോണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ബസ് പോകുന്നില്ലായിരുന്നു. ആദ്യമായിട്ടാണ് പല വീടുകളിലും മെയ്ഡ്സിനെ കിട്ടാൻ തുടങ്ങി, വീട്ടുവേലക്കാരെ കിട്ടാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ കവടിയാർ വന്നിട്ട് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ളടത്ത് ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഒരു മെയ്ഡിന് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അവരുടെ കയ്യിലൊരു ഡിസ്പോസിബിൾ ഇൻകം കിട്ടാനായിട്ട് വളരെ നല്ലത് തന്നെയാണ്, യാതൊരു സംശയമില്ല. സൗജന്യമാക്കിയാലും അതും എന്തിനാ സ്ത്രീകൾ മാത്രമാക്കുന്നത്, പുരുഷന്മാർക്ക്. കാരണം ഞങ്ങൾ 10 രൂപയ്ക്ക് തിരുവനന്തപുരം സിറ്റി സർക്കുലർ ഇറക്കി കഴിയുമ്പോൾ എന്നിട്ട് പോലും 1.5 ലക്ഷം രൂപ ഒരു വണ്ടിക്ക് 50 വണ്ടി ഇറക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഇഷ്ടംപോലെ ആൾക്കാർ 72,000 പേര് അതിൽ കയറുമായിരുന്നു. അതിനകത്ത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയതാണ്, ഒരു ചെറുപ്പക്കാരിയായിട്ടൊരു പെൺകുട്ടി അവൾ ഹെൽമെറ്റുമായിട്ട് ഈ വണ്ടിക്കകത്ത് കയറുക. എന്നുവെച്ചാൽ ഞാൻ ആദ്യമേ KSRTC MD ആയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കാർ യാത്രക്കാരും ബസ്സിൽ പോകാൻ പോകുന്നില്ല, ബൈക്ക് യാത്രക്കാരെയാണ് ആകർഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ 5 രൂപയായിട്ട് കുറയ്ക്കാൻ പോയപ്പോൾ ധനകാര്യ വകുപ്പ് അപ്പോൾ അതുകൊണ്ട് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം റെയിൽവേയുടെ പാസഞ്ചർ സർവീസ് 57% മാത്രമേ കിട്ടുന്നുള്ളൂ, എന്നാൽ ടിക്കറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ പറയുന്നില്ലേ, 57% 30% ആയാലും കുഴപ്പമൊന്നുമില്ല. അത് സബ്സിഡൈസ് ചെയ്യണം. 200 കോടി രൂപ ഒരു മാസം കൊടുക്കാനായിട്ട് കേരള സർക്കാരിന് പറ്റും. കാരണം ഇവരെന്താ ചിന്തിക്കുന്നത്, 1.25 ലക്ഷം അല്ലെ 1,30,000 കോടി രൂപ മുടക്കിയിട്ട് കേരളയിൽ ചിന്തിക്കുന്ന ഗവൺമെൻറ്റാണ്. എത്ര പേര് കയറും? 70,000 പേര്. ഈ മെട്രോയുടെ ചാർജുള്ള സെക്രട്ടറി ആയിരുന്നു ഞാൻ. 7,616 കോടി രൂപയാണ് കൊച്ചി മെട്രോയ്ക്ക് ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത ഫേസ് 2 ആണ്ട് 3,500 കോടി രൂപയോളം എസ്കലേഷൻ ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ വരും. ഇത്രയും രൂപ മുടക്കി ചിലവഴിക്കുന്നതിനകത്ത് എത്ര പേരാണ് കയറുന്നത്? കഷ്ടിച്ച് 1 ലക്ഷം പേരാണ് കയറുന്നത്. ഇന്നത്തെ പത്രത്തിനകത്തും പറഞ്ഞിട്ടുണ്ട് 23.5 ലക്ഷം ആൾക്കാർ പോകുന്ന KSRTCക്ക് വേണ്ടി ഇവർക്ക് പൈസ മുടക്കാനില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ KSRTCക്ക് വേണ്ടി മാത്രമല്ല, പ്രൈവറ്റ് ബസ്സിനും അതുപോലെ തന്നെ പൈസ മുടക്കണം. കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ ടാക്സ് എടുത്ത് കളയാൻ ഒരു കണ്ടീഷൻ വെക്കണം. രാവിലെ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് GPS വെച്ചിട്ട് ഈ പറയുന്ന സമയം, ഇപ്പോൾ അവർക്ക് സൗകര്യമുള്ള സമയത്തേ ഓടത്തുള്ളൂ. അപ്പം പ്രൈവറ്റ് ബസ്സിനാണെന്നുണ്ടെങ്കിൽ ഇനി സബ്സിഡി കൊടുക്കണം, ഇലക്ട്രിക് ബസ്സാക്കാനും അതിനൊക്കെയുള്ള സബ്സിഡി കൊടുക്കണം. അങ്ങനെ നമ്മൾ 50 ഞാൻ എൻ്റെ ബുക്കിനകത്ത് എഴുതി 50,000 പബ്ലിക് ട്രാൻസ്പോർട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു മന്ത്രിമാർ ഇന്ത്യയിലില്ല. ഞാൻ ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി. എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ്? നടന്നു പോകാനുള്ളതാണ് ആദ്യത്തെ കമ്പോണൻറ്റ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് ഏതാണ്? സൈക്കിളിൽ പോകാനുള്ളതാണ്, അല്ലേ? ലോകം കണ്ടിട്ടുള്ള ആളല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാകുന്നതിന് ഈ 25 ലക്ഷം പേര് എന്നുള്ളത് 40 ലക്ഷം പേരാക്കണം. 40 ലക്ഷം 50 ലക്ഷം പേര് ഇതേ കയറ്റണമെന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ടാർഗറ്റ്. ശരിക്കും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്തുന്ന, ഇപ്പോൾ അമേരിക്ക അതിനകത്ത് വളരെ വീക്കാണ് ഇപ്പോഴും. കാരണം അവിടെ അമേരിക്കയെ പറ്റി ഒന്നും പറയണ്ട, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല, കാറാണല്ലോ എല്ലാവരുടെയും മെയിൻ സംഭവം. ഏറ്റവും എഫക്റ്റീവായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. സാർ ജപ്പാനിൽ പോയിട്ടുണ്ടാവും? ഇല്ല, പോയിട്ടില്ല. സാർക്ക് പോകണം. ജപ്പാൻ എന്ന് പറയുന്നത്, അതായത് ജപ്പാൻ ആ രാജ്യത്തിൻ്റെ ഏത് മുക്കിനും മൂലയ്ക്കും ഉള്ള ഒരാൾക്കും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസ് കണക്ടിവിറ്റി വൈസിലുണ്ടാവും. അതായത് ഒന്നാലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ കുമ്പളത്തൊരു വില്ലേജിൽ താമസിക്കുന്ന ഒരാൾ, അയാൾക്ക് അവിടെ നിന്നും ബസ്സിൽ കയറി ഒരിടത്ത് വന്നിറങ്ങി, അവിടെ നിന്ന് വേണമെങ്കിൽ ട്രെയിനിൽ കയറി വേറൊരു സ്ഥലത്ത് പോയിട്ട് കയറി ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ കയറി പോയി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ടിവിറ്റി സംവിധാനം നമുക്കിവിടെ ഉണ്ടാവും. ആ ഒരു
കറക്റ്റ്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് അഫോർഡബിൾ ആണ്, നേരെ മറിച്ച് ടാക്സിയിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്. കാരണം അത് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം ആളുകൾ വണ്ടി യൂസ് ചെയ്യേണ്ട, ടാക്സി യൂസ് ചെയ്യേണ്ട. സിംഗപ്പൂർ ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇതേ സംഭവമാണ് ഇപ്പോൾ UK പോയി കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നത്. അവിടെയും ടാക്സി എക്സ്പെൻസീവ് ആണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ അഫോർഡബിൾ ആണ്, കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ രാജ്യത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് മാനേജ് ചെയ്യുന്ന പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് അത് ശരിക്കും എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ബേർഡൻസ് ആണ്. നേരെ മറിച്ച് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ജപ്പാനിലാണെങ്കിലും UK എല്ലാം ട്രെയിനുകൾ പോലും എല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്, പ്രൈവറ്റ് ട്രെയിനുകളാണ്. ബസ്സുകളെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ഗവൺമെൻറ് കൺട്രോൾഡ് ആണ്. അതിനകത്ത് അവരുടെ റൂട്ടും സമയവും റേറ്റും എല്ലാ സംഭവങ്ങളും, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സേഫ്റ്റി, ഇതെല്ലാം ഗവൺമെൻറ് കൺട്രോൾഡ് ആണ്. അപ്പം ശരിക്കും അങ്ങനെയൊക്കെ ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പ്രൈവറ്റൈസേഷൻ നമ്മൾ എല്ലാത്തിനും എതിരാണല്ലോ. ഇത് പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻക്ലൂഡിങ് ഇന്ത്യൻ റെയിൽവേ ഇത് ശരിക്കും നല്ല രീതിയിൽ നടന്ന് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബേർഡൻസ് കുറയ്ക്കാൻ പറ്റില്ലേ? ഗവൺമെൻറ്റിൻ്റെ ബേർഡൻ കുറയ്ക്കാനായിട്ട് ഇവിടെ ഒരു പരിപാടിയും ചെയ്യുന്നില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ ബേർഡൻ എങ്ങനെ കൂട്ടി എത്ര പേർക്ക് ജോലി കൂടുതൽ കൊടുക്കാമെന്നുള്ളതല്ലേ ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത്. ഗവൺമെൻറ് എത്ര പേർക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കും? ഗവൺമെൻറ്റിലെ ഏതെങ്കിലും രീതിയിൽ പിൻവാതിലൂടെ എങ്ങനെ ജോലി കൊടുക്കാം. അങ്ങനെ ഇപ്പം തന്നെ UPSCയുടെ എക്സാമ്പിൾ ഞാൻ പറയില്ല. UPSCയിൽ 7 പേരേ ഉള്ളൂ. ഇന്ത്യ മൊത്തം റിക്രൂട്ട് ചെയ്യുന്ന UPSCക്ക് 7 പേരേ ഉള്ളൂ. കേരള PSCക്ക് കിടന്നിട്ട് 21 പേരെ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനകത്തും പോസ്റ്റ്. അതല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ അറിയാമല്ലോ, TFLനകത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ശശി വർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് ചീഫ് ടെക്നോളജി ഓഫീസർ. ഹീസ് നോട്ട് എ മലയാളി, ഹീസ് എ ഛത്തീസ്ഗഡ് പേഴ്സൺ. അതേ ഇവിടെ ഞാൻ പല സെമിനാറിനും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ പോയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ഇൻക്ലൂഡിങ് ദ സിഗ്നൽ, റോഡ് മെയിൻ്റനൻസ്, എവറിത്തിങ് ഈസ് ടേക്കൺ കെയർ ഓഫ്. 14 NITസിനെ മെർജ് ചെയ്തിട്ടാണ് 2017 മറ്റോ TFLനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതൊക്കെ ഏജൻസി പബ്ലിക് ട്രാൻസ്പോർട്ടിനകത്തുണ്ടോ അതൊരു മൊത്തത്തിലുള്ളൊരു പ്ലാനുണ്ട്. ഇതിപ്പോൾ KSRTC പറയുന്നതാണെന്നുണ്ടെങ്കിൽ PWD കേൾക്കത്തില്ല. ഇങ്ങനെ ഒരു 100 ഇഷ്യൂസ് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മളിപ്പം ഗവൺമെൻറ് സെറ്റപ്പിലുള്ളവരാണ് ലണ്ടൻ ട്യൂബ്. എപ്പോൾ നോക്കിയാലും ലണ്ടൻ ട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈലി പെയ്ഡാണ് അവിടുത്തെ ലോക്കോ പൈലറ്റ്സ്. അവന്മാർ സമരമായിരിക്കും. ഈ എപ്പോൾ നമ്മൾ എവിടെ ഞാൻ 2 പ്രാവശ്യം യൂറോപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാണ് അതേസമയം 108 ആംബുലൻസ് കേരളത്തിൽ തുടങ്ങിയത്. അതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സമരം ഉണ്ടെന്നുണ്ടെങ്കിലും 108 ആംബുലൻസ് ഇപ്പം കാണുന്നില്ല, അത് ഔട്ട്സോഴ്സ് ചെയ്യുക. അപ്പം ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടനിൽ ഈവൻ ദ ഡബിൾ ഡെക്കർ യൂസ് നിയർലി ഹാഫ് ഓഫ് ദ ഡബിൾ ഡെക്കർ ഈസ് ഹയേർഡ്. അതിനകത്ത് എന്തൊക്കെയാണ്, ഞാൻ സുജിത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്, അതേ ഉള്ളതെന്ന് തോന്നുന്നു ഈ ട്രാൻസ്പോർട്ട് റിലേറ്റഡ്. ഇത് മൊത്തം ഹയർഡായിട്ടുള്ള പ്രൈവറ്റ് ഏജൻസീസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പഞ്ച്വാലിറ്റി, വെഹിക്കിളിൻ്റെ ക്ലീൻനെസ്, ഇൻട്രാക്ഷൻസ് വിത്ത് പബ്ലിക്, അങ്ങനെ ഒരു 100 ഫാക്ടറി വെച്ചിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ഫോർമുലയിലാണ് അവരുടെ പേയ്മെൻറ്റ് തന്നെ കൊടുക്കുന്നത്. ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ, കണ്ടക്ടർ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വണ്ടിയിൽ ഇവിടുന്ന് ഫുള്ളാണെന്നുണ്ടെങ്കിലും അവിടെ വരെ ഇരുന്ന് ഉറങ്ങിച്ച് തിരിച്ചു വരണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഒരു റിഫോംസ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഫോർ ദ യൂണിയൻസ്, അവിടുത്തെ യൂണിയന് വേണ്ടിയാണ് മാറി മാറി വരുന്ന സർക്കാർ. അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇന്ന് വരെ ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി. ഇനി അടുത്ത് വരാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം, ഈ ബുക്ക് ഞാൻ ഇത്രയും കുറച്ചധികം അക്ഷരത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇറക്കിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലെറ്റ് ദ പബ്ലിക് ഡിബേറ്റ്, ലെറ്റ് ദ പീപ്പിൾ ഡിമാൻഡ് ദാറ്റ് വി വോണ്ട് ദിസ്. അപ്പോൾ KSRTC ഇനി അങ്ങനെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് ബിയോണ്ട് റിഡംഷൻ. ദാറ്റ് ഈസ് വൈ ഐ ക്രിയേറ്റഡ് KSRTC സ്വിഫ്റ്റ്. ഇപ്പോൾ ആ പാറ്റേൺ ഒന്നും വേണ്ട. എനിക്ക് ഇപ്പോഴും അതിന് നമുക്ക് അടുത്ത ചോദ്യം അതായിരുന്നു. KSRTCയുടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ബാധ്യതകൾ. അതായത് ഒരിക്കലും നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ടും പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ പെൻഷൻ ബാധ്യതകൾ, പിന്നെ അത് പിന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വന്നു. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഓൺ ജീവനക്കാരല്ലല്ലോ, അത് ഹയേർഡ് അല്ലേ, ടെമ്പററി ജീവനക്കാരല്ലേ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു സംരംഭം സാറിൻ്റെ കാലത്താണല്ലോ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാനുണ്ടായിരുന്ന ഒരു മോട്ടീവ് എന്തായിരുന്നു? KSRTCയിലുള്ള ആൾക്കാർ കുറച്ച് കാലമായില്ലേ നമ്മളീ പണി തുടങ്ങിയിട്ട്. 29 കൊല്ലം കേരള സർവീസിലും 5 കൊല്ലം ഹിന്ദുസ്ഥാൻ ലാറ്റക്സുള്ള സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയിലും 1.5 കൊല്ലം ഏതാണ്ട് ബോംബെയിലും വർക്ക് ചെയ്ത് 10-35 കൊല്ലത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത്, കേരളത്തിലെ സർക്കാരിലെ എംപ്ലോയീസിനെ നമുക്ക് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ
കുറച്ച് പേര് മോട്ടിവേറ്റഡ് ആണ്, മേ ബി 10%, 20% ആൾക്കാർ മോട്ടിവേറ്റഡ് ആണ്. അവരെ കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ബാക്കി എല്ലാവരും ഹൈലി യൂണിയനൈസ്ഡ് ആണ്. ഒരാളെ പോലും നമുക്ക് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരണമെന്നോ സിൻസിയറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അവർ ഉദാഹരണത്തിന് അധികാരം എങ്ങനെ ചിലവഴിക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയായിരുന്നു, ഞാൻ തിരുവനന്തപുരത്ത് ഗണപതി കോവിലിൽ എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നു. അവിടെ 4 ബോർഡ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുണ്ട്, നോ പാർക്കിംഗ്. ഞാൻ 30 കൊല്ലമായിട്ട് അവിടെ പോകുന്ന, അവിടെ അമ്പലത്തിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഈ ബോർഡ് വെക്കുന്നവൻ ഒരു അതോറിറ്റി കാണിക്കുകയാണ്. ഞാൻ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവനില്ല, ഞാൻ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ അധികാരം കാണിച്ചു. അത് പോലീസ് ആയിക്കോട്ടെ, റോഡിൻ്റെ ആളായിക്കോട്ടെ. അപ്പോൾ ഈ ഗവൺമെൻറ് സർവൻസിൻ്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികാരം വേണം, അവർക്ക് ആളുകളുടെ മുകളിൽ അധികാരം കാണിക്കണം, അവരുടെ അവകാശങ്ങൾ. 18 മണിക്കൂർ വണ്ടി ഓടിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്കമാലിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ബിൽഡിങ്ങിനകത്ത് ഡോമെട്രി മറ്റും അറേഞ്ച് ചെയ്തിട്ട് ക്രൂ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, പരാജയപ്പെടുത്തി. അതായത് തിരുവനന്തപുരത്ത് നിന്നൊരു വണ്ടി 6.5 മണിക്കൂർ കൊണ്ട് അല്ല 7 മണിക്കൂർ കൊണ്ട് അങ്കമാലിയിലെത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് വടക്കുനിന്ന് വേറൊരു വണ്ടി വരും. ഇയാളാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് എടുത്തിട്ട് ആ വണ്ടിയും കൊണ്ട് അയാൾ തിരിച്ചു പോകണം. പറ്റത്തില്ല. ഈ വണ്ടികൾ മൊത്തം ഈ അപകടം, KSRTC അപകടം ഉണ്ടാക്കുന്ന ഒരു ദിവസമുണ്ടോ? ഈ വണ്ടികൾ മൊത്തം ഉണ്ടല്ലോ, രാത്രി 2 മണിക്ക് വന്നിട്ട് അടുത്ത 6 മണിയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോവുകയാണ് ഇയാൾ. ഈ ഉറങ്ങാതെ കണ്ണിനകത്താണെന്നുണ്ടെങ്കിൽ കാന്താരിയും മറ്റേതൊക്കെ വെച്ചിട്ടാണ് ഇത് ഓടിക്കുന്നത്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആരെങ്കിലും ചോദിക്കും ഇവർ ഡ്രഗ് അടിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാംഗ്ലൂരിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടത് ഒരു ഹയർഡായിട്ടുള്ളൊരു വണ്ടി, എനിക്ക് വിവരം കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിയ ബാംഗ്ലൂരിൽ ചെല്ലും, അവിടെ നിന്ന് 40 കിലോമീറ്റർ അപ്പുറത്താണ് സ്കാനിയയുടെ വർക്ക്ഷോപ്പ്. ഈ 40 കിലോമീറ്ററിൻ്റെ കണക്ക് ഇവിടെ നമ്മുടെ അക്കൗണ്ടിലാണ് ഡീസൽ അടിച്ചിട്ട് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ അവൻ ആ 40 കിലോമീറ്ററും 40-80 കിലോമീറ്റർ ഓടിയിട്ട് വരുന്നത് ആരും നോക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ സ്കാനിയയുടെ ഡ്രൈവർ, അതാ ഞാൻ പിടിച്ചത്, നമ്മുടെ വോൾവോയുടെ വണ്ടിയുടെ ഡ്രൈവറും അവിടെ പോയിട്ട് AC ഇട്ടിട്ട് 2 പൊടി അടിച്ച് കിടന്നുറങ്ങുക പകൽ സമയത്ത്. ഇതിൻ്റെ ഡീസലാരും നോക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ അവർക്ക് താമസസൗകര്യമില്ല. അത് ശരിയാണ്, അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാൻ എന്നിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കർണാടകയിൽ അവർ ചോദിച്ചാൽ ആ കൂടെ ഒരു ചെറിയ മുറിയാണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ലോഡ്ജ് എടുത്തോ. പണ്ട് സ്റ്റേ ബസ് ഏതാണ്ട് 700-800 സ്റ്റേ ബസ് ഉണ്ടായിരുന്നു. എന്താ കാര്യം? അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ടിപ്പോൾ ഏതാണ്ട് 25-30 സ്റ്റേ ബസ് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ആൾക്കാർ ബസ്സിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇപ്പോഴത്തെ ആൾക്കാർ അതിന് വില്ലിങ് ആവില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ബസ്സിൽ കിടന്ന് ഉറങ്ങണം എന്ന് KSRTCക്ക് പറയാൻ പറ്റുമോ? ഇല്ലേ, പറ്റത്തില്ലല്ലോ. അയാൾക്ക് രാവിലെ എണീറ്റ് ഒരു പ്രാഥമിക കാര്യം നിർവഹിക്കണമെന്നുണ്ട്, അതിനുള്ള സൗകര്യം ബസ് സ്റ്റാൻഡിലെ അവസ്ഥ നമുക്കറിയാം. എന്ത് ചെയ്യും? നമുക്ക് അവരുടെ ഭാഗത്ത് എൻ്റെ കാലത്ത് ഞാൻ വ്യക്തമായിട്ട് ലോഡ്ജിൽ മുറി എടുത്തോളം പറഞ്ഞ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ള. പക്ഷേ അത് ചോദിക്കുന്നുണ്ട്, പറയും വീട് കിട്ടുന്നില്ല സാറേ, ലോഡ്ജ് കിട്ടുന്നില്ല സാറേ. പിന്നെ അവർക്കാണെന്നുണ്ട് 5 സ്റ്റാർ ഹോട്ടൽ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഡീസൽ പോലും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. ഈ സ്വകാര്യ വണ്ടി ഹയർ ചെയ്ത വണ്ടി പോലും ഇവിടുന്ന് ഡീസൽ അടിച്ചു കൊടുക്കുക. ഡീസൽ ഇല്ലാതാണ് ഹയർ ചെയ്തിരിക്കുന്നത്, ഡീസൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കണക്കും ഇല്ലാത്ത ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പുതുതായിട്ട് ഇത് കൊണ്ടുവരുന്നത്. സ്വിഫ്റ്റിനകത്ത് ഈ ഡ്യൂട്ടി പാറ്റേൺ ഒന്നുമില്ല. ഈ 18 മണിക്കൂർ ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പം സ്വിഫ്റ്റിൻ്റെ വോൾവോ ബസ് ഉണ്ട്, ടച്ച് വുഡ്, അതിനൊന്നും കുഴപ്പം വരത്തില്ല. അതിന് 3 പേര് ക്രൂ ബസ് മാരേജാണ്. 3 പേരെ കൊടുത്തേക്ക് നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തോ. 2 ഡ്രൈവർ കം കണ്ടക്ടറാണ്. ഒരുത്തനിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ മാറും, ഓടിക്കും. അങ്ങനെ 3 പേരിലാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ആ വോൾവോ സ്ലീപ്പേഴ്സ്. ആദ്യമായിട്ട് സ്ലീപ്പർ ഞാൻ എടുത്ത് ആ വോൾവോ സ്ലീപ്പേഴ്സിൽ വോൾവോയിൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൈവറ്റിൽ നിന്ന് വന്ന ചെറുപ്പക്കാരെയാണ് വെച്ചത്. അവർ ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ് ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ബസ്സിനകത്തും ഒരു ഓണർഷിപ്പ് സ്വിഫ്റ്റിനകത്ത്. അവർ സ്ഥിര ജീവനക്കാരല്ല അല്ല അല്ല അവരെ എന്തടിസ്ഥാനത്തിലാണ് അവരെടുക്കുന്നത്? അവരെ ഡെയിലി വേജസ് ആയിരുന്നു, 715 രൂപയായിരുന്നു. പക്ഷേ നമ്മളതൊരു കോൺട്രാക്റ്റ് പോലെ ആക്കി കൊടുത്തു. പിന്നെ ഇൻസെൻറ്റീവ്സ് കൊടുത്തു. അപ്പോൾ 715 രൂപ വെച്ച് 21,000 രൂപ കിട്ടുന്ന സ്ഥാനത്ത് അവർക്ക് 50,000 രൂപ 60,000 രൂപ വരെ കിട്ടും, ഇൻസെൻറ്റീവ്സും എല്ലാം കൂടെ വെച്ചിട്ട്. അങ്ങനെ KSRTCക്ക് അവരെ കൊണ്ടൊരു ബാധ്യതയുമില്ല, അതായത് ശമ്പളം മാത്രം കൊടുത്താൽ മതി. KSRTCക്ക് ഒരിക്കലും പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് പെൻഷൻ സ്കീമിലേക്ക് നമുക്ക് അവരെ
നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുക, അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കട്ടെ, അല്ലാതെ ഗവൺമെൻറ് പെൻഷൻ അതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ഗ്രാജുവലി ഈ സ്വിഫ്റ്റ് വളർന്ന് വന്ന് KSRTC എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലാതാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല. KSRTC can operate local services and all the long distance buses has to be operated by SCTCയും TNSTC SCTC ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ എത്രയോ ബസ്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പം എത്രയോ ലക്ഷറി ബസ് കിടന്ന് നശിച്ചു പോയിട്ടുണ്ട്. ഇത് ഹയർ ചെയ്തിട്ട് നേരെ ബാംഗ്ലൂരിനോ എവിടെ വേണേലും പോകാം. ആ ഫ്ലെക്സിബിലിറ്റി എനിക്ക് KSRTCയിലില്ല. സ്വിഫ്റ്റിനകത്ത് എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മാനേജിങ് ഡയറക്ടറും ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ആയിരുന്നുണ്ട്. പക്ഷേ അത് യൂണിയൻസ് സമ്മതിച്ചില്ല. അങ്ങനെ ഹയർ ചെയ്ത വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബജറ്റ് ടൂറിസത്തിന് പോലും ഹയർ ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ബസ് സ്റ്റാൻഡിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഈ സ്വിഫ്റ്റ് ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അവിടെ അനൗൺസ് ചെയ്യത്ത് പോലും ഇല്ലല്ലോ. ആണോ? അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ തന്നെ എറണാകുളത്തെ ഡിപ്പോ ചോദിച്ചിട്ട് തൻ്റെയും കൂടെ ചോറില്ലിടും. ഇതിൻ്റെ കളക്ഷൻ മൊത്തം KSRTCക്കകത്തല്ലി അടയ്ക്കുന്നത്. അതിൻ്റെ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത് നേരെ ചൊവ്വേ ചെയ്യാത്തതുകൊണ്ട് ഞാൻ TVC കൊടുത്തായിരുന്നല്ലോ എൻ്റെ വണ്ടി ശരിയായിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാ സ്വിഫ്റ്റ് ഒന്നും അതല്ലേ KSRTC തൊലച്ചവൻ എന്നല്ലേ എഴുതി വെക്കുന്നത്. അത് KSRTCക്കാർ മാത്രമേ ഞാൻ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തുള്ളൂ. കാരണം വെച്ചാൽ സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ സുജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ KSRTC ഇല്ലാതാകും. ഞാൻ പറയാമല്ലോ, ലോക്കൽ സർവീസസ് മാത്രം. കാരണം വെച്ചാൽ അവരുടെ ഡ്യൂട്ടി പാറ്റേൺ അതാണ്. അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ബിസിനസ്സുകളുള്ളവരാണ് കൂടുതൽ ആൾക്കാർ, എല്ലാവരും അല്ല, കൂടുതൽ ആൾക്കാർ അവരാണത് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിയോണ്ട് റിഡംഷൻ. KSRTC ഈസ് ബിയോണ്ട് റിഡംഷൻ. അതുകൊണ്ട് വി ഹാവ് ടു ക്രിയേറ്റ് യുവർ തിങ്സ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് റെയിൽവേസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രൈവറ്റൈസ് ചെയ്യാത്തതായിരുന്നു. അത്രയും വലിയ യൂണിയൻ ബലമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്നേ പ്രൈവറ്റൈസ് ചെയ്യും. പിന്നെ തന്നെയല്ല, നോ ഗവൺമെൻറ് ഈസ് വറീഡ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, യൂണിയൻസിന് വേണ്ടിയാണല്ലോ നമ്മൾ ഭരിക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ KSRTCയിലെ പണ്ടൊക്കെ ഞാൻ ഈ ടൈം ഷെഡ്യൂൾ എടുത്ത സമയത്തൊക്കെ നമുക്ക് കാണാം ഓരോ ടൈം ഷെഡ്യൂൾ. ചെങ്ങന്നൂരിൻ്റെ ഒരു വണ്ടി ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരം പോവും, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പോവും, കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം പോവും, എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ല വരെ വരും, എന്നിട്ട് ചെങ്ങന്നൂർ വന്ന് ട്രിപ്പ് അവസാനിപ്പിക്കും. അത് കിലോമീറ്റർ തികച്ച് ഡ്യൂട്ടി തയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ വരെ രണ്ടാമത് ഓടുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടുന്നത് നഷ്ടമാണ്. അതിനാരും ഉണ്ടാവില്ല, ആരും കയറത്തുമില്ല, രാത്രി പാരാത്രിക്കായിരിക്കും. ആ ഒരു എക്സ്പെൻസ് കട്ട് ചെയ്തിട്ട് ഇവർക്ക് ഡ്യൂട്ടി പാറ്റേൺ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നഷ്ടം അവിടെ ടാലി ആക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച സാറിന് മനസ്സിലായോ? അങ്ങനെയുള്ള ഒത്തിരി ജീവനക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ടൈം ഷെഡ്യൂളുകൾ KSRTCയിൽ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോഴും എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അതായത് ജീവനക്കാർക്ക് വേണ്ടിയും ജീവനക്കാർക്ക് ഡ്യൂട്ടി തയ്ക്കാനും അവർക്ക് ഡ്യൂട്ടി കൊടുക്കാനും അല്ലെങ്കിൽ പല സൗകര്യങ്ങൾക്ക് വേണ്ടി പിന്നെ അതിനകത്ത് സ്വാധീനങ്ങളുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കിയ ടൈം ഷെഡ്യൂളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു, ധാരാളം ഉണ്ടായിരുന്നു KSRTCയിൽ. ഇപ്പോഴും അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുമായിരിക്കും. ഷെഡ്യൂൾ അനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരേക്ക് പോകുന്ന 1 കിലോമീറ്റർ, ഡ്രൈവറുടെ ലോഗ് ബുക്ക് വേറൊരു കിലോമീറ്റർ, കണ്ടക്ടറുടെ ലോഗ് ബുക്ക് വേറൊരു കിലോമീറ്റർ, ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അതിന് ടോട്ടൽ കമ്പ്യൂട്ടറൈസേഷൻ ഒരു ERP കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പോൾ TCS ആണ് തെലങ്കാനയിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിൽ അത് തന്നെ 50-55 കോടി രൂപയെ ചോദിച്ചത്. ഞാൻ ചോദിച്ചതാണ്. അത് അത്രയില്ലെങ്കിൽ ഒരു 10-20 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാമായിരുന്നു. കമ്പ്യൂട്ടറൈസേഷന് പൈസ ആയിരുന്നില്ല. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജീവനക്കാർ, നമ്മുടെ ഓഫീസേഴ്സ്, അവരാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇതിനെ എങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം ചലോ ആപ്പ് നല്ലതാണ്. അതിനകത്ത് എന്തുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള വെഹിക്കിൾ ട്രാക്കിംഗ് വരുന്നത്? ഇന്ന് ഒരു GPS ഒരു നമ്പറുണ്ട്, അത് വെച്ചിട്ടാണ് ഇന്ന ബസ് ഇന്നടത്തു നിന്നുള്ള റൂട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. തിരുവനന്തപുരം ടു ഗുരുവായൂർ. അത് പോകേണ്ട സമയത്താണ് വേറൊരു ബസ് എടുത്തിടും. അപ്പോൾ അതിൻ്റെ GPS നമ്പർ മാറി. അത് തിരുവനന്തപുരത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നെടുമങ്ങാടിനോ അല്ലെന്നുണ്ടെങ്കിൽ ചെങ്കോട്ടയ്ക്ക് പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ ഗുരുവായൂരെന്നും പറഞ്ഞുകൊണ്ട് ട്രാക്ക് ചെയ്യുന്നതാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ചെങ്കോട്ടയ്ക്ക് പോകും. അതുകൊണ്ടാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ജീവനക്കാരും കൂടെ വിചാരിക്കണ്ടേ നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ് ചെയ്യണം, നമുക്കിത് നന്നാകണം. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് യൂണിയൻസ്, അവരൊരു തരത്തിൽ സമ്മതിക്കത്തില്ല, ഒരു തരത്തിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെന്നെ പറ്റിയാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും അവിടെ മുദ്രാവാക്യം എല്ലാ യൂണിയൻസും മാറി 3 യൂണിയൻസും മേജറായിട്ടുള്ള 3 പാർട്ടികളുടെ 3 യൂണിയൻസും എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടാണ് തന്നെ വിളിച്ചത്. ഐ ഡോണ്ട് കെയർ. ഞാൻ ചെറുപ്പകാലം തൊട്ട് നമ്മൾ രാഷ്ട്രീയക്കാരൻ്റെ മകനായതുകൊണ്ട് വിമർശനം കേട്ടിട്ട് വന്നതാണ്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ കമൻറ്റ് ഓഫ് ചെയ്തിരിക്കുക. ഐ ഡോണ്ട് കെയർ ആളുകൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത്. എന്നെപ്പറ്റി ആരെങ്കിലും പറയുന്നത് ഞാൻ മാറ്ററാക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ വൈഫും പിള്ളേരും, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. ബിജു അത് ചെറിയ തെറ്റായിപ്പോയി കേട്ടോ, നിങ്ങൾ ഇനി ഒന്ന് കറക്റ്റ് ചെയ്യണം. ഈ അടുത്ത കാലത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞു,
മേയർ പറഞ്ഞു സാറേ എന്താന്ന് അദ്ദേഹം വിളിച്ചത് ഞാൻ അതുപോലെ പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ആ സാറെന്നുള്ള മേയർ വിളിച്ചെന്നുള്ളത് പറയണ്ട. ഞാൻ പറഞ്ഞു ഇനിയും പറയത്തില്ല ഞാനത്, അറിയാതെ പറഞ്ഞു. അദ്ദേഹം വിളിച്ചു, അദ്ദേഹത്തിൻ്റെ ബഹുമാനം കൊണ്ട് വിളിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരല്ലാതെ വേറെ ആര് പറയുന്നത് ഞാൻ കേൾക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. ആൻഡ് അവരുടെ ലൈക്ക് നോക്കിയിട്ടോ ഡിസ്ലൈക്ക് നോക്കിയിട്ടോ അല്ല നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ KSRTC ഒരു സിസ്റ്റം എനിക്കറിയാം. ഒരു CMD ഉണ്ട്, അതിന് താഴെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്, പിന്നെ അതിന് താഴെ സോണൽ ഓഫീസേഴ്സ് ഉണ്ട്, DTO AT അങ്ങനെ ഓഫീസേഴ്സ് ഇങ്ങനെ വരുന്നു. ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? MD സെയിം ആണ്, പിന്നെ അതിന് താഴെ ഒരു ജനറൽ മാനേജറുണ്ട്, ഒരു ഓപ്പറേഷൻസിൻ്റെ ഒരാളുണ്ട്. ഇപ്പം ജനറൽ മാനേജർ തന്നെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത ഒരാളെ വെച്ചേക്കുക. അതായത് അതിനെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വെച്ചിരിക്കുന്ന ഒരാളെയാണ് അവിടെ ഇരിക്കുന്നത്. അതായത് അതിനെ വൈൻഡപ്പ് ചെയ്യണമെന്നുള്ള, അല്ലാതെ KSRTCക്ക് ഭീഷണിയായിട്ടുള്ളതിനെല്ലാം പെരയ്ക്ക് മുകളിൽ മരം വളർന്നാൽ മരത്തിനെ വെട്ടണമെന്നുള്ളത് അവരാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെയൊന്നും പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടല്ലോ. അവിടെ 2 വിംഗ് കമാൻഡർമാർ വന്നു, വിംഗ് കമാൻഡർ ബിജുവും വിംഗ് കമാൻഡർ സന്തോഷും. അവരെല്ലാം വിംഗ് കമാൻഡർമാരെ അവർ പറഞ്ഞു ഇതിനേക്കാളും ഭേദം പാകിസ്ഥാനായിരുന്നു. അവർ നല്ല മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്, എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് വന്ന വിംഗ് കമാൻഡേഴ്സാണ്. അവർ പറഞ്ഞ് ജീവനും കൊണ്ട് പോയി. അങ്ങനത്തെ സ്ഥലമാണിത്. ഇത് വെള്ളാനെന്ന് പറയുമ്പോഴും ഈ സ്വിഫ്റ്റിനും മറ്റൊരു വെള്ളാനയായി മാറുമോ? സ്വിഫ്റ്റ് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പുതുതായിട്ടുള്ള പോളിസി ചെയ്യണം. കാരണം വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് നല്ലൊരു മാർക്കറ്റാണ്. പിന്നെ അപ്പം പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ കിടക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് വാടകയ്ക്ക് എടുത്ത് ഡീസൽ ഡ്രൈവർ എല്ലാമായി കൂടെ ചെയ്യേണ്ടത് എന്താണ്? തിരുവനന്തപുരത്ത് നിന്ന് വിട്ടാൽ കൊല്ലം അല്ലെങ്കിൽ ആറ്റിങ്ങൽ ചെല്ലുമ്പോൾ ടിക്കറ്റ് കൊടുത്ത് കയറുന്നു, കണ്ടക്ടർ ആവശ്യമില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് തന്നെ ഇത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വിഫ്റ്റിനകത്ത് ഇഷ്ടം വരും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കൊല്ലത്തെ സ്വിഫ്റ്റിൻ്റെ പ്രോഫിറ്റ് 32 കോടി രൂപയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ആ കരാർ, അതായത് പണ്ട് മഹാവോയേജ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് വെച്ച അതേ റേറ്റ് വെച്ചു. അത് എത്രയോ 7 കൊല്ലം മുമ്പായിരുന്നു. അതേ റേറ്റ് വെച്ചിട്ട് ഒരു 32 കോടി രൂപയാണ് സ്വിഫ്റ്റിലുണ്ടായത്. ബിക്കോസ് ഓപ്പറേഷൻ കോസ്റ്റ് കുറവാണ്. സുജിത്ത്, ഇതിൻ്റെ സിമ്പിൾ കണക്കാണ്. KSRTCയുടെ കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ 22,000 കോടി രൂപ ടേൺ ഓവറുള്ള KSEBിയുടെ ചെയർമാനായിരുന്നു. അതുപോലൊന്നും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത് മാസം 200 കോടി രൂപയാണ് ശരാശരി കളക്ഷൻ, വിച്ച് വിൽ റേഞ്ച് ഫ്രം 180 crores അപ് ടു 250 crore rupees. 200 കോടി രൂപ എന്ന് പറയുമ്പം അതിൻ്റെ നേര് വാട്ട് ഓവർ മേ ബി 180 ആണെങ്കിൽ 90 കോടി രൂപ, 200 ആണെന്നുണ്ടെങ്കിൽ 100 കോടി രൂപ ഡീസലിന് പോയി. ഇപ്പോൾ എത്രയോ കാലമായിട്ട് ഡീസലിൻ്റെ വ്യത്യാസമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. 15 കൊല്ലമാണ് ഒരു ബസ്സിൻ്റെ ആയുസ് എന്നുള്ളത് മനസ്സിലാക്കണം. ഡീസൽ ബസ് എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം 15 കൊല്ലം മുന്നോട്ട് കണ്ടിട്ട് വേണം. 15 അല്ല, ഇപ്പോൾ 19ാമത്തെ കൊല്ലം ഓടുന്ന ബസ്സുകളുണ്ട് അവിടെ. ഇപ്പോൾ കുറച്ച് എന്താ എക്സ്റ്റൻഷൻ ചെയ്തു. ഞാനൊരു വിചിത്രമായിട്ടൊരു ഓർഡർ ഇറക്കി. കൈകൊണ്ട് RC ബുക്ക് 15 കൊല്ലം എഴുതുന്ന വാഹനം നിന്ന് പുറത്തുകയല്ലേ, ഇനി കൈകൊണ്ട് RC ബുക്ക് എഴുതി കൊടുത്തിട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഇരിക്കുന്നത്. അങ്ങനെ പറ്റുമോ ലീഗലി ചെയ്യാൻ? അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇൻഷുറൻസ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇൻഷുറൻസ് എന്തായാലും ഗവൺമെൻറ് അല്ലെങ്കിൽ KSRTC കൊടുത്തേ പറ്റത്തുള്ളൂ. RC ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ RC ബുക്ക് ഉണ്ട്. പണ്ട് RC വെച്ച് അല്ല ഇത്രയും കാലം ഓടിയത്, വാഹനം ഇല്ലായിരുന്നല്ലോ. അപ്പം 200 കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 കോടി രൂപ ഡീസൽ പോയി. 91 ഞാനുള്ള സമയത്താണ് പറഞ്ഞത്. ഇപ്പം മേ ബി വ്യത്യാസം കാണും, ചെറിയ വ്യത്യാസം കാണും. 91 കോടി രൂപയാണ് ശമ്പളം. ഈ 91 കോടിയും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 8 കോടി രൂപയുണ്ട്. ഈ 8 കോടി രൂപ മനസ്സിലാക്കണം, ബാങ്കിലോട്ടാണ് 3100 കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, തോമസ് ഐസക് സാറിൻ്റെ കാലത്ത് ഒരു റീസ്ട്രക്ചറിങ് പാക്കേജിൻ്റെ, സുശീൽ ഖന്ന റീസ്ട്രക്ചറിങ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ള കടവൊക്കെ അതുവരെ KSRTCക്ക് വലുതായിട്ട് കൊടുക്കണ്ടായിരുന്നു, ഗവൺമെൻറ്റൊക്കെ കൊടുക്കുന്നു. അതെല്ലാം കൂടി ഒരു കൺസോർഷ്യം ലോണാക്കി മാറ്റി ഒരു ദിവസം 1,06,00,000 രൂപയാണ് ബാങ്ക് കട്ട് ചെയ്തിട്ടേ തരത്തുള്ളൂ. 7 കോടി രൂപ ഉണ്ടെങ്കിൽ 6 കോടിയേ തരത്തുള്ളൂ. 5 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ 4 കോടിയേ ഉള്ളൂ. 3 കോടി ഉണ്ടെങ്കിൽ 2 കോടിയേ തരത്തുള്ളൂ. കട്ട് ചെയ്ത് 30 കോടി അങ്ങ് മാറ്റും. അപ്പം 191 30 എത്രയായി? 220 ആയില്ലേ? ഒരു 12 കോടി രൂപ വേണം ബാക്കിയുള്ള ചിലവുകളും സ്പെയർ പാർട്സും എല്ലാം കൂടെ ചേർത്ത് പിന്നെ കൊണ്ടുപോകണം. പിന്നെ അറ്റാച്ച്മെൻറ്റ്, ഇടയ്ക്കിടയ്ക്ക് MDയുടെ കാർ അറ്റാച്ച്മെൻറ്റ് എല്ലാം കൂടെ ഒരു 200 MDയുടെ കാർ വരെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ അന്നേരം നമ്മൾ വേറെ വേഷം മാറി നടക്കും, വേറെ കാറില്ലാതെ നടക്കും. അപ്പം ബസ് സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യും. അങ്ങനെയൊക്കെ സ്ഥിരം കലാപരിപാടി. അവിടെ ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മൾ കേസുകളൊക്കെ നടത്തി നന്നായിട്ട് പഠിക്കും. അപ്പോൾ ഒരു 230 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത് ഉരുട്ടിപ്പരട്ടി കൊണ്ടുപോകണമെങ്കിൽ 250 കോടി രൂപ വേണം. നമുക്ക് കിട്ടുന്ന എത്ര? ചില മാസങ്ങളിൽ 180 അല്ലെങ്കിൽ 200 കോടി രൂപ കിട്ടുന്നത്. അപ്പോൾ അത്രയും ഒരു ഡെഫിസിറ്റ് വരികയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഈ LICയുടെ ബാക്കിയുള്ള പിടിച്ചിട്ടുള്ള ജീവനക്കാരുടെ നിന്ന് പിടിച്ചിട്ടുള്ള 20 കോടി രൂപയോളം അടയ്ക്കത്തില്ല. അങ്ങനെ 74 കോടി രൂപ സാലറി കൊടുക്കും. ഇതുകൂടാതാണ് 72 കോടി രൂപയുടെ പെൻഷൻ.
അത് പിന്നെ ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്നെടുത്ത് അതിന് വലിയൊരു പലിശ കൊടുത്ത് അതങ്ങ് കൊടുക്കുന്നുണ്ട് പെൻഷൻകാർക്ക്. കാരണം വെച്ചാൽ 42,000 പേര് പെൻഷൻകാരും 22,000 പേര് പെർമനൻറ്റ് എംപ്ലോയീസുമാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡീസലിൻ്റെ വില നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? അതിന് ഇലക്ട്രിക് ബസ്സിലേക്ക് മാറണം. അതുകൊണ്ടാണ് കിഫ്ബിയുടെ അടുത്തുനിന്ന് ലോൺ എടുത്ത് 500-700 വണ്ടി കുറച്ച് കഴിഞ്ഞാൽ തന്നെ 3-4 കോടി രൂപ അതിൽ തന്നെ അങ്ങ് കുറയും. അപ്പോൾ ഗവൺമെൻറ് ഒരു 1 ടൈം അസിസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ ജീവനക്കാരുടെ 91 കോടി രൂപ അങ്ങനെ ഓർക്കും ജീവനക്കാരെ കുറച്ചിട്ട് എംപാനലുടെ ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മാറ്റുകയും പതുക്കെ ഇതിനകത്ത് ആ എക്സ്പെൻസസ് കുറയ്ക്കുകയും ചെയ്യുക. ബാങ്കിൻ്റെ കൺസോർഷ്യം ലോണിലാണെന്നുണ്ടെങ്കിൽ 30 കോടി കുറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സ്പെയർ പാർട്സ് കുറയ്ക്കാൻ പറ്റുമോ? അത് നമ്മൾ കംപ്ലീറ്റ് റെൻ്റൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്പെയർ പാർട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള റീസ്ട്രക്ചറിങ് പാക്കേജ് റീസ്ട്രക്ചറിങ് 2 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ലോട്ടറി ഡയറക്ടറായിട്ട് 2010 ചാർജ് എടുക്കുമ്പം 1967 തുടങ്ങിയിട്ടുള്ള ലോട്ടറി അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 624 കോടി രൂപയാണ്. അത് 557 കുറയുമ്പോഴാണ് അന്നത്തെ ടാക്സ് സെക്രട്ടറി മാരവാണ്യൻ സാർ എൻ്റെ പേര് പറഞ്ഞിട്ട് തോമസ് ഐസക് സാറിന് എന്നെ അറിയത്തു പോലുമില്ല എന്നെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മിഡിൽ ക്ലാസ് അങ്ങനെ ഒരു മാർക്കറ്റ് സർവേ നടത്തി കഴിഞ്ഞപ്പോൾ മിഡിൽ ക്ലാസ് എടുക്കുന്നില്ല. എങ്ങനെ മിഡിൽ ക്ലാസ്സിനെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കാമെന്നുള്ളതാണ് കാരുണ്യ ലോട്ടറി. 587 കോടിയിൽ നിന്ന് ഞാൻ 2.5-2.25 കൊല്ലമേ അവിടെ നിന്നുള്ളൂ. ആദ്യത്തെ കൊല്ലം മാണി സാർ വന്ന് 7 ലോട്ടറിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 1280 കോടിയായി. കാരുണ്യം വന്നപ്പോൾ കാരുണ്യം മാത്രമല്ല, ഒരു ലോട്ടറി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 7 ലോട്ടറി ആയിട്ട് മാറി. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ സാന്റിയാഗോ മാർട്ടിൻ്റെയും ബാക്കിയുള്ള പല അവരെയൊക്കെ ഒതുക്കുകയും കേസ് പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒത്തിരി ഫലമായിട്ട് മാർക്കറ്റിങ്ങും എല്ലാം ഒത്തിരി ടെക്നിക്കുണ്ട്. ഞാൻ പറഞ്ഞത് 587 കോടിയിൽ നിന്ന് 1280 കോടിയായി. അടുത്ത കൊല്ലം അത് 2800 കോടിയായി. അതാണിപ്പം 12,000 കോടിയായി. അപ്പോൾ അങ്ങനെ ഒരു ലോട്ടറി ടേൺ അറൗണ്ട് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് പ്യുവർലി മാർക്കറ്റിംഗ്. അതിനകത്ത് ഞാൻ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. കാരുണ്യ ഫാർമസി എന്ന് പറയുന്നൊരു ചെയിൻ തുടങ്ങുന്നതിന് ആദ്യത്തെ ദിവസം കളക്ഷൻ 4,000 രൂപയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഓരോ ഔട്ട്ലെറ്റും അതിൻ്റെ 10 ലക്ഷം രൂപയാണ്. ഒറ്റ കൊല്ലം കൊണ്ട് 4 ഔട്ട്ലെറ്റ്, 5ാമത്തെ ഔട്ട്ലെറ്റിൽ ലാസ്റ്റിലാണ് തുടങ്ങുന്നത്, 4 അല്ലെങ്കിൽ 4.5 ഔട്ട്ലെറ്റിൽ നിന്നും 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കി. അപ്പം എനിക്ക് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റും ഏത് ഇൻഡസ്ട്രിയും. ഞാനിപ്പം ചെയ്യുന്ന എൻ്റെ കൺസൾട്ടൻസി ആക്ടിവിറ്റി അതാണ്. ഏത് ഇൻഡസ്ട്രിയും ടേൺ അറൗണ്ട് പ്രൊവൈഡഡ്. ഫസ്റ്റ് ദെയർ ഷുഡ് ബി എ മാർക്കറ്റ്. ഹിയർ ദെയർ ഇസ് എ റിയലി ഗുഡ് മാർക്കറ്റ്. ലോങ് ഡിസ്റ്റൻസ് ആളുകൾ ഇടിച്ച് നിൽക്കുകയാണ്. സെക്കൻഡ്, ജീവനക്കാർ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് തയ്യാറാകാത്തൊരു സ്ഥാപനം എങ്ങനെ രക്ഷപ്പെടും? ഞാൻ 18 മണിക്കൂർ ഓടിച്ചോളാം എന്ന് പറയുന്ന, ഒന്ന് ആലോചിച്ച് നോക്കി, 18 മണിക്കൂർ നിങ്ങൾക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? അന്നേരമാണ് ഈ പിടിച്ചാൽ കിട്ടാത്ത ഈ സാധനം വെച്ച് 18 എത്ര പേരെ കൊന്നാണ് പോകുന്നത്. എന്തുകൊണ്ടൊരു ഗവൺമെൻറ് മാറ്റുന്നില്ലത്? സോ ഇറ്റ്സ് ബിയോണ്ട് റിഡംഷൻ. ഒരിക്കലും അത് നന്നാക്കാനായിട്ട് പറ്റത്തില്ല അൺലെസ് ജീവനക്കാർ വയ്ക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനെല്ലാവരും കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കിയിട്ട് ജീവനക്കാരെ ഏൽപ്പിച്ചരും. അവർ നടത്തട്ടെ. ഇത്രയും വലിയ മിടുക്കന്മാർ അവർ നടത്തട്ടെ. ഓരോ ഡിപ്പോയും ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കിയിട്ട് അവർ കൊടുക്കട്ടെ. ഗവൺമെൻറ് വേണ്ട സബ്സിഡിയും കൊടുക്കുക. ജസ്റ്റ് ലൈക്ക് ടാക്സ് ഇല്ല, എന്തായാലും ടാക്സ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. ഡീസലാണെന്നുണ്ടെങ്കിൽ ബാക്കി മാർക്കറ്റിനേക്കാളും 4 രൂപ കുറച്ചിട്ടാണ് ബൾക്ക് ഡിസ്കൗണ്ടിൽ നേരത്തെ കിട്ടിക്കൊണ്ടത്. ഇപ്പോൾ ഇച്ചിരി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇതെന്താ ലാഭമാകത്തെ? നഷ്ടം കുറച്ചാലും മതി. അല്ല, ഞാൻ പറയുന്നില്ല. സബ്സിഡി പോലും ഗവൺമെൻറ് എത്ര രൂപയാണ് മുടക്കുന്നത്? 72 കോടി രൂപ പെൻഷൻ പോട്ടെ, അത് കേട്ടെ. ഒരു മാസം 50 കോടി രൂപ ഉണ്ട്. 100 കോടി രൂപയുള്ള ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ് ഇത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത്രയും മുടക്കിയിട്ട് ഇതെന്താ നന്നാകത്ത്? ഓക്കെ. ഇനി വേറൊരു സംഭവം എന്ന് പറയുന്നത് ബസ് ബോഡി ബിൽഡിങ്ങിനെ പറ്റി. അതായത് പണ്ട് എനിക്ക് തോന്നുന്നു മാത്യു ടി തോമസ് ഉണ്ടായിരുന്ന സമയത്താണ് KSRTCയുടെ റീജിയണൽ വർക്ക്ഷോപ്പിലും സെൻട്രൽ വർക്ക്ഷോപ്പിലും ബസ് ബോഡി ബിൽഡിംഗ് വീണ്ടും തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് മറ്റേ ഹൈടെക് ബസ്സുകളുണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് RRC സീരീസിലുള്ള RR സീരീസിലുള്ള വണ്ടികൾ വന്നു തുടങ്ങി. അപ്പോഴാണ് ആ സീരീസ് 6 വന്നത്. RR എന്ന് പറഞ്ഞ സീരീസ് വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് കുറേയധികം സെൻട്രൽ വർക്ക്ഷോപ്പുകളിലും പിന്നെ മാവേലിക്കരയിലും ആലുവയിലും എടപ്പാളും കോഴിക്കോടും ഒക്കെ ബസ്സുകൾ ഒരു യൂണിഫോം ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ധാരാളം എംപാനൽ ജോലിക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായി. കുറേ ആളുകൾക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നല്ല രീതിയിൽ ബസ്സുകൾ ഉണ്ടാക്കി. മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം KSRTC തന്നെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്നും വീണ്ടും ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോഴത്തേക്കിനും അത് പ്രൈവറ്റൈസ് ചെയ്തു, കൊണ്ടോടിക്കും ബാക്കിയുള്ള ആളുകൾക്കും കൊടുത്തു. ഇതിങ്ങനെ വീണ്ടും മാറി വരുന്നു. പിന്നെ ബസ്സുകൾ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ബോഡി അടക്കം ബിൽഡ് ചെയ്ത ടാറ്റയുടെ പുതിയ ബസ്സുകളൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ശരിക്കും ഇതിൽ ഏതാണ് KSRTCക്ക്
ബെറ്റർ ആയിട്ടുള്ളത്? സ്വന്തം ബോഡി ബിൽഡിംഗ് യൂണിറ്റുകളിൽ ബസ് ഉണ്ടാക്കുന്നതാണോ അതോ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ? ഏതാണ് കെ എസ് ആർ ടി സി ഗുണകരം? ഒന്നിപ്പം നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിക്ക് അൺലെസ് ഇറ്റ് ഈസ് ഒരു ഏറെ അപ്രൂവൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം, പണ്ട് ഷാസി വാങ്ങിച്ചുകൊണ്ട് വരും. ഈ ഷാസി ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നൊരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിടും. ആ ഗ്രൗണ്ടിനകത്തൂടെ ഒരു മരം വളരും. ആ മരത്തിൻ്റെ തടിയെടുത്തിട്ട് ബോഡി ബിൽഡ് ചെയ്യാം. അതുവരെ വളരും. ഒന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് റോഡിൽ ഇറങ്ങണമെങ്കിൽ ഒരു കൊല്ലമെടുക്കും. കാര്യം ഇവിടെ എല്ലാം നോംസാണ് വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. എൻജിൻ റീകണ്ടീഷൻ ചെയ്യുമല്ലോ. എൻജിൻ റീകണ്ടീഷൻ ചെയ്ത് അടുത്ത റീകണ്ടീഷനിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം കിലോമീറ്റർ കഴിയുന്നുണ്ട് കെ എസ് ആർ ടി സി ചെയ്ത് കഴിഞ്ഞാൽ റീകണ്ടീഷൻ ചെയ്ത് എൻജിൻ വരും. ഇത് 4.5 ലക്ഷം കിലോമീറ്ററാണ് തമിഴ്നാട് അവർ സ്വന്തമായിട്ട് റീകണ്ടീഷൻ ചെയ്യുമ്പോൾ. ഇത് പുറത്ത് കൊടുക്കുമ്പം 5.25 ലക്ഷം കിലോമീറ്ററാണ് പുറത്ത് ടാറ്റയിൽ കൊടുക്കുമ്പോഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഇതെന്ന് പറഞ്ഞാൽ ആര്യങ്കാവിൽ വരെ 11 ബസ് ഓടുന്ന ആര്യങ്കാവിൽ വരെ ഒരു വർക്ക്ഷോപ്പ് വെച്ചേക്കുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡൽഹി നോക്ക്, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം നോക്ക്, അവർക്ക് ഒരു 4-5 വർക്ക്ഷോപ്പേ ഉള്ളൂ. ഇത് മുക്കിന് വർക്ക്ഷോപ്പാണ്. ഡേ മെയിൻ്റനൻസും വീക്ക്ലി മെയിൻ്റനൻസും അല്ലാതെ ഒരു വണ്ടിക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരിക്കലും ഇത് മുതലായിട്ടല്ല. ഇനി എംപാനലുകാരുടെ അടുത്തുള്ള പ്രേമം പറയാം. വ്യക്തമായിട്ട് ഞാൻ റെക്കോർഡിക്കലായിട്ട് പറയാണ്. കായംകുളത്തുകാരനെ ATO ഷാജിയെ സസ്പെൻഡ് ചെയ്ത് എന്തിനാണ്? അറിയില്ല. 3 എംപാനലുകാരുടെ ഇന്ന് 5000 രൂപ കളക്ട് ചെയ്ത് ഇയാൾ അടച്ചിട്ടില്ല. വൈകുന്നേരം പറയും 500 രൂപ നീ വൈകിട്ട് കൊണ്ടുവരണം. കണ്ടക്ടർ എടുത്ത് പറയും 500 രൂപ കളക്ഷനിൽ നിന്ന് എടുത്ത് നീ കൊണ്ടുവരണം. ഇതിനാണ് ഞാൻ ഇയാളെ സസ്പെൻഡ് ചെയ്തത്. ഓക്കെ, എംപാനൽ ജോലി. കാരണം വെച്ചാൽ ഈ ആളുടെ എണ്ണം കൂട്ടണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രിപ്ഷനുണ്ട്. ഓരോ യൂണിയൻ്റെയും സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ എന്താണ് വിൻസെൻ്റ് എന്ന് പറയുന്ന MLAക്ക് എൻ്റെ അടുത്ത് ദേഷ്യം എന്താണ്? അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ അടുത്ത് തുടക്കാൻ വന്നപ്പോൾ ഞാൻ നിർത്തി. അതുകൊണ്ടാണ് പുള്ളി അവിടെ നിന്നുകൊണ്ട് പ്രമേയം പാസ്സാക്കി ഇയാൾക്ക് MLA സ്ഥാനം കൊടുക്കരുത്, ഇയാളാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്ഥാനം. ഇപ്പോൾ INTUCക്കാർ പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ പറയാം, ഇപ്പം പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെ കെട്ടിയിട്ടുകൊണ്ട് അടിക്കുന്നുണ്ട്. ഇവർ വെച്ച് ഞാൻ പേടിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ വിൻസെൻറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ KSRTC നടത്തുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് പിരിവാണെന്നേ നടക്കുന്നത്. സാർ പണ്ട് KSRTCയിൽ MD ആയിരിക്കുന്ന സമയത്ത് താങ്കളെയും താങ്കളുടെ അച്ഛനെതിരെയും അസഭ്യം എഴുതി വെച്ചിട്ട് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സംഭവത്തിൽ താങ്കൾ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. അത് സാധാരണ രീതിയിലൊരു MD എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ തെറി വിളിക്കുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ട് അച്ചടക്ക നടപടിയൊക്കെ വരേണ്ടതല്ലേ? അതെന്തായിരുന്നു അങ്ങനെ? ഞാൻ എന്തിനാണ് ഇപ്പം തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹമായിട്ടാണെന്നുണ്ട് ഒരു പ്രീ ഡിഗ്രി തൊട്ട് അത്ര വലിയ നല്ല ബന്ധത്തിലൊന്നുമല്ല ഞാൻ പോയിട്ടുള്ളൂ. പക്ഷേ ചെറുപ്പകാലത്ത് ഞാൻ അച്ഛനുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനല്ലേ. അപ്പം എനിക്കൊരു പ്രാവശ്യം ഭയങ്കര വിഷമം തോന്നി. അദ്ദേഹത്തിനെ പറ്റി ഞാനിങ്ങനെ ഒരു യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാനായിട്ട് പോയിരിക്കുമ്പോൾ ബാക്കി രണ്ടുപേരും എൻ്റെ അച്ഛനെ പറ്റി വളരെ മ്ലേച്ഛമായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചു 7ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുന്ന സമയത്ത് അച്ഛനടുത്ത് വന്ന് പറഞ്ഞു ഒരു പൊതു ഫിഗറല്ല, നമ്മളൊരു പൊതുരംഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പിന്നെ നീ ഒന്ന് മനസ്സിലാക്കണം, ഈ കായ്ഫലമുള്ള മരത്തിലേ ആളുകൾ കല്ലെറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എന്നാലും ഇത് കേൾക്കുന്ന വിഷമം. എടാ നമ്മൾ കേൾക്കാതിരുന്നാൽ പോരെ. ഉദാഹരണത്തിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോവുകയാണ്. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ട് വരിക. പട്ടിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ കുര കണ്ടിട്ടാണ് ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോകുന്നത്. അപ്പോൾ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും എനിക്ക് വിമർശിക്കാനുള്ള ഫ്രീഡം പോലെ എല്ലാവർക്കും പറയുന്നത്. നമ്മൾ അതിൻ്റെ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പം തന്നെ ശുചിത്വം നോക്കുക. പണ്ടൊക്കെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടോയ്ലറ്റിനകത്ത് KSRTC ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിനകത്ത് ട്രെയിനിൻ്റെ ടോയ്ലറ്റിനകത്ത് എല്ലാം വൃത്തികേട് എഴുതി വെച്ചേക്കുന്നു. ഇപ്പം എന്താ എഴുതി വയ്ക്കാത്തത്? ഇപ്പോൾ കുറഞ്ഞു എന്ന് പറയാം. കുറഞ്ഞു, അത് വളരെ കുറവാണ്. എന്താ കാര്യം? സംസ്കാരം അല്ലേ? അവരെല്ലാം മാറി ഫേസ്ബുക്കിലിരുന്ന് എഴുതുക. കാര്യം അനോണിമസ് ആയിട്ട് അല്ലെങ്കിൽ വന്ദേ ഭാരതിന് കല്ലെറിയുന്നവൻ്റെ മാനസികാവസ്ഥ എന്താ? നമുക്കൊരു അഭിമാനമല്ലേ? ഈ ഒരു സിനിമാ നടൻ തന്നെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ഇടുന്നുണ്ടെങ്കിൽ നഗ്നത കാണിക്കുന്നു. എന്താ? അപ്പം മാനസിക പ്രശ്നമാണ്. നമ്മളിപ്പം അവർ എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്ന് പ്രതികരിക്കാം. അവർക്ക് വേണ്ട അതാണ്. ഒരു പ്രാവശ്യം അവിടെ സമരം നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരു നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ വരരുത്, വന്നു കഴിഞ്ഞാൽ സാറിനെ പിടിച്ച് ഉന്തും തള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കി സാറിനെ നാണം കെടുത്തി ഇറക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് സെക്രട്ടറിയേറ്റിൽ ഓഫീസുണ്ട്. ഞാൻ എവിടെ നിന്ന് കഴിഞ്ഞാലും ഒരു സമയത്ത് 5, 6, 7 വകുപ്പുകൾ ഞാൻ കൈകാര്യം ചെയ്താൽ എനിക്ക് എൻ്റേതായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ളൊരു ടീം എല്ലായിടും ഉണ്ടായിരിക്കും. അവരായിരിക്കും നടത്തുന്നത്. ഇപ്പം KSRTC റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രദീപ് എന്ന് പറയുന്ന ഒരു EDO, അയാളെപ്പറ്റി ഒത്തിരി ആക്ഷേപമുണ്ട്. ഞാൻ ആദ്യം അയാളെ ട്രാൻസ്ഫർ ചെയ്തതാണ്. നോക്കിയപ്പോഴത്തേക്ക് കാര്യം ഞാൻ പറയുന്ന ആ വേവ് ലെന്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അയാളെപ്പറ്റി ഒരു അഴിമതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രദീപാണ് ഇപ്പോൾ ഈ കളക്ഷനെല്ലാം
3.5 ലക്ഷം രൂപ ഒരു ദിവസത്തെ കളക്ഷനായിരുന്നു നമ്മൾ കോവിഡ് കഴിഞ്ഞ് തുടങ്ങുന്നത്. അത് 3 ദിവസം 9 കോടിക്ക് മേളിൽ ബ്രേക്ക് ചെയ്തു. 5.5 കോടിക്ക് മേളിലാണ് സാധാരണ ഇരിക്കുന്നത്. ഒരു മാസം 255 കോടി രൂപയിലെത്തിച്ചു. അപ്പോൾ അത് ഒരു സ്പിരിറ്റോടു കൂടി അവരൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് പറയും, സാറേ നമുക്ക് ഇന്ന് അവധി കഴിഞ്ഞ് വരുന്ന ദിവസമാണ്, ഇത്രയും വണ്ടി ഇറക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടെ അങ്ങനെ സഹകരിച്ചിട്ടുള്ള ഒത്തിരി. കോവിഡിൻ്റെ പ്രതിസന്ധിയിലും കറക്റ്റായിട്ട് ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പ്രശ്നം വന്നില്ല. അന്ന് തോമസ് ഐസക് ആയിരുന്നു മന്ത്രി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ 100 കോടി രൂപ അന്നേരം തന്നു. ശ്രീ ബാലോപാൽ വന്നു കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കുറച്ച് 50 കോടിയാക്കി. ഞാൻ പറഞ്ഞു, സാറേ 50 കോടി എന്നുള്ളത് ഒരു ദിവസം നിങ്ങൾ 20-ാം തീയതി തരുവാണെങ്കിൽ 20-ാം തീയതി ഒന്നിച്ചതാ, 20-ഉം 30-ഉമായിട്ട്. അതെന്തോ ഒരു മെൻ്റൽ പ്രഷർ, അദ്ദേഹത്തിനൊരു മെൻ്റൽ പ്രഷർ. അതായത് ഇവൻ അവിടെ നിന്നുകൊണ്ട് അനുഭവിക്കട്ടെന്നോ, അല്ലെങ്കിൽ KSRTCയിൽ അങ്ങേർക്ക് എന്തെങ്കിലും പൂർവ്വജന്മത്തിലുള്ള വൈരാഗ്യമോ, ഇവന്മാർക്ക് അങ്ങനെ ശമ്പളം വാങ്ങിക്കണ്ട എന്നുള്ള വൈരാഗ്യമോ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ മാറി മാറി വരുന്ന മന്ത്രിമാരും സംഭവങ്ങളൊക്കെ KSRTC ഒരു പരിധിവരെയൊക്കെ പല രീതിയിൽ അപ്സ് ആൻഡ് ഡൗൺസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, താങ്കളുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മന്ത്രിയായിട്ടിരുന്ന ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ KSRTCയുടെ കാര്യത്തിൽ? KSRTCയുടെ കാലത്ത് എക്കാലവും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസീവായിട്ട് വന്നിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാറാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങേർക്ക് അതിൻ്റെ ഉള്ളുകളികളും മറ്റുമൊക്കെ അറിയാം. ഞാൻ KSRTC ചെയർമാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യം പോയി കണ്ട ആളുകളെന്ന് പറഞ്ഞാൽ ഹേമേന്ദ്രൻ സാറ്, രാജമാണിക്യം, സെൻകുമാർ സാറിനെ ഫോണിൽ കൂടെ സംസാരിച്ചു, പിന്നെ KB ഗണേഷ് കുമാർ. അപ്പോൾ അന്നേ മനസ്സിലായി അദ്ദേഹത്തിന് ഈ ഇലക്ട്രിക് ബസ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചില ഐഡിയാസ് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വെറുതെ ക്ലാഷ് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മാറിയത്. ആൻ്റണി രാജുവിന് അദ്ദേഹത്തിനെ പറ്റി ഇതിനെ വലിയ ധാരണയില്ല. പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്നു. നല്ലൊരു കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ രൂപീകരണം തന്നെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ബസ് എല്ലാം സ്വിഫ്റ്റിലോട്ട് മാറ്റാം. അപ്പോൾ അവിടെ INTUCയിലെ നല്ലൊരു നേതാവുണ്ട്, ശശിധരൻ. അയാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ കേസിന് പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്നാൽ കേസിന് പോട്ടെ എന്നുള്ളത്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പോയി കഴിഞ്ഞാൽ അപ്പീലായി, എൻ്റെ പരിപാടികൾ നടക്കത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ബസ് മാറ്റുന്നില്ല, ബസ്സൊക്കെ KSRTCയിൽ ബസ് നിൽക്കട്ടെ, ഞങ്ങൾ പുതിയ ബസ് വരുന്നുണ്ട്, പെർമിറ്റ് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം മോട്ടോർ വെഹിക്കിളിൽ ഒരു പ്രൊവിഷനുണ്ട്, പക്ഷേ ഗവൺമെൻറ്റിന് നയപരമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇതിനൊരു STU സ്റ്റാറ്റസ് കൊടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ശശിധരൻ വന്നിട്ട് പറഞ്ഞു, ശശിധരൻ പല കാര്യങ്ങളിലും അങ്ങനെ എതിർക്കേണ്ട കാര്യങ്ങളായാലും എതിർക്കും, 50 കൊല്ലത്തെ പരിചയമുള്ള പറഞ്ഞു, സാർ ഇപ്പോൾ എടുത്ത് ഈ പെർമിറ്റ് എടുത്ത് സ്വിഫ്റ്റിന് കൊടുക്കും, നാളെ ഇതേ പ്രൊവിഷൻ ഉപയോഗിച്ചിട്ട് ഈ പെർമിറ്റ് എടുത്തൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത KSRTC. അപ്പോൾ സാറിനെ പോലും ഒരാൾ KSRTC തകർത്തവൻ എന്നുള്ള പേര് കേൾക്കണമെന്ന് എനിക്കൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. എന്തായാലും ഞങ്ങൾ കോടതിയിൽ പോകും. അപ്പോൾ കോടതിയിൽ ഇവർ പോയി, അയാൾ കോടതിയിൽ പോയി എന്നെ എതിർത്തു, എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് അയാൾ എതിർത്തു. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഒരു കാര്യം നമ്മളായിട്ട് ഇങ്ങനെ പെർമിറ്റ് എടുത്ത് കൊടുത്താൽ നിൽക്കത്തില്ല, ചിലപ്പോൾ അവർ അപ്പീലിന് പോകും, ഈ ഡിസ്പ്യൂട്ടാകും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം KSRTCക്ക് ബസ് വാടകയ്ക്ക് കൊടുത്തേക്കാം, സ്വിഫ്റ്റ് പെർമിറ്റ് KSRTCയുടെ പേരിലിരുന്നോട്ടെ, ഞാനായിട്ട് KSRTC തകർത്തൊന്നും വേണ്ടല്ലോ. അങ്ങനെ സ്വിഫ്റ്റ് ബസ്സിന് വാടകയ്ക്ക് കൊടുക്കുകയും ആ വാടക കൊടുക്കുകയും ചെയ്യുകയാണ് നടക്കുന്നത്. വിച്ച് ഹാസ് ഓൾറെഡി ബിൻ ഡൺ. മഹാവോയേജ് 2017 തൊട്ട് സ്കാനിയ ബസ്സുകളെല്ലാം അങ്ങനെ വാടകയ്ക്ക് വന്ന അതേ പാറ്റേണിലോട്ട് നമ്മൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ KSRTCയിൽ വലിയൊരു അഴിമതി താങ്കളുടെ കാലത്ത് പുറത്തു കൊണ്ടുവരികയുണ്ടായിരുന്നു. 100 കോടി രൂപ കാണാനില്ല എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ടുള്ള ഒരു ശ്രീകുമാർ, ഷറഫുദ്ദീൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ എതിരെയാണ് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞത്. പക്ഷേ അന്നത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ആ ഒരു ശ്രീകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടായി. പിന്നീട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ശരിക്കും അവിടെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ അത് വന്നു. ശരിക്കും ടോപ്പ് മാനേജ്മെൻറ്റ് പിടിപ്പുകേടാണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു സംഭവം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനിലാണ് വന്നത്. അതായത് കറക്റ്റായിട്ട് കണക്കെഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100 കോടി രൂപയുടെ വ്യത്യാസം വന്നു. അപ്പം ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് സ്നോബോൾ ചെയ്ത് വരിക. അപ്പം 100 കോടി രൂപ വന്നിട്ട് അന്ന് ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ടിരുന്ന ആളാണ് ശ്രീകുമാർ. ഇദ്ദേഹത്തിന് യാതൊരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, അങ്ങേർക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി. ഈ 100 കോടി രൂപ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഈ അവിടെ ഒരു ക്ലർക്കായിട്ടിരുന്ന ഒരാൾ അത് പ്രൊമോഷൻ കിട്ടി വന്നിട്ട് ചെയ്യുകയാണ്. അപ്പം ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് പോലും നേരെ ചൊവ്വേ നടത്താത്തൊരു സ്ഥാപനമാണ്, കൊടുക്കുന്ന കണക്കും വെച്ചിട്ടുള്ള. അപ്പോൾ അന്നേരം ഒരു നടപടികൾ വേണ്ടി വന്നു. കാരണം വെച്ചാൽ അന്നേരം ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം നടക്കുമായിരുന്നു, എനിക്കെതിരായിട്ട് വലിയ വിമർശനം നടക്കുന്ന സമയത്ത്. അപ്പം പത്രക്കാർ രണ്ട് ചോദിച്ചു, ഇങ്ങനെ ശരിയാണെന്ന്. ഞാൻ പറഞ്ഞു ശരിയാണ്.
അപ്പോൾ നടപടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ശ്രീകുമാറിനെ അന്ന് മാറ്റിയത്. ഓക്കെ. അത് പിന്നെ 100 കോടി പോയെന്നും പറഞ്ഞുകൊണ്ട് ഇല്ല ബോഫോഴ്സ് പോലെ ബോഫോഴ്സിനകത്ത് പോലും 92 കോടിയേ ഉള്ളൂ. അത് ഒരു സസ്പെൻസ് അക്കൗണ്ടിൽ ഇട്ട് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഇതിനൊന്നും റെക്കോർഡില്ല. തീരുമാനമായോ എന്നിട്ട് അതിൻ്റെ? ഇല്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആലപ്പുഴയിൽ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആലപ്പുഴ ബസ് സ്റ്റാൻഡിനകത്തെങ്കിലും വെള്ളപ്പൊക്കം ഇല്ല. ആലപ്പുഴ ഞാൻ ഫിനാൻസ് ടീമിനെ വെച്ചൊരു കൃത്രിമം നടത്താമെന്ന് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ ഈ റെക്കോർഡെല്ലാം പോയെന്നാണ്. ആലപ്പുഴ അവിടെ എന്നാൽ എറണാകുളത്താണ്. പിന്നെ ഇപ്പം പല ഫയലുകളും കത്തുന്നുണ്ട്. പല ഫയലുകളും കത്തുന്നുണ്ട്. അവിടെ ഒന്നും വേണ്ടല്ലോ, നിസ്സാരം പറയാം. KSRTC ഇതുവരെയുള്ള പെൻഷൻകാരുടെ പെൻഷൻ എങ്ങനെയാണ് കൂട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫയലില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പെൻഷൻ ഇട്ട് കൊടുത്തേക്കുക. ഇത് ഒരാൾ പോലും 42,000 പേരുടെ പേരിൽ ഞാനൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാസം മിനിമം 5 കോടി രൂപ പലരുടെയും കിട്ടി. ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് ഇവരുടെയൊക്കെ പെൻഷൻ കളഞ്ഞ് ആ കൂടെ തുച്ഛമായിട്ടുള്ള പെൻഷനാണ് കിട്ടും. 13,000 രൂപ 20,000 രൂപ അതുപോലും എലിജിബിലിറ്റി ഇല്ല. പ്രത്യേകിച്ച് 10 കൊല്ലം സർവീസ് ഇല്ലാത്തവർക്കൊക്കെയാണ് 10 കൊല്ലം സർവീസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുക. 10 കൊല്ലം സർവീസ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വോക്ക് പെൻഷൻ പോലും ഉള്ളൂ. ഞാനിതൊരു പിടിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ പെൻഷൻകാരുടെ തുച്ഛമായിട്ട് കിട്ടുന്നതിനകത്ത് ഞാനായിട്ട് പോട്ടെ, എന്തായാലും 4-5 കോടി സേവ് ചെയ്തുകൊണ്ട് KSRTC നന്നാകത്തില്ല, അങ്ങനെ വിട്ടതാണ്. അങ്ങനെ തോന്നുന്ന രീതിയിൽ നടക്കുന്നൊരു സ്ഥാപനം അക്കൗണ്ട്സ് ഇല്ല അവിടെ. പിന്നെ KSRTCയിലെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, അതായത് KSRTCയിൽ ഒരു സമയത്ത് ഭയങ്കര വലിയ കെട്ടിടങ്ങൾ പണിതു. KSRTC ബിൽഡിങ്ങുകളുടെയൊക്കെ പ്രതിച്ഛായ മാറ്റുന്നു എന്നും പറഞ്ഞുകൊണ്ട് അത് മൊത്തം ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അതായത് പണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവല്ല, കോഴിക്കോട്, തമ്പാനൂർ, ഇവിടെയൊക്കെ പണ്ട് ഇഷ്ടംപോലെ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ള KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയാവുന്ന സംഭവങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിച്ഛായ കൂട്ടുക, അതിൻ്റെ മുഖം മിനുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത്, ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കും എന്നും പറഞ്ഞുകൊണ്ട് BOT അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു അത് വലിയ മണിമാളികകൾ, മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി. അതിനകത്ത് ഏറ്റവും മോശം ബസ് സ്റ്റാൻഡായി ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നത് കോഴിക്കോടാണ്. മര്യാദയ്ക്ക് ബസ് പോലും കയറ്റി ആ തൂണിനിടയ്ക്ക് പാർക്ക് ചെയ്യാനോ റിവേഴ്സ് എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥ. അതായത് ബസ് പാർക്ക് ചെയ്യാൻ ഇപ്പോൾ വേറെ സ്ഥലം കണ്ടെത്തണം എന്നുള്ള അവസ്ഥ. പ്രോപ്പറായിട്ട് വർക്ക്ഷോപ്പിന് സ്ഥലമില്ല. ആ ഒരു തീരുമാനം KSRTCയുടെ ആരാണോ എടുത്തതെന്ന് എനിക്കറിയില്ല. ആരെടുത്താണെങ്കിലും അതൊരു ഒരു സ്റ്റുപ്പിഡ് ഡിസ്കഷൻ ആയിരുന്നു, അത്രയും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? KSRTC എവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാലും മസ്റ്റായിട്ട് അതിനകത്ത് ഇരുട്ട് വേണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. കാരണം നിങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുട്ടുള്ളത്? എന്നിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് മര്യാദയ്ക്ക് വരുമാനം കിട്ടുന്നുണ്ടോ? അതിനകത്ത് ഒരു നില പോലും. കോഴിക്കോട്ടെ ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം, ഒരു കേസ് സ്റ്റഡിയാണ്. നമ്മളിങ്ങനെ ബസ് കാത്തിരിക്കുക, 16ഓളം ബേ ഉണ്ട്. പക്ഷെ നമ്മളിരിക്കുന്നിടത്ത് നോക്കിയാൽ ബസ് കാണത്തില്ല. ഓരോ ബസ് വരുന്നതും നമ്മൾ പോയി നോക്കണം. ഒരു 75 മീറ്ററെങ്കിലും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലെങ്ത് കാരണം. വിമൻസ് ടോയ്ലറ്റ് അവിടെയാണ്, ജെൻസ് ടോയ്ലറ്റ് ഇവിടെ. രാത്രി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നെന്ന് വെച്ചോ, ഈ സ്ത്രീയെ ഒരു ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? ഉടൻ തന്നെ വന്ന് റേറ്റ് ചോദിക്കത്തില്ല ആളുകൾ. അപ്പോൾ ഹസ്ബൻഡും ഇതും കൂടെ ആദ്യം പോയി ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് മൂത്രം ഒഴിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ഭാര്യയും കൂടെ വന്ന് ഭാര്യയെ മൂത്രം ഒഴിപ്പിക്കും. ഇങ്ങനെയാണ് 2 ടോയ്ലറ്റ്. ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന കുഴപ്പം. അങ്ങനെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞ ആ ഉണ്ടാക്കിയ ആർക്കിടെക്റ്റിൻ്റെ പടം അവിടെ എന്തായാലും വെക്കണം. പിന്നെ ആ തൂണിൻ്റെ ഇടയിലോട്ടൊരു ബസ് കയറ്റി കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഇറങ്ങി ബിൽഡിങ്ങിനകത്തോട്ട് പോവാം, കണ്ടക്ടർ ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങണം. എന്ന് വെച്ചാൽ തൂണിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. ഈ സ്വിഫ്റ്റൊക്കെ തുടങ്ങിയപ്പം പുതിയ പിള്ളേരല്ലേ, അവർ വന്ന് ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ അവസാനമാണെന്നുണ്ടെങ്കിൽ JCB ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ബസ് വലിച്ചെടുക്കുന്നത്. ഇനി തമ്പാനൂർ നോക്കുക, ഒരു ബസ് സ്റ്റാൻഡിലോട്ട് കയറേണ്ടത് ബിൽഡിംഗ് ഇതാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലോട്ട് വലത് സൈഡിൽ നിന്നാണ് കയറേണ്ടത്. കാര്യം എന്താ? വണ്ടിയുടെ വാതിൽ ഇടത് സൈഡിലാണ്. ഇടത്തു നിന്ന് ഇറങ്ങിയിട്ട് ബിൽഡിങ്ങിനകത്തോട്ട് പോകണം. തമ്പാനൂർ എന്താ ഇത്ര അപകടം ഉണ്ടാകുന്നത്? വലത്തൂടെ കയറി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങും, ബിൽഡിംഗ് ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പം ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യും, അല്ലെ ബാക്കിൽ കൂടെ ക്രോസ് ചെയ്യും. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലും അറിയാൻ വയ്യാത്ത ആർക്കിടെക്ടർമാരെയാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം എല്ലാത്തിനകത്തും ഞാൻ പറയില്ല, ഞാനിങ്ങനെ ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രീ ഗണേഷ് കുമാർ എനിക്കൊന്ന് 2001 മന്ത്രിയാകുന്നത്, ട്രാൻസ്പോർട്ട് മന്ത്രിയാകുന്നത്. അപ്പോൾ അന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, റിലയൻസിൻ്റെ ഒരാൾ പറഞ്ഞു, റിലയൻസിനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാം, തമ്പാനൂരും എല്ലാം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഗണേഷ് കുമാർ ചാർജ് എടുക്കുന്നത്, എനിക്ക് അദ്ദേഹത്തിനെ കൊച്ചു നാൾ തൊട്ട് അറിയാം. ഞങ്ങളെല്ലാം ടീനേജേഴ്സായിട്ട് നടക്കുന്ന കാലം തൊട്ടേ വഴുതക്കാട്ട് അടുത്തടുത്ത വീടുകളാണ് തൊട്ടേ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹമായിട്ട് ഉടക്കിയിട്ടൊന്നുമല്ല ഞാൻ പോയത്. എനിക്കങ്ങനെ ഉടക്കേണ്ട അതൊന്നുമല്ല. എനിക്ക് 3 കൊല്ലം 8 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഒന്നുമില്ലാത്ത ഞാൻ KSRTC പോയതിന് ശേഷം എനിക്ക് പ്രഷറിന് ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇനി ഞാനൊരു 2 കൊല്ലം കൂടെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് വരും എന്നുള്ള ഉറപ്പാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു പരിധിയില്ല. അതുകൊണ്ട് 3 കൊല്ലം ഞാൻ ഇതിനിടെ ആൻ്റണി രാജുവിൻ്റെ കാലത്ത് ഞാൻ കളഞ്ഞേച്ച് പോയതാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് 2.5 കൊല്ലമുണ്ട്, അതിനിടയിൽ സെക്രട്ടറി കളഞ്ഞേച്ച് പോയാലെങ്ങനെ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ട്. അപ്പോൾ അതുമില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം അത് മുന്നോട്ട് നീക്കുകയായിരുന്നു. ഞാൻ പിന്നെ അതിനെപ്പറ്റി പിന്നെ സംസാരിച്ചില്ല. അദ്ദേഹം മുന്നോട്ട് നീക്കി എന്നുള്ളതാണ് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻകുമാർ സാർ എന്നെ ഒരിക്കൽ ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് സെൻകുമാർ സാറിൻ്റെ അടുത്തെടുത്ത് വണ്ടി സർവേയുടെ ആവശ്യത്തിന് വേണ്ടി ചെന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, 2006 തോന്നുന്നു, നിങ്ങൾ ജനറൽ മാനേജറായിട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അന്നേരം എൻ്റെ എന്തോ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊരു പ്രോജക്റ്റ് നിൽക്കുന്നതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇതെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാൻ ഒരു പ്രപ്പോസൽ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ സെൻകുമാർ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഒരു സജഷൻ പറഞ്ഞു, സാറേ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി, ഇത് കണ്ണായ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം തമ്പാനൂരിൻ്റെ ഒരു പിക്ചറാണ് പത്രത്തിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് ഞാൻ ഉടൻ തന്നെ വിളിച്ചു, സാറേ ഇത് കഷ്ടമായിപ്പോയല്ലോ, ഇത് ഏതാണ്ട് ഒരു സർക്കാർ കമ്പനിയെ KTDFCയെ കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് പോളിസി അതാണ്, KTDFCക്ക് വേണ്ടി ഈ സ്ഥലം കൊടുത്ത് അതിനകത്ത് യാതൊരു വ്യക്തതയില്ല, എഗ്രിമെൻറ്റും ഇല്ല, അത് മാർക്കറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം കൊച്ചിൻ മെട്രോ പോലും കാണിക്കുന്ന അതാണ്, നമ്മൾ ഒരിക്കലും സ്റ്റേഷൻ കെട്ടാൻ പാടില്ല. നമ്മൾ ഈ സ്റ്റേഷൻ കെട്ടുന്ന ഈ സ്റ്റേഷൻ്റെയൊക്കെ മുകളിൽ എത്ര നില കെട്ടായിരുന്നെന്ന് ആലോചിക്കുക. സ്റ്റേഷൻ്റെ മുകളിൽ എത്ര നില, അത് പ്രൈവറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരാണെന്നുണ്ടെങ്കിൽ കൂറ്റൻ മാളികകൾ ഉണ്ടാക്കിയേനെ, അല്ലെങ്കിൽ ഷോപ്പിംഗ് ഇത് ഉണ്ടാക്കിയേനെ. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ പറ്റിയതാണ് ഈ തിരുവല്ലയിലെയും അങ്കമാലിയിൽ തന്നെ പോയി നോക്ക്, ആ മതിലിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എത്ര ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട്. KSRTCക്ക് ഒരു ഹോർഡിങ് വെച്ചുകൂടെ? മതിലിൻ്റെ അപ്പുറത്ത് കുറച്ചെങ്കിലും വരുമാനമുള്ള അങ്കമാലി എന്നാണ് തോന്നുന്നത് കടകൾ. അത് മാത്രമേ ഉണ്ട്, അവിടെ ഒരു മൾട്ടിപ്ലക്സും മറ്റുമൊക്കെ ആയിട്ടുള്ളൂ. ബാക്കി തിരുവല്ല എല്ലാം പോക്കാണ്. കോഴിക്കോടാണെങ്കിൽ 2 ടവർ വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. കോഴിക്കോട് ബസ് പാർക്ക് ചെയ്യാൻ സാധ്യത ഏറ്റവും ബസ് പാർക്ക് എന്ന് പറഞ്ഞാൽ പാവങ്കടന്ന് പറഞ്ഞിട്ട് 3.5 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്നിട്ടാണ് ഓരോ വണ്ടി. എത്ര പൈസയാണ് വേണ്ടത്? ഇവിടെ എറണാകുളത്തെ പോലെയാണ് ബസ്സുകളെല്ലാം മൊബിലിറ്റി ഹബ്ബ് പോലെ ഒരു സ്ഥലം. KSRTCയും പ്രൈവറ്റും എല്ലാം അവിടെ വരണം. KSRTC മാത്രം വർക്ക്ഷോപ്പിന് വേണ്ടി മാത്രം ഒരു സ്ഥലം കൊടുക്കണം. ശരിക്കും അതല്ലേ ഏറ്റവും നല്ല പരിപാടി? അത് ആളുകൾക്ക് ഗുണമല്ലേ? എനിക്ക് KSRTCയിലോ പ്രൈവറ്റിലോ എവിടെ വേണേൽ കയറി പോകത്തില്ലേ? അതല്ലേ ഞാൻ എൻ്റെ ആ ബുക്കൊന്ന് വായിക്കേ. മൾട്ടി മൊഡാൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത്, ഞാൻ അതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബെർലിൻ ഹോപ്പൻഹോഫ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഷനാണ്. അവിടെ എന്തൊക്കെയാണ് മൾട്ടി മൊഡൽ? 5 നിലയിൽ തന്നെയാണ് ഇത് റെയിൽവേസ്. അത് കഴിഞ്ഞോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്, കാറ്, സൈക്കിള് എല്ലാം ഉണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ്, ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇടയിൽ എവിടെ ട്രെയിൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ തന്നെ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് സ്പ്രീ എന്ന് പറയുന്ന നദിയിലാണെന്നുണ്ടെങ്കിൽ ബോട്ടുണ്ട്, അവിടെ ഫെറിയുണ്ട്, അല്ലാത്ത സർവീസുണ്ട്. ഇത് തന്നെയാണ് ആംസ്റ്റർഡാം ഹോപ്പൻഹോഫ്. അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടി മോഡലായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം വൈറ്റില തന്നെ എന്നിട്ട് പോലും 2 ഇടത്താണ്. എന്നാൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന വണ്ടി ഒരു സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പുറത്ത് പോകണം, അവിടെ ഇരിക്കുന്ന ആൾ ഓടി നോക്കണം, അയ്യോ തൃപ്പൂണിത്തുറ അവിടെ ഒരു വണ്ടി ഓടിപ്പോയി. അപ്പോഴാണ് ഇപ്പോഴത്തെ KSRTC വന്നത്. അപ്പോൾ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധം, ജനങ്ങൾ എന്താണ് വേണ്ടെന്ന് ആഗ്രഹിക്കാത്ത ഭരിക്കുന്ന സർക്കാരുകളാണ് ഇവിടെ മാറി മാറി വരുന്നത്. തമിഴ്നാട്ടിൽ ഈ സിസ്റ്റം കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. കാരണം തമിഴ്നാട്ടിൽ പ്രൈവറ്റ് ബസ് കുറവാണ്. പ്രൈവറ്റ് ബസ് ഉണ്ട്, എന്നിരുന്നാലും ഇപ്പം സേലം ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ സേലത്തുനിന്ന് ഇപ്പം കൃഷ്ണഗിരി പോകുന്ന റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഒരു സ്ഥലത്തായിരിക്കും വരുന്നതെന്ന് എനിക്ക് എൻ്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ. യെസ്, അതെ, തമിഴ്നാട്ടിലെ 90% ഗവൺമെൻറ് ബസ്സുകളാണ്. പ്രൈവറ്റ് ബസ്സുകളൊക്കെ എല്ലാം ഒരു അവര് മുൻസിന്റെ മൊഫുസിൽ ബസ് സ്റ്റാൻഡ് അങ്ങനല്ലേ, മൊഫുസിൽ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ KSRTC കയറണം എന്നുണ്ടെങ്കിലും പൈസ കൊടുക്കണമല്ലോ. ഓരോ ബസ് കയറുമ്പോഴും അവർക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ സ്ഥലം വൈസ് തൃപ്പൂണിത്തുറ ബസ്സല്ല ഒരു സൈഡിൽ, പ്രൈവറ്റ് ആയാലും KSRTC ആണെങ്കിലും ഒരു സൈഡിൽ. കോട്ടയത്ത് നിന്ന് എറണാകുളം വരുന്ന ഒരു പാസഞ്ചർ കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ KSRTC ഏതെങ്കിലും വരുന്ന വണ്ടിയിൽ കയറിപ്പോവാം. പ്രൈവറ്റ് ബസ് പോകണമെങ്കിൽ അത് 2 കിലോമീറ്റർ അപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോകണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ KSRTC ആണോ പ്രൈവറ്റ് ആണോ ഏതാണ് ആദ്യം വരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ വേണം ആൾക്ക്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭരിക്കുകയാണെങ്കിൽ അടിസ്ഥാന പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ ജനങ്ങൾ പിന്നെ നമുക്ക് കൊടി പിടിക്കാൻ വരത്തില്ലല്ലോ. ജനങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ മോഹം കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ശരിയാക്കാം, നമ്മൾ നമ്പർ 1 ആണ്, ലോകത്തെ നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹം കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഈ KSRTC ബസ് സ്റ്റേഷനുകളിൽ ഈ പെട്രോൾ പമ്പ് ഡീസൽ മാത്രമല്ലേ ഉള്ളൂ? പെട്രോളും ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ അടിക്കാൻ കിട്ടിയിട്ടില്ല അങ്ങനെ. ഞാൻ മൂന്നാറൊക്കെ ഞാൻ ആളുകൾ അടിക്കുന്ന കണ്ടിട്ടുണ്ട്. മൂന്നാർ ഭയങ്കര കളക്ഷനാണ്. സിറ്റി ഏറ്റവും ബസ് കയറുന്ന ഒരേ ഒരു പമ്പ് അതാ.
മറ്റെല്ലാം കൊച്ചു കൊച്ചു പമ്പുകളാണ്. മൂന്നാർ വികസിപ്പിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ബസ്സിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ 16 ടോയ്ലറ്റ്, എത്രയോ ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് താങ്കളുടെ സമയത്താണോ? അതെ. ഓക്കെ, അത് ശരിക്കും അതിന് എതിർപ്പുണ്ടായിരുന്നോ? അതിന് എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിന് മുമ്പ് പമ്പിലെ ജോലിക്കാർ തന്നെ, KSRTC പമ്പിലെ ജോലിക്കാർ തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്, അത് വേറെ ആൾക്കാർ അല്ല. KSRTC മെക്കാനിക്കൽ ഡിവിഷനിൽ നിന്നുള്ള താഴത്തെ ലെവലിലുള്ള ജോലിക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ കാണുന്നുണ്ട് അതിനകത്ത് ഇൻസെൻറ്റീവ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കാണുന്നുണ്ട് KSRTC യൂണിഫോം വേണമെന്ന് പറഞ്ഞു. BPCLൻ്റെയോ അല്ലെങ്കിൽ HPCLൻ്റെയോ IOCയുടെ യൂണിഫോം എടുത്തില്ല. അങ്ങനെയൊക്കെ ചെറിയ എതിർപ്പല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് നല്ല വരുമാനം. കാരണം വെച്ചാൽ നമുക്ക് ആ കളക്ഷൻ എടുത്തിട്ടാണ് പലപ്പോഴും റോൾ ചെയ്യുന്നത്. 25-30 കോടി രൂപയോളം ഞാനുള്ളപ്പം തന്നെ കളക്ഷൻ എടുക്കുന്നുണ്ട്. വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് റോൾ ചെയ്യാൻ പൈസ കിട്ടും. അത് അപ്പോൾ ഈ പെട്രോൾ പമ്പുകൾക്ക് കിട്ടുന്ന ആ റേറ്റിൽ തന്നെയാണോ, അതോ അതിലും റേറ്റ് കുറച്ചാണോ KSRTC കിട്ടുന്നത്? അല്ല, എല്ലാത്തിനും ഡീലേഴ്സിനെല്ലാം ഒരു ഡീലേഴ്സ് മാർജിൻ മാത്രമാണ്. പക്ഷേ നമുക്കുള്ള ഗുണം എന്താണെന്നറിയാവും, ഈ ബൾക്ക് ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഈ ബൾക്ക് ഡിസ്കൗണ്ട് എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ പമ്പിൽ നിന്നാണ് നമ്മൾ അടിക്കുന്നത്. അത് മറ്റേനേക്കാളും കുറവാണ്, ബൾക്കിനേക്കാളും കുറവാണ്. ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി ബൾക്ക് ഡിസ്കൗണ്ട് എടുത്തിട്ട് ബൾക്ക്, അതായത് ലാർജ്, ഇപ്പം പെട്രോളിന് ഈ പ്രശ്നങ്ങൾ ഇറാനിൻ്റെ മുമ്പുള്ള പ്രശ്നം വന്നപ്പോഴും ബൾക്ക് കൺസ്യൂമേഴ്സായിട്ടുള്ള റെയിൽവേക്കും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അതുപോലുള്ള ബൾക്ക് കൺസ്യൂമേഴ്സിനെല്ലാം വില അങ്ങ് കൂട്ടി. അപ്പം ബൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി. അതൊരു പൊളിറ്റിക്കലായിട്ടാണ്, നിൽക്കത്തില്ല, ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അപ്പോഴും നമ്മളെന്താ ചെയ്തത്, ഈ പമ്പുകളിൽ നിന്നാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ പ്രൈവറ്റ് പമ്പുകളിലല്ലേ പോകുന്നത്. അതുകൊണ്ട് KSRTC ഇന്ന് പിടിച്ചു നിർത്തിയേക്കുന്ന ആ പമ്പാണ് ശരിക്കും. അത് കൊള്ളാം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ 15 എണ്ണത്തിൽ നിന്ന് ഞാൻ തുടങ്ങി 15 എണ്ണം 14 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാ ഡിപ്പോയിലും നമുക്ക് ചെയ്യാൻ പറ്റാതെ എന്താ ആർക്കെങ്കിലും തോന്നണമെന്നുണ്ട്. ഒരു സ്ഥലപരിമിതിയൊന്നും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇവൻ എറണാകുളത്ത് തന്നെ ചെയ്തൂടെ ഒരെണ്ണം. അതിപ്പോൾ ഡിപ്പോയിൽ തന്നെ KSRTC പമ്പ് തുടങ്ങണം നിർബന്ധമുണ്ടോ? ഇപ്പോൾ സപ്ലൈകോയ്ക്കൊക്കെ പമ്പുള്ള പോലെ KSRTC വേണമെങ്കിൽ സ്ഥലം എടുത്തിട്ട് പമ്പ് തുടങ്ങിക്കൂടെ? ലീസിനെടുത്തിട്ട് ചെയ്തൂടെ? അതല്ലാതെ ഒത്തിരി സ്ഥലങ്ങൾ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ KSRTC ബസ്സുകൾക്കും ഹൈവേയിൽ തന്നെ നല്ല പമ്പ് സ്ഥലമൊക്കെ ആണെങ്കിൽ അതും വരുമാനമാക്കാം. ഉദാഹരണത്തിന് അമ്പലപ്പുഴയിലാണെന്നുണ്ടെങ്കിൽ 24 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. അമ്പലപ്പുഴ ജംഗ്ഷൻ ഹൈവേ തന്നെ കിടപ്പുണ്ട്. അത് മാറ്റാണ്. ഇപ്പോൾ അവിടെ എല്ലാം അവിടുത്തെ വക്കീൽ ഓഫീസിൽ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുക. അവിടെ പമ്പ് തുടങ്ങാൻ ഞാൻ പറഞ്ഞതാണ്. 24 സെൻറ്റ് എന്ന് പറയുന്നത് പറ്റത്തില്ല, പക്ഷേ എക്സംഷൻ വാങ്ങിക്കാം. ബസ് കയറും അതിനകത്ത്. അതെന്താ തുടങ്ങാത്തത്? അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ KSRTC ഇതൊരു സംഭവം ബജറ്റ് ടൂറിസം ഭയങ്കര ജനകീയമായി ഒന്നും കൂടെ KSRTC. പണ്ടൊക്കെ ഞങ്ങൾ ആനവണ്ടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ മീറ്റപ്പ് പോയി, ആനവണ്ടി ഫാൻസ് മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുള്ളത്. എല്ലാ വർഷവും ഒരു മീറ്റപ്പ് ചെയ്യാറുണ്ട്. പണ്ട് ഞങ്ങൾ സ്ഥിരം മീറ്റപ്പ് ട്രിപ്പുകൾ, പണ്ട് ബാംഗ്ലൂർക്ക് വരെ ഞങ്ങൾ ബസ് ഹയർ ചെയ്ത് ട്രിപ്പ് പോയിട്ടുണ്ട്. അങ്ങനെ ഗവി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ടൂറിസമായിട്ടുള്ള നമ്മളൊരു ബസ് ഹയർ ചെയ്യും, ഫോർമാലിറ്റിയിൽ ഹയർ ചെയ്തിട്ട് നമ്മൾ തന്നെ പോവും. അല്ലെങ്കിൽ പിന്നെ ഹയർ ചെയ്യുന്ന എക്സ്പെൻസീവ് ആയപ്പോൾ പിന്നെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് അങ്ങനെയല്ല, അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ആ റൂട്ടിലേക്ക് ഒരു സ്പെഷ്യൽ ബസ് ഇടിച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുത്തൊക്കെ യാത്ര ചെയ്തൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ബജറ്റ് ടൂറിസം. ശരിക്കും പേര് പോലെ തന്നെ നമുക്ക് മൂന്നാറിൽ മാത്രമല്ല, ഇപ്പോൾ ഗോവയ്ക്ക് വരെ ട്രിപ്പ് പോയതായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത കണ്ടു. ഒരു ബസ്സിൽ ആളുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവായിരുന്നു. ആ ഒരു ഇനിഷ്യേറ്റീവ് എത്രത്തോളം ഇനി മുന്നോട്ട് പോകുന്ന തോന്നുന്നത്? അത് ഏതാണ്ട് 100 കോടിയുടെ അടുത്തോട്ട് എത്തുന്നത്. അത് നല്ലപോലെ അതിനകത്ത് അതിൽ നിന്ന് 100 കോടി അതിനകത്ത് മനസ്സിലാക്കണം. ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഗവിയിലേക്കാണെന്നുണ്ടെങ്കിൽ പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവിടുത്തെ ഫോറസ്റ്റിൻ്റെ DFO അനുവദിക്കുന്നില്ല, ഇങ്ങനെ പോകുന്നതിന് അനുവദിക്കുന്നില്ല, അപ്പോൾ ഒന്ന് ഇടപെടണം. അപ്പോഴാണ് ഞാൻ ഗവിയിലെ അടുത്ത് ഈ ബസ് ഉണ്ടെന്ന്. കാരണം വെച്ചാൽ ഞാൻ ഗവി സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ്. അപ്പോഴാണ് ഞാൻ DFO വിളിച്ചു, സംസാരിച്ചു. അപ്പം മറ്റേ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കുറച്ച് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. KFDC അവരുടെ പാക്കേജ് അപ്പോൾ അവരുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ പിന്നെ മന്ത്രി തലത്തിൽ AK ശശീന്ദ്രൻ മന്ത്രി, പഴയ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു, അതുവഴിയൊക്കെ സോൾവ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് തന്നെ 2021-ലോ 2022-ലോ ആണ് ഈ ബജറ്റ് ടൂറിസം എന്ന് പറഞ്ഞ്. അത് 2 പേരാണ് അതിൻ്റെ ആശയത്തിന്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്, റഷീദ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം പേര് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഹെഡ് ക്വാർട്ടേഴ്സിൽ എന്നെ അത് വിജയിപ്പിച്ചെന്ന് പറഞ്ഞാൽ, ആ ആളിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് എൻ്റെ കൂടെ എൻ്റെ കൺസൾട്ടൻസിയിലുണ്ട്. സാം ലോപ്പസ് എന്ന് പറയുന്ന, എൻ്റെ ബുക്കിനകത്ത് ഞാൻ പേരിട്ട്. രണ്ടാമത് എനിക്ക് എഴുതാൻ പറ്റാത്തൊരു പ്രശാന്തുണ്ട്. ഇവർ 2 പേരും കൂടെ വന്ന് ഇതിനെ ഒരു സംഭവമാക്കി. എന്നുവെച്ചാൽ അവർ ഉടൻ തന്നെ ഗവി പോകുന്നു, സംസാരിക്കുന്നു, അതിനൊരു ഇഷ്യൂ വരുന്നു. കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ അവർ ഓടി നടന്ന് ചെയ്യുന്നു. അങ്ങനെ റഷീദ്, അങ്ങനെ ഒത്തിരി പേര്, പിള്ളേരുടെയൊക്കെ പേര് എനിക്ക് ഓർമ്മയില്ല.
അപ്പോഴേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം കയറി നല്ലപോലെ ഹിറ്റായെന്ന് മാത്രമല്ല, മലപ്പുറത്തു നിന്നൊരു ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. മലപ്പുറത്തു നിന്നൊരു പെൻഷൻ പറ്റിയ ഒരാൾ, അപ്പം പ്രശാന്ത് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സാറേ അങ്ങനെ 8ാമത്തെ ട്രിപ്പാണ് കൺസിക്യൂട്ടീവായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പുള്ളി പറയുന്നത്, ഇത്രയും ചീപ്പായിട്ട് ഇത്രയും റിലയബിളായിട്ട് പോകുന്നിടത്ത് ടോയ്ലറ്റ് ഉണ്ട്, ഫുഡാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് റേറ്റിൽ കിട്ടുന്നു, പിന്നെ ഞാൻ വൈഫൊന്നുമില്ല. അപ്പോൾ ഈ ചീപ്പായിട്ട് എൻ്റെ പെൻഷൻ കാശ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ 4 പോലും വേണ്ട, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ എൻ്റെ ഭക്ഷണമായി ഇതെല്ലാമായി ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ ആ ബസ്സിനകത്ത് കണ്ടിട്ടില്ലേ ഇവരുടെ അനൗൺസ്മെൻറ്റ്, ഞാൻ 40-50 കൊല്ലമായിട്ട് കണ്ടക്ടർ തന്നെ 40-50 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് ഞാൻ നിൽക്കുന്ന ആളിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. എന്താ അയാളുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, തിരുവനന്തപുരത്താണെന്നുണ്ട് അയാൾ പറഞ്ഞു തരുന്നത്. ഈ 50 കൊല്ലമായിട്ട് നിൽക്കാത്ത. അപ്പോൾ എനിക്ക് പോലും ഞാൻ ഡബിൾ ഡക്കർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചു, ഈ ഡബിൾ ഡക്കർ എനിക്കൊരു ഹരമാണ്. ആനവണ്ടി തന്നെ ആളുകൾക്കൊരു ഹരമാണ്, വികാരമാണ്. അതിലൊരു ആ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വിൻഡോ സൈഡിലിരുന്ന് യാത്ര ചെയ്യാന്ന് പറയുന്ന ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് ഒരാൾ എനിക്കൊരു മെയിൽ അയച്ചു. അയാൾ ഡബിൾ ഡക്കർ കളക്ഷൻ്റെ മ്യൂസിയം ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു 10 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് തരാം, ഒരു സായിപ്പാ, ഇന്ത്യൻ റുപ്പീസ് തരാം, ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചീത്തയായി കിടക്കുക. ഞാൻ പറഞ്ഞു ഇത്രയും ആൻറ്റിക് വാല്യൂവിനാണെന്നുണ്ടെങ്കിൽ 60 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഒരു വിലയില്ലാത്തത്. അപ്പോൾ അയാൾ പറഞ്ഞു പറ്റത്തില്ല, ഒരു 15-20 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചോടാ, അപ്പോൾ ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ ഭയങ്കര വന്നു. തന്നെയല്ല നമ്മൾ ലോകം എമ്പാടും ചെല്ലുന്നുണ്ട് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് കണ്ടിട്ടുണ്ട്. പഴയ വണ്ടിയല്ലേ? പഴയ വണ്ടി ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അജിത് കുമാറാണെന്ന് തോന്നുന്നു, DGP അതോ ശ്രീജിത്ത, ഇവർ രണ്ടുപേരും ഇവരുമായിട്ടൊക്കെ നല്ല റിലേഷനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് സാറേ ഒരു കാര്യം ചെയ്യും, ഞാനിതിനെ ഞാൻ കട്ട് ചെയ്ത് എൻ്റെ മേളിൽ കളയും, നിങ്ങളുടെ മോട്ടോർ വെഹിക്കിളുകാരൊന്നും. അപ്പം ഞാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആണെങ്കിലും നമ്മളെ അല്ലെങ്കിൽ ഒരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് പറ്റില്ല, കളയും. അത് ഒരു ഓർഡർ കൊണ്ടങ്ങ് ഇറക്കി. പിന്നെ ഗവൺമെൻറ് സെക്രട്ടറി ആകുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഓർഡർ ഇറക്കാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനത്തെ വിചിത്രമായിട്ടുള്ള ഒത്തിരി ഓർഡറുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പഴയ വണ്ടി എടുത്ത് മേൽഭാഗം കട്ട് ചെയ്തങ്ങ് കളഞ്ഞു, ഓപ്പൺ ഡബിൾ. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസായി. അപ്പം നേരത്തെ പ്രാവച്ചമ്പലത്ത് നിന്ന് ശംഖുമുഖത്തേക്ക് പോകുന്ന 30 രൂപയാണ്. ഞാൻ പറഞ്ഞൊരു ജ്യൂസും ഒരു സാൻഡ്വിച്ച് കൂടെ കൊടുത്തിട്ട് നമുക്കതങ്ങ് 250 രൂപ ആക്കാമെന്ന്. 250 രൂപയ്ക്ക് ബുക്കിംഗ് ആയി, സീറ്റ് കിട്ടാനില്ല. അപ്പോൾ ആ ലെവലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഡബിൾ ഡക്കറുകളിൽ, അങ്ങനെയാണ് ആ ഇലക്ട്രിക് 2 ഡബിൾ ഡക്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ ഇലക്ട്രിക് ഡബിൾ ഡക്കറാണ് സ്വിച്ചിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരാശയം തുടങ്ങി, അതിനകത്ത് ഈ സാം ലോപ്പസും അതുപോലെ തന്നെ പ്രശാന്തും ഒക്കെ തുടങ്ങിയെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇതിനകത്ത് എല്ലാവരും മോശക്കാരെന്നല്ല, ഒരു 70-80% ആൾക്കാരും വളരെ ഡെഡിക്കേറ്റഡാണ്. പക്ഷെ അവരെ നയിക്കുന്ന യൂണിയൻസ്, ഒരു വിഭാഗം വേറെ പണിയുള്ളവന്മാർ, ഇവരൊക്കെയാണ് ഇവരെ വഴിതെറ്റിക്കുന്നത്. ഇവൻ എനിക്കെതിരായിട്ട് തന്നെ ഇപ്പോഴും ചീത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തന്നെയാണ്. അപ്പം അങ്ങനെ ഇത് ആയി. ഓരോ ദിവസവും നല്ല രീതി. പിന്നെ അവർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, കാർഡ് ഉണ്ടാക്കി. അപ്പോൾ ഈ പാക്കേജുകൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുന്നതും ആളെ എടുക്കുന്നതെല്ലാം KSRTCയുടെ ടീം തന്നെയാണ്. KSRTCയുടെ ലോക്കൽ ടീമാണ്. ഇപ്പം മലക്കപ്പാറയിലേക്ക് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിട്ട് അവസാനമാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് പറഞ്ഞ് സാറേ ഇങ്ങനെയുള്ള വണ്ടിയെല്ലാം കൂടെ വന്നിട്ട് സാധാരണ തിരുവനന്തപുരത്ത് പോകുന്നതിനേക്കാളും വണ്ടി മലക്കപ്പാറയ്ക്ക് പോകുകയാണ്. മനസ്സിലായി, അത്രയ്ക്ക് ഡിമാൻഡാണ്. എല്ലാവരും മലക്കപ്പാറയിൽ പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഒരു ആനയുടെ പുറകിന് ഇയാൾ കൊണ്ടുവന്ന് ഓണടിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിർത്തിക്കണം, ഒരു തരത്തിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഫോറസ്റ്റുകാരെ പ്രൊവോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അതുപോലെ ഒരു പ്ലാസ്റ്റിക് ഒരിടത്ത് ഇടരുത്. കാരണം വെച്ചാൽ ഞാൻ സ്ഥിരം കാട്ടിൽ പോകുന്ന ആളാണ്. അപ്പം നമ്മൾ അതിനെ ആ എക്കോ സിസ്റ്റത്തിന് നമ്മളൊന്നും തൊടാം, നമുക്കിത് കാണാൻ പറ്റുന്നില്ല, അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം അടിച്ചേൽപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ, അടിച്ചേൽപ്പിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ അവർ നല്ലതായിട്ട് പാലിക്കുന്നു. ഒത്തിരി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഈ ബുക്കിനകത്ത് ബഡ്ജറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അടുത്ത അതാണ് ഈ ഗവൺമെൻറ്റിലെ ആരോഗ്യമന്ത്രി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കും ബഡ്ജറ്റ് ഹോസ്പിറ്റൽസ്. എന്താണ് അതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സിസ്റ്റം ഉള്ള. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ എന്താ സിസ്റ്റം ഏതാണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. അവിടെ പക്ഷേ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഒരു ഡോക്ടർ 500 പേരെ 400 പേരെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു VIP ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ട്. അല്ലാതെ സാധാരണ പൈസ കൊടുക്കാൻ തയ്യാറുള്ളവരാക്കുക. അതേസമയം മറ്റിടത്ത് പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ 450 രൂപ കൺസൾട്ടേഷൻ ഫീ, പിന്നെ ഒരു 4 ടെസ്റ്റ്, ഒരു കാര്യമില്ലെങ്കിലും MRI. അപ്പോൾ അവിടെയും പോകാൻ വയ്യ. അപ്പോൾ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു 50%, 40% കൊടുക്കും, ബാക്കി 60% കൊടുക്കും. കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് ഞാനല്ലേ ഉണ്ടാക്കിയത്. അതിനകത്തെ പോലെ പാക്കേജ് ഫിക്സ് ചെയ്യും.
അപ്പോൾ ഒരു MRI സ്കാനിന് 3500 രൂപയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയും ഞാൻ 1500 കൊടുക്കാം. സോ ദാറ്റ് യു ലാറ്റ് ടു പേ ഓൺലി 2000. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ 8000-ഓളം ചെറുകിട ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഇവിടെ. അതിങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനും കൂടെയുള്ള ഒരു പരിപാടിയാണത്. ശരിക്കും ഹോസ്പിറ്റൽസ് ഇൻഡസ്ട്രിയിലെ പറ്റി പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഡസ്ട്രീനെ പറ്റി പറയാനാണ് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കത് സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം വരുമ്പോൾ വിളിച്ചാൽ നമുക്ക് ഇതേപോലെ ഓരോ ടോപ്പിക് ആയിട്ടിരിക്കും. 3 കൊല്ലത്തോളം NRHMൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെയും പിന്നെ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ രാജീവ് സദാനന്ദൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി ഡോക്ടർ രാമൻകുട്ടി ഇവരുടെയൊക്കെ അതിൽ നിന്ന് ഒത്തിരി മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ. ഈ ബജറ്റ് ടൂറിസം എന്തായാലും ഇത്രയധികം റവന്യൂ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. 100 കോടിയോളം 92 കഴിഞ്ഞു എന്ന് ഞാൻ കണ്ടായിരുന്നു. വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ശരിക്കും. അത് നല്ലൊരു സംഭവം തന്നെയായി. പിന്നെ ഗണേഷ് കുമാർ വന്നതിന് ശേഷം അതിനെല്ലാം നല്ല ബസ് കൊടുത്ത് എനിക്ക് മറ്റേ നേരത്തെ നല്ല ബസ് കൊടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പഴയ ബസ് വരുമായിരുന്നു. പഴയ ബസ്സായിരുന്നു, അത് വഴി കിടക്കും, പിന്നെ ആൾ വരത്തില്ല. അപ്പോൾ അതെല്ലാം അദ്ദേഹം നല്ല ബസ്സൊക്കെ കൊടുക്കുകയും ചെയ്തു. ഓക്കെ. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ മന്ത്രി KSRTC ബസ്സുകളൊക്കെ ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാർ ഓടിക്കുന്നൊരു വീഡിയോ ഞാൻ പഴയ യൂട്യൂബിലൂടെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടു. ശരിക്കും ഈ മന്ത്രിക്കും MDക്കും ഒക്കെ KSRTC ബസ് ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? എനിക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് പുതുതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൂടെ ഒന്ന് ഓടിച്ച് നോക്കണ്ടേ. ഇപ്പം 15 മീറ്ററുള്ള വോൾവോ വണ്ടി വന്നു. ഈ വണ്ടി ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ ചാർജ് എടുത്തിട്ട് ഒരേ ഒരു CNG ബസ്സാണ് എറണാകുളത്ത് ആലുവ തൊട്ട് ആലുവ തൊട്ട് എനിക്കൊന്ന് അരൂർ വരെ കണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ബസ് എനിക്ക് കാണണമെന്ന് പറഞ്ഞു, തേവരെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആ വണ്ടി എടുത്ത് ഓടിച്ചു. ആ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് എങ്ങനെ ഈ മനുഷ്യൻ ഇരുന്ന് വണ്ടി ഓടിക്കുന്നു. ഒരു ഡ്രൈവറുടെ ബുദ്ധിമുട്ടും കൂടെ, ഒരു ഡ്രൈവറുടെ ബുദ്ധിമുട്ട്. അങ്ങനെയാണ് നിങ്ങളിപ്പം കാണുന്ന ബസ്സുകളിലെല്ലാം സൈഡിലൊരു ഡോറ്, അതായത് ഒരു ചെറിയ കിളിവാതിൽ വെച്ചിട്ടുണ്ടല്ലോ വലത് സൈഡിലെ ഡോറിൻ്റെ സൈഡിലാണ്. അതുപോലെ തന്നെ ഈ ചൂടുള്ള വണ്ടികളിലെല്ലാം തന്നെ ബോണറ്റിൻ്റെ മുകളിലെ ഇൻസുലേഷൻ കൊടുത്തത് അതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന വണ്ടിയുടെ മുകളിലെല്ലാം റൂഫ് ഹാച്ച് കണ്ടില്ലേ. ഇതെല്ലാം ഞാൻ ആ ഒരു വണ്ടി ഓടിച്ച് ആ പരിചയം കൊണ്ടാണ്. പിന്നെ സീറ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ സീറ്റല്ല വേണ്ടത്, നല്ല കാറ്റ് കയറാവുന്ന രീതിയിലുള്ള ഇത്രയും 4-5 ചേഞ്ച്. പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ, ഇതെല്ലാം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ്. ഒരു MDയും അവിടെ വണ്ടി ഓടിക്കാൻ കയറാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകുന്നത്. ഓക്കെ. അവരുടെ എക്സോസ്റ്റഡ് ആകത്തില്ലേ ഇത്രയും ചൂട് കൊണ്ട് തന്നെ. പിന്നെ എന്തായാലും ഭയങ്കര സംഭവമായിരുന്നു. അല്ല, നമുക്ക് ലൈസൻസ് ഇല്ലാതെ കയറി ഓടിക്കുകയല്ല. എനിക്കൊന്ന് ഗണേഷ് കുമാർ അദ്ദേഹത്തിനും അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ അതിനുള്ള വകുപ്പുണ്ടോ എന്ന്. ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ എന്താണ് ആർക്ക് വേണേലും ഓടിക്കരുതോ ബസ്? KSRTC ബസ്, KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു. അത് ഞങ്ങൾക്ക് KSRTC ബസ് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ KSRTCയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്നാൽ മതി. KSRTC ബസ് പഠിക്കാം. അത് ആരുടെ ആശയമായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ? അല്ല, അത് അവിടെ നേരത്തെ തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പ്രോഫിറ്റബിളായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്ന ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ ഇത് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കുറച്ച്. ഞാനിപ്പം സ്വിഫ്റ്റിൽ 4 പെൺകുട്ടികളെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് KSRTC ഏറ്റവും കുറഞ്ഞ 100 പെൺകുട്ടികളെങ്കിലും വരണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ബസ് കുഴപ്പമില്ല, അത് കാർ ഓടിക്കുന്ന പോലെ, അതിനേക്കാളും സുഖമാണ്. ആ ബസ്സിൻ്റെ സൈസ് മാത്രം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നേ ഉള്ളൂ. ഞാൻ വന്ന ഐഷറിൻ്റെയും ഇതിൻ്റെ എല്ലാം വണ്ടി ഞാൻ രാത്രിയിൽ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മാനുവറബിലിറ്റി അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഓടിക്കാൻ പറ്റുന്നതാണ് ഇലക്ട്രിക് ബസ്. അതൊക്കെ ചെയ്യണം, ഈ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഐ ഡോണ്ട് തിങ്ക് വലിയൊരു പ്രോഫിറ്റ് സ്ട്രീം അല്ലേ. മറ്റേ ബജറ്റ് ടൂറിസം പോലെയോ അഡ്വർടൈസ്മെൻറ്റ് 6 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് എടുത്ത ഒരാളാണെങ്കിൽ 60-70 കോടി രൂപയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾ മാർക്കറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് പലതും ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഈ ലാസ്റ്റിലെ 10,000 ബസ്സിലേക്ക് 6 കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്ത ആൾ എത്ര രൂപ ഉണ്ടാക്കി? 60-70 കോടി രൂപയാണ് ഒരു ഉണ്ടാക്കുന്നത്. ഓക്കെ. അങ്ങനെ അവിടുത്തെ ഒരു DGM അല്ലേ ആ MDക്ക് ഇത്ര രൂപ കൊടുത്തില്ല, അയാൾ ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിജിലൻസ് പിടിച്ചു. ഓക്കെ, മനസ്സിലായില്ലേ? ഭയങ്കര കളികളല്ലേ അവിടെ നടക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടൊരു പ്രോഫിറ്റ് ഷെയറിങ് രീതിയിലേക്ക് കൊണ്ടുപോയിക്കൂടാ? അല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈസ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഈ ലാസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ 3000-ഓളം ബസ്സുകൾ കൊടുത്ത് മൊത്തം ഡയറക്റ്റ് അല്ലേ. ആണല്ലേ. മറ്റേത് ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുത്ത് ആ ഏജൻസി കൊണ്ടുവരുന്ന നക്കാപ്പിച്ച പൈസയെ KSRTC കിട്ടത്തുള്ളൂ. അപ്പം ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെ ഞങ്ങൾ തുടങ്ങി. അതുകൊണ്ട് നല്ല വരുമാനം അതിനകത്തും. എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. KSRTC ബസ്സിനകത്തും ഡിജിറ്റൽ ഡിസ്പ്ലേകളൊക്കെ വെച്ചിട്ട് പരസ്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഒരാൾ പറഞ്ഞ TV ഉൾപ്പെടെ. TV വയ്ക്കാൻ പോയപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ? ഒരു പ്രശ്നവുമില്ല അതിനകത്ത്. ഞാൻ അതിന് വേണ്ടിയാണെന്നുണ്ടെ അമെൻഡ് ചെയ്തു. 55 ഡെസിബിലേ അതിനകത്ത് പാടുള്ളൂ എന്നുള്ള ഞാൻ അമെൻഡ് ചെയ്ത് 75 ഡെസിബിലാക്കി കൊടുത്തു ഇതിനു വേണ്ടി. ഇതൊക്കെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നടക്കുന്നതാണ്. ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ഇപ്പോൾ നമ്മൾ പൊതുഗതാഗത രംഗത്ത് കാണുന്ന ഒരു സംഭവം ഇലക്ട്രിക് ബസ്സുകളാണ്. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും കാറുകൾ പോലും
പ്യുവർലി ഇലക്ട്രിക്കായി മാറി. ബസ്സുകളൊക്കെ ആണെങ്കിലും എല്ലാം ഇലക്ട്രിക് ബസ്സുകളാണ്. ഞാൻ ടിബറ്റിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയി. അതായത് നമുക്കിവിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകണമെങ്കിൽ നേപ്പാളിൽ ഉക്ലയിൽ പോയിട്ട് നടന്ന് വേണമല്ലോ പോകാൻ, നമുക്ക് പോകാൻ പറ്റുന്നത്. ചൈനയിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും. അതൊരു ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ബേസ് ക്യാമ്പിന് താഴെ ഒരു ബേസ് ക്യാമ്പുണ്ട്. നമ്മൾ വാഹനങ്ങളെല്ലാം അവിടെ പാർക്ക് ചെയ്ത്, വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അവിടെ നിന്ന് ഒരു 100-500 ബസ്സുകളുണ്ട് ഇവർക്ക്, ഇലക്ട്രിക് ബസ്സുകളാണ്. ഈ ഇലക്ട്രിക് ബസ്സുകളാണ് അവിടെ നിന്ന് പിന്നെ ഒരു 1/4 മണിക്കൂർ വരുന്ന യാത്ര വീണ്ടും കയറി നമ്മൾ ഈ ബേസ് ക്യാമ്പിൻ്റെ അവിടെ വരെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇലക്ട്രിക് ബസ്സാണ്. അവിടെ അത്രയും മോൾട്ടിറ്റ്യൂഡിൽ വരെ അവർ ഓടിക്കുന്നത്. ഞാൻ ചൈന വൻമതിലിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ്, താഴെ ഇലക്ട്രിക് ബസ്സാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ഇത്ര ജനകീയമായിരിക്കുന്ന സമയത്ത് ഇപ്പോഴും KSRTCയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ വരാത്തത്? അവിടെയാണ് എനിക്ക് ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ഒരു അത് എനിക്ക് അപ്പോൾ ഞാൻ അദ്ദേഹം ചാർജ് എടുത്ത് തന്നെയല്ല, അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനകത്ത് വലിയ താല്പര്യം. കാരണം സാറ് പറഞ്ഞ പോലെ ഓടിക്കാൻ എളുപ്പമാണ്, യാത്ര ചെയ്യാൻ എളുപ്പമാണ്, മെയിൻ്റനൻസ് കുറവാണ് അല്ലേ? ഒന്ന് മനസ്സിലാക്കണം, ശ്രീ മനോജ് ജോഷി വാസ് ദ അർബൻ അഫയേഴ്സ് സെക്രട്ടറി, എൻ്റെ ബോസായിരുന്നു. 2 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 950 ബസ്സാണ് 10 സിറ്റിക്ക് കേരളത്തിന് വേണ്ടി വന്നേക്കുന്നത്. മനോജ് സാറ് ഇട്ടതാണെന്നൊന്നും അറിയത്തില്ല. കായംകുളത്തിനുണ്ട്, എൻ്റെ സ്വന്തം സ്വദേശമായിട്ടുള്ള കായംകുളത്തിന് 50 ബസ്സുണ്ട്. PM ഇ-സേവ എന്ന് പറഞ്ഞ പദ്ധതി. അപ്പം PM ഇ-സേവയിൽ അർബൻ അഫയേഴ്സ് ഒരു സൈഡിൽ ബസ് വാങ്ങിക്കുന്ന CESL എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്, പിന്നെ വേറൊരു സബ്സിഡി സ്കീം മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട്. ഞാൻ അവസാനം പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ തരുൺ കപൂർ സാറുണ്ട്. അപ്പോൾ അദ്ദേഹം പെട്രോളിയം സെക്രട്ടറി ആയിരുന്ന സമയത്ത് CNGയുടെ അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിന് വേണ്ടി ഞാൻ ഉണ്ട്. അദ്ദേഹം നല്ല സെൻസിബിളായിട്ടുള്ള ഒരു ഓഫീസറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. ഈ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഈ 3 മിനിസ്ട്രി 3 കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാറേ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു സ്കീം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പർ കൊടുത്തു. അതാണ് PM ഇ-സേവ എന്ന് പറയുന്ന പേപ്പർ. അതിൻ്റെ ബേസ് അതുപോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും അതിൻ്റെ ബേസ് അതാണ്. അങ്ങനെ 950 വണ്ടി വരുമ്പോൾ നമ്മൾ കിലോമീറ്ററിന് 54 രൂപയും കണ്ടാണ് കൊടുക്കേണ്ടത് ശരാശരി. ഈ 54 രൂപയിൽ 22 രൂപ തൊട്ട് 28 രൂപയുടെ വണ്ടിയുടെ 7 മീറ്റർ തൊട്ട് 12 മീറ്റർ വരെ 22 രൂപ തൊട്ട് 28 രൂപ പെർ കിലോമീറ്റർ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി തരും. ബാക്കി വരുന്ന 35 രൂപ ഓളം ഒരു 25 രൂപയെ ചിലപ്പം കളക്ഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ പോലും ഒരു 7 രൂപ സബ്സിഡി കേരള ഗവൺമെൻറ് കൊടുത്താൽ മതി. അത് കൊടുത്തില്ല. ശ്രീ ബാലഗോപാൽ അതിന് എസ്ക്രോ അക്കൗണ്ട് തുടങ്ങാനായിട്ട് സംഭവിച്ചില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സ്കീം. പക്ഷേ അതിനു മുമ്പ് തന്നെ കിഫ്ബിയിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് ആദ്യത്തെ 50 വണ്ടി തിരുവനന്തപുരത്ത് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് 92.43 lakhs ആണ് ഒരു വണ്ടിക്ക്. അതായത് 3 വണ്ടി അല്ലെങ്കിൽ 4 വണ്ടി ആ ക്ലാസ്സിലുള്ളതിന് അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ വണ്ടിയിൽ നമുക്ക് പ്രവർത്തന ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് 22 രൂപയെ വരത്തുള്ളൂ. ഡ്രൈവറിന് കണ്ടക്ടറിനും കൂടെ ഏതാണ്ട് 10-11 രൂപ വരും. ചാർജിങ് എല്ലാം കൂടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി 22 രൂപ. ആ വണ്ടി 35 രൂപ തൊട്ട് 42 രൂപ EPKM ഏണിങ്സ് പെർ കിലോമീറ്റർ കിട്ടും. അങ്ങനെയാണ് ആദ്യത്തെ 50 വണ്ടി ഇറക്കുന്നുണ്ട് ഒരു വണ്ടി 1.25 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് വേണ്ടി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആൻ്റണി രാജുവിൻ്റെ കാലത്ത് അദ്ദേഹം പാർട്ടിപരമായിട്ടെല്ലാം നീങ്ങിയിട്ടാണ് ബാക്കി 113 വണ്ടി സ്മാർട്ട് സിറ്റിയിൽ വന്നത്. അങ്ങനെ 163 വണ്ടി തിരുവനന്തപുരത്ത് വന്നത്. ഈ വണ്ടി എല്ലാം ലാഭമാണ്. അപ്പോൾ ഇതിനകത്ത് മേയറും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചോ ബാറ്ററി മാറാനായിട്ട്. ഞാൻ ബാറ്ററി ഉൾപ്പെടെ 12 കൊല്ലത്തെ AMC സഹിതമാണ് ഈ വണ്ടിയെല്ലാം വാങ്ങിച്ചത്, ടെൻഡർ വിളിച്ചിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ടെൻഡർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റേറ്റ് കൂടുതലായത് കാരണം 2 കമ്പനിയും വന്നുള്ളൂ. രണ്ടാമത് ടെൻഡർ വിളിച്ച് കുറച്ചുകൂടെ ലിബറലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 കമ്പനി വന്നു. ആദ്യത്തെ വണ്ടി വന്നത് PMI ആണ്, രണ്ടാമതും വന്നത് PMI ആണ്. പക്ഷേ ആദ്യത്തെ വണ്ടി തന്നെ താമസിച്ചത് കാരണം PMIയുടെ ഞാൻ 50% കട്ട് ചെയ്തിട്ട് മറ്റേ ഐഷറുമായിട്ടാണെന്നുണ്ടെങ്കിൽ L2-നെയും കൂടെ പാരിറ്റി കൊടുത്തിട്ടാണ് അത്രയും വണ്ടി സമയത്തിന് ഇറക്കിയത്. ഈ 950 വണ്ടി വരുമ്പോൾ ഞങ്ങളന്ന് കണക്കൂട്ടി 25 കോടി രൂപയാണ് ഫ്യൂവലിനകത്ത് മാത്രം KSRTCക്ക് ലാഭം. ആ 25 കോടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 കോടി രൂപ മാത്രമേ ആ ഗ്യാപ്പ്, ചിലപ്പോൾ അത് കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആൾ വരും. ഇത് ഇനിയും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ ഈയിടെ CESL വിളിച്ച് വെച്ചെന്ന് പറഞ്ഞു ഇനിയും വലുതായിട്ടില്ല, ഇനി അടുത്ത ലോട്ടൊക്കെ വരും, ആ സ്കീം അതുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ വരുമ്പോൾ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ടാക്സിക്കാരെയും തിരുവനന്തപുരത്ത് അത് ബാധിച്ചു നന്നായിട്ട്. 10 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് വേണ്ട എന്നുള്ളൊരു പൊളിറ്റിക്കൽ തീരുമാനം വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫോർ ദ യൂണിയൻസ് ആണ് ഇവിടുത്തെ, അവിടെ യൂണിയൻസിനാണ്. ജനങ്ങൾ നടന്ന് നരയിച്ചോട്ടെ, നമ്മുടെ യൂണിയൻ ബലം അതാണ് നമ്മുടെ ബലം.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് സ്കാനിയയുടെ എന്തോ ഒരു കുറച്ച് വണ്ടികൾ KSRTC ലീസിനെടുത്ത് ഓടിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലീസ് ഇതാണ് സ്കാനിയയുടെ കാര്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ സ്കാനിയ തന്നെയാണ് അവിടെ പോയി കിടന്നിട്ട്, പോയല്ലോ. അല്ല സ്കാനിയ ഈ മഹാവോയജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രൈവർ തന്നെ അവിടെ പോയിട്ട് AC ഇട്ടിട്ട് കിടക്കുകയാണ്. ഇവിടെ ആരും എൻ്റെ മൈലേജ് പോലും നോക്കുന്നില്ല. അടിക്കുക, ഇത് കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള നിലയിലാണല്ലോ. അതാണ് നമ്മൾ സ്വിഫ്റ്റ് രൂപീകരിക്കുന്നുണ്ട്. കേരളത്തിലുള്ള ഈ കാണുന്ന ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ ഇതിനായിട്ട് ഓടിക്കുക. പക്ഷേ അവിടുത്തെ യൂണിയൻസ് അതിനെ എതിർക്കും, കോടതിയിൽ പോവും. ഈ പുതിയ ഗവൺമെൻറ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അതാണ്. എത്ര ബസ്സുകൾ വെറുതെ കിടക്കുകയാണ്, ടൂറിസ്റ്റ് ബസ്സുകൾ. സാധാരണ ഒരു മനുഷ്യൻ KSRTC എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് വൃത്തിയില്ലാത്ത വണ്ടികൾ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോഴും അത് ഒരു പരിധിവരെയൊക്കെ ഉണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ചിലപ്പോൾ കീറിയ സീറ്റ്, പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാതെ. കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകളുണ്ടായിരുന്നു, ഏതോ സ്വിഫ്റ്റ് ബസ്സിൻ്റെ സീറ്റ് പുഷ് ബാക്ക് വർക്ക് ചെയ്യുന്നില്ല, ചാടി മറിഞ്ഞു പോകുന്നു. പിന്നെ AC ബസ് ബുക്ക് ചെയ്യുമ്പോൾ നോൺ AC ബസ് വരുന്നു. സ്പെയർ ബസ്സുകളുടെ അഭാവം. സ്പെയർ ബസ് വേണമല്ലോ, സ്പെയർ ബസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ പ്രശ്നങ്ങൾ. പിന്നെ പൊടി, പ്രോപ്പറായിട്ട് ക്ലീനിങ് ഇല്ല, കഴുകുന്നില്ല, വൃത്തിയാക്കുന്നില്ല. ഇതൊക്കെ ഇത്രയും വർഷമായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല. അതിനൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമുക്ക്? ഞാൻ പറഞ്ഞല്ലോ, 137 അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത ആൾക്കാരെ വെച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും 10 മെഷീനുള്ള ബസ് ക്ലീനിങ് മെഷീനുള്ള ഓർഡർ കൊടുക്കുകയും ഒരെണ്ണം തമ്പാനൂർ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ആ മെഷീൻ അവിടെ വന്നിട്ട് അത് ഫിറ്റ് ചെയ്യുന്നില്ല. അവിടുത്തെ സിവിൽ വിങ് അതിനെ പറ്റത്തില്ല. അവിടുത്തെ ചീഫ് എഞ്ചിനീയറെ തന്നെ ഞാൻ പിരിച്ചു വിട്ടു. കാര്യം ഈ എറണാകുളത്ത് നമ്മുടെ കാരക്കാമുറി എന്ന് പറയുന്ന അവിടെ ഒരു കോപ്പറായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 കോടി രൂപയുടെ ഹൈബീഡിൻ്റെ ഒരു ബിൽഡിങ് ഇങ്ങനെ അങ്ങ് പൊട്ടിപ്പോയി. ഒരു ഫൗണ്ടേഷൻ ഇല്ല. പൈലടിക്കേണ്ടടുത്ത് പൈലടിക്കാതെ DMRC നമ്മുടെ കൊച്ചി മെട്രോയുടെ ചതുപ്പ് നിലവായിട്ട് കിടന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇതുണ്ടാക്കി അത് ചെയ്തതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ സിവിൽ വിങ്. അപ്പം സിവിൽ വിങ് ആ രീതിയിലാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുമാത്രം അഴിമതിയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, സിവിൽ വിങ്ങിനകത്തും മറ്റുമൊക്കെ. അതാ പറഞ്ഞ ഓഫീസേഴ്സ് അത്യാവശ്യമായിട്ട് 500 ഓഫീസേഴ്സെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരണം. അതിനും ഞാനൊരു പ്രപ്പോസൽ ഞാൻ കൊടുത്തു. ഈ പുതുതായിട്ട് വരുന്ന എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ട് ഡിപ്പോ മാനേജരെയും ഈ വർക്ക്ഷോപ്പ് ഇൻചാർജിന് എന്താ പറയുന്നത് അവരെയും കൂടെ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്നൊരു യൂണിഫൈഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാലേ ഇത് പറ്റത്തുള്ളൂ. റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഐ ഹാവ് റീസ്ട്രക്ചർഡ് സോ മെനി ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ്. ഐ ക്യാൻ ഡൂ ദാറ്റ്. ഐ ഹാവ് പ്രൂവ്ഡ് ദാറ്റ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേറെ, എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ട് പറയാം, വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള കുറച്ച് ആൾക്കാർ KSRTCയിൽ ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അവർ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും അവർ വിചാരിച്ചല്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കം വാട്ട് എവർ ഇറ്റ് മേ ബി, ഓക്കെ ഞങ്ങളിത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു പൊളിറ്റിക്കൽ ലീഡർ വരട്ടെ, ഒരു മന്ത്രി വരട്ടെ, അന്നേരം ആരെങ്കിലും വരികയാണെങ്കിൽ അന്നേരം നമുക്ക് വേണ്ട സഹായം കൊടുക്കാം. ഓക്കെ. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ AI ക്യാമറാസ് എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അതിൻ്റെ വാർത്തകൾ വന്ന സമയത്ത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. ശരിക്കും ആ ക്യാമറകൾക്കൊക്കെ അത്രയും കോസ്റ്റ് വരുമോ? അത് ഞാൻ പോലും കേട്ടു ഈ ക്യാമറകൾക്ക് ഇത്ര കോടിക്കണക്കിന് കോസ്റ്റ് വരുമോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് പോലും ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ചെറിയ വിവാദമൊക്കെ ആയി വന്നിരുന്നുണ്ടെങ്കിലും പിന്നീട് അതൊന്നും ആരും ഫോളോ അപ്പ് ചെയ്ത് കണ്ടില്ല. പിന്നെ ഇപ്പോൾ AI ക്യാമറകളൊക്കെ നോക്കുകുത്തികളാണോ, ഇപ്പോൾ ആളുകൾക്ക് പിഴ ഈടാക്കുന്നുണ്ടോ, അതൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള അതൊരു ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ അമേരിക്കയിലും ഒക്കെ ഉള്ളതാണ്. മിലിറ്ററി പർച്ചേസിന് പോലും നമ്മൾ മുടക്കുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ എന്നൊരു പരിശോധനയുണ്ട്. ഇവിടെ IITയും NITയും ഒക്കെ ഉള്ളവരെ പോലും ചെയ്തിട്ടും അവരും കോസ്റ്റ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതല്ലാതെ കുറച്ചിട്ടില്ല. AI ക്യാമറയിലുള്ള വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഫയൽ വരുന്ന 2023 ജൂണിലാണ്. ആ സമയത്ത് തന്നെ, ജൂണാന്ന് തോന്നുന്നു, ഞാൻ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ 726 ഗാൻട്രീസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നാഷണൽ ഹൈവേ വന്നെ പലതും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കെൽട്രോൺ ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ്, 232 കോടി രൂപ. അതിനൊരു വർക്ക് ഓർഡർ അടിച്ചു കൊടുക്കുന്നു, 232 കോടി രൂപ. കെൽട്രോൺ ടെൻഡർ വിളിക്കുമ്പോഴും 232 കോടി രൂപ കിട്ടുന്നു. ഒരു ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നി കുറയും അല്ലെങ്കിൽ കൂടും. അപ്പോൾ കെൽട്രോണിൽ കളി നടന്നെന്നുള്ള ഉറപ്പല്ലേ? അപ്പോൾ എനിക്ക് സംശയം കളിക്കുന്നുണ്ട്. ഈ കെൽട്രോണിനകത്ത് ഇങ്ങനെ വന്നപ്പം, പക്ഷേ എൻ്റെ കയ്യിൽ ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കെൽട്രോണിൻ്റെ ഫയൽ മൊത്തം ഞാൻ വിളിച്ച് പരിശോധിക്കണം. അതിനകത്തൊരു കുറ്റം ഞാൻ കണ്ടുപിടിച്ചാൽ എന്ത് പറ്റും?
ഈ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറ എല്ലാം അവിടെ കിടക്കും, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറ ചെയ്ത കമ്പനിയോ അവർക്ക് വാലിഡായിട്ടൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അവർ കോടതിയിൽ പോയി ആ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് നശിപ്പിച്ചു എന്നുള്ള അങ്ങനെ ഒരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ ഞാൻ ഫയലിൽ എഴുതി ഇലക്ട്രോണിക് കളി നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അന്വേഷിക്കാം, ലെറ്റസ് ഗോ എഹെഡ് വിത്ത് ദിസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് 304 കോടി രൂപ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ 232 കോടി രൂപ മുടക്കിയ സാധനത്തിന് 304 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 600 കോടി രൂപയുടെ ചെല്ലാൻ അയച്ചിട്ടുണ്ട്, അത് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 900 crores ആണ് അതിൽ നിന്നുണ്ടാകുന്നത്. ചൈനയിൽ പോയി നോക്കിയിട്ടുണ്ടല്ലോ, ചൈനയിൽ 1 ഇഞ്ച് ക്യാമറ ഇല്ലാതുണ്ടോ? ഇല്ല. നിങ്ങൾ സുജിത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സുജിത്തിൻ്റെ പേര് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടും. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുമല്ലോ, നമ്മുടെ ഫോട്ടോ എല്ലാമാണ്. അപ്പോൾ അതുപോലുള്ള ഒരു ടെക്നോളജി തന്നെയാണ്, നല്ല ടെക്നോളജിയാണ്. പക്ഷേ അതിനകത്ത് എക്സോർബിറ്റൻ്റ്ലി കോസ്റ്റ്ലിയാണ്. പക്ഷേ അതിനകത്ത് ക്യാമറയ്ക്കകത്ത് 232 കോടിയല്ല, 169 കോടി രൂപയുള്ള ക്യാമറയുടെ. ബാക്കി ഉള്ള 60-70 കോടി രൂപ അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനാണ്. ഇത് ചെല്ലാനെല്ലാം ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം പോലെ ഈ കെൽട്രോൺ നിയമിച്ചിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ മാൻ പവർ കോസ്റ്റാണ് ശരിക്കും 169 കോടി രൂപ. ഇപ്പോൾ ചെല്ലാൻ പോകുന്നുണ്ടോ? ഇപ്പോൾ അത് വർക്കിംഗ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്ഡേറ്റഡ് അല്ല. പക്ഷേ ഞാനൊരു 2-3 മാസം മുമ്പ് ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ചോദിച്ചെന്നെ എൻ്റെ കണക്ക് വിട്ടിട്ട് പറഞ്ഞ് 304 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, 600 കോടി രൂപയുടെ ചെല്ലാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എങ്ങനെ വലിയ നഷ്ടമൊന്നുമില്ല. ഗവൺമെൻറ് ചെയ്യേണ്ടതും അത് തന്നെയാണ്. മുക്കിനും മൂലയിലും എല്ലാം ക്യാമറ വെക്കണം, പ്രൈവറ്റ് പാർട്ടീസിനെ ഏൽപ്പിക്കണം. ഈ കെൽട്രോൺ എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രണ്ട് എൻഡ് മാത്രമാണ്, അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ട്. അതിനെപ്പറ്റി പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും KSRTC എന്ന് പറയുന്ന പണ്ട് പോലെ ആൾക്കാർ പറയുന്ന വെള്ളാന, അത് വെള്ളാനയായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കിയെടുത്തോളം പണ്ട് പോലെ പറയുന്നൊരു വാക്ക് തന്നെയാണ് കെടുകാര്യസ്ഥത എന്നുള്ളത് തന്നെയാണ് KSRTCയുടെ ഏറ്റവും വലിയൊരു പോരായ്മയും. അത് രണ്ടും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ആര് വിചാരിച്ചാലും മാറാൻ പറ്റുന്നില്ല, മാറുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാവരും ഇപ്പോൾ സാറോടെ 3.5 വർഷം ഇരുന്ന പോലെ തന്നെ അവിടെ വരുന്ന ഓരോ വ്യക്തിയും ഇതിനെ ഒന്ന് നന്നാക്കണം, ഇതിനെ എന്തെങ്കിലും രീതിയിലൊന്ന് കരകയറ്റണം എന്നുള്ള ചിന്താഗതിയിൽ വരുന്ന ആൾക്കാരാണ്. ഇറങ്ങിപ്പോകുമ്പം തീർത്തും നിരാശയോടെ, അമർഷത്തോടെ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടല്ലേ പോവുക? അല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും ചെയ്തിട്ടും ഇതിനെ ഇത്രയ്ക്കൊക്കെ ആക്കാൻ പറ്റിയെന്നുള്ളതെന്നല്ലേ നമുക്ക് തോന്നുന്നു. അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വൈ ഷുഡ് ഐ കെയിം. ഞാൻ പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ചു, അങ്ങെന്താണ് ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളങ്ങനെ ചോദിക്കാൻ? ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് 2016 കളക്ടർ സ്ഥാനം മാറിയപ്പോൾ ഞാനിവിടെ CMൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞാൻ പറഞ്ഞു KSRTCയിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഈ ആവശ്യത്തിനേ പഠിക്കത്തുള്ളൂ, അല്ലാതെ ഇപ്പം ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി PhD പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുണ്ടായിട്ട് ആ റിസർച്ച് എന്താണെന്നും കേരളത്തിലെ ഓൺടർപ്രണർഷിപ്പ് എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് റിസർച്ച് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡോക്ടറേറ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തുക്കട യൂണിവേഴ്സിറ്റി പോയി ഡോക്ടർ ജയലളിത പോലെ ഒരെണ്ണം എടുത്ത് വയ്ക്കുക, അതല്ല. പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലൊക്കെ വർക്ക് ചെയ്തെന്നെ മനസ്സിലായി, ഫിനാൻസായിട്ട് ഞാൻ വളരെ ഇച്ചിരി വീക്കാണ്. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കണം. അങ്ങനെ MBA ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിച്ചു. അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായി ഇത് എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിക്കണമല്ലോ. കോസ്റ്റിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അങ്ങനെ മാനേജ്മെൻറ്റ് പഠിച്ച സാധനങ്ങളൊക്കെ ഒന്ന് പ്രയോഗിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ KSRTC പോയത്. ഞാനത് നന്നായിട്ട് പഠിച്ചു. ഓരോ ബസ്സും എനിക്ക് ആ സോഫ്റ്റ്വെയർ കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഓരോ ബസ്സും ഓരോ കോസ്റ്റ് സെൻറ്ററായിട്ട് ഞാൻ മാറ്റിയാണ്. ഒരു ബസ്സിൻ്റെ ലാഭം നഷ്ടവും നമുക്ക് നോക്കാം. ഇതിപ്പോൾ ആണെന്നുണ്ട് കടലിലെ കായം കലക്കിയതുപോലല്ലേ. അങ്ങനെ ഞാൻ പോയി CMൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ വന്നു എന്ന് മാത്രമല്ല, ഇത്രയും എന്നെ ചീത്ത വിളിച്ചിട്ട് 3 കൊല്ലവും 8 മാസവും ഞാൻ അവിടെ നിന്ന് പഠിച്ചു. ഇന്ന് ഏത് ഇൻഡസ്ട്രി എനിക്ക് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യം തന്ന KSRTC ജീവനക്കാരോടും KSRTCയോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതൊരു വിശ്വവിദ്യാലയമല്ലേ, വിശ്വവിദ്യാലയമാണത്. അത് കൊള്ളാം. സാധാരണ എന്താ പറയുക, ആൾക്കാർ പറയുന്നത് ഞാൻ എന്താ പറയുക, എനിക്കവിടെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിലും ആ ഒരു പ്രസ്ഥാനം മാറില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാവരും പറയാറുണ്ട്. സുജിത്തെ, ഞാനൊരു ഉദാഹരണം പറയാം. മിഡിൽ ക്ലാസ് ലോട്ടറി എടുക്കുന്നില്ല. അപ്പം ഞാൻ പഠിച്ച മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പം മിഡിൽ ക്ലാസ്സിനെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കും. കുറച്ച് കാരുണ്യ അടിച്ച് കയറ്റി, കാരുണ്യ ലോട്ടറി അവരെ കൊണ്ട് എടുപ്പിച്ചു, ലോട്ടറി വലുതാക്കി. കുറച്ച് പേരാണെന്നുണ്ട് ടൂറിസത്തിന് വന്ന് ഒരു ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. 30 രൂപയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ഡബിൾ ഡെക്കറിനെ പിടിച്ചൊരു സാൻഡ്വിച്ച് കൂടെ കൊടുത്ത് 250 രൂപ. ഇതൊക്കെ നമുക്ക് ഈ മാനേജ്മെൻറ്റും മാർക്കറ്റിങ്ങും ഒക്കെ പഠിക്കാനായിട്ട് വേറെ എവിടെ പറ്റും? ആരെങ്കിലും നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട് എന്നെ പിടിച്ച് ഏൽപ്പിക്കുമോ? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനി 30,000 പേരുള്ളവർ ഒറ്റയടിക്ക് പിടിച്ച് ഏൽപ്പിക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്താ
എൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാന്തരം എക്സാമ്പിളാണ് ഞാൻ VRS എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് KSEB ചെയർമാനാക്കി 22,000 കോടി രൂപയുടെ. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞതല്ല, അതിനുവേണ്ടി ശ്രമിച്ചുമില്ല. ഞാൻ വേണു സാറിൻ്റെ അടുത്ത് ചീഫ് സെക്രട്ടറി പറഞ്ഞ്, സാറേ ഞാനിപ്പോൾ നമ്മുടെ ഒരു ഹൈദരാബാദ് ബേസ്ഡ് ഒരു കമ്പനിയുടെ നല്ല സാലറി കിട്ടുന്നൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ സെപ്റ്റംബറൊക്കെ ആകുന്ന അവർക്ക് വർക്ക് ചെയ്ത് തുടങ്ങണം. അവർക്ക് നൈജീരിയ പ്രോജക്റ്റ് ഉണ്ട്, സൗത്ത് ഇന്ത്യ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്കില്ലാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കോട്ട് ചെയ്തല്ലേ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഓഫീസേഴ്സ് ഇല്ല, ഇതാണെങ്കിൽ പെട്ടെന്ന് ഇടിപിടി എന്നും പറഞ്ഞ് പോയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, CM പറഞ്ഞു താൻ KSEBയുടെ ചെയർമാനാകും. വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് പോസ്റ്റ് ഓഫ് കേരള. അങ്ങനെ പോയി. അത് ആദ്യമായിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കേരളത്തിലെ ജനറേഷൻ 2 പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തിരുന്നത്. 40 മെഗാവാട്ടിൻ്റെ തൊട്ടിയാർ പ്രോജക്റ്റ് 17 കൊല്ലമായിട്ട് കിടന്നതാണ്. 15 കൊല്ലമായിട്ട് കിടന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ 60 മെഗാവാട്ട് 2 കമ്മീഷൻ ചെയ്തു. 1000 മെഗാവാട്ടിൻ്റെ ബാറ്ററി സ്റ്റോറേജ് കൊണ്ടുവന്നു. 135 കോടി രൂപ സബ്സിഡി കൊണ്ടുവന്നു. 500 മെഗാവാട്ടിൻ്റെ ഒറീസയിലെ കോൾ അലോക്കേഷൻ കിട്ടി. അവിടെ പ്ലാന്റ് ആരെങ്കിലുമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ചീപ്പായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒറ്റ കൊല്ലം കൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, നമ്മുടെ പണ്ടും എന്നും താരമായിട്ടുള്ള നവകേരള ബസ്, അത് ശരിക്കും KSRTC ആണല്ലോ അത് കൈകാര്യം ചെയ്തത്. അതിനെപ്പറ്റി കൂടെ പറഞ്ഞോ. ഏറ്റവും വലിയ വിവാദം ഉണ്ടാകുന്നത് ഇറ്റ് വാസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിവാദമാണ് ആ ബസ്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ അടുത്ത് CMൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മന്ത്രിമാർക്കെല്ലാം കൂടെ ഒന്നിച്ച് യാത്ര ചെയ്ത് ജനസമ്പർക്ക പരിപാടി. അപ്പം നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തെ പോലെ ഒരു ജനസമ്പർക്ക പരിപാടി, മന്ത്രിമാരെല്ലാവരും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ആദ്യം പർപ്പസേ പറഞ്ഞില്ല, ഒരു 25 സീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു ബസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് 25 സീറ്റിൻ്റെ ഒരു ലക്ഷറി സീറ്റായിട്ടുള്ളൊരു ബസ് ഉണ്ടാക്കുമ്പോൾ പർപ്പസ് പറഞ്ഞ് അവസാനം പറഞ്ഞ് മന്ത്രിമാർ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മന്ത്രിമാരിൽ പലരും പ്രായമുള്ളവരാണ്. ശശീന്ദ്രൻ മിനിസ്റ്റർ ആണെങ്കിലും CM ആണെങ്കിലും കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ആണെങ്കിലും പലരും പ്രായമുള്ളവരാണ്. അപ്പം അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ ശരിക്കുള്ള പർപ്പസ് അറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് 140 നിയോജകമണ്ഡലത്തിലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഓരോരുത്തർക്കും ടോയ്ലറ്റ്, സാധാരണ ഈ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ വരുന്നുണ്ട്, ഉടൻ തന്നെ താൽക്കാലികമായിട്ട് ടോയ്ലറ്റും ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ടോയ്ലറ്റ് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടായി. അപ്പം ഞാൻ പ്രകാശിൽ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ബസ് വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കണം, ശരിക്കും KSRTCയുടെ എല്ലാ ബസ്സുകളും ആണെന്നുണ്ടെങ്കിൽ 6 സിലിണ്ടേഴ്സാണ്. അപ്പം 4 സിലിണ്ടർ ബസ്സാണ് ഇപ്പം മഹീന്ദ്രയ്ക്കും ഇവൻ ടാറ്റയ്ക്കും ഒക്കെ ഉള്ളത്. പക്ഷേ എനിക്കൊരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. 4 സിലിണ്ടറിലേക്ക് വരികയും ഹൈ റേഞ്ചിൽ പോകുമ്പോഴത്തേക്ക് ഇത് കയറ്റം കയറുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ ബസ്സെല്ലാം കൂടെ എടുത്തതിൻ്റെ ഉത്തരവാദി ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നതിനകത്ത് ടെൻഡർ വിളിക്കുന്നതെന്ന് മാത്രമല്ല, ടെൻഡർ വിളിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ പോയി ഞാൻ ARI എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ, അതും ആദ്യമായിട്ടാണ് ARI എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെയും കൂടെ ചേർത്തിട്ടാണ് ഇതിൻ്റെ പരിശോധനയ്ക്ക് വിടുന്നത്. അപ്പോൾ എനിക്ക് 4 സിലിണ്ടർ ബസ് വാങ്ങിക്കണമെന്നുണ്ട്, കാരണം വെച്ചാൽ മൈലേജ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവസാനം ടാറ്റയെ പെർസ്യൂഡ് ചെയ്ത് ടാറ്റയുടെ ഒരു ബസ് പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ലൈലൻ്റാണ്. അപ്പോൾ ടാറ്റയുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളൊരു 4 സിലിണ്ടർ വാങ്ങിച്ചു തന്ന് ഞങ്ങൾ ട്രയൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് അവരൊരു ഷാസി തന്നു. അത് എവിടെയോ കൊടുത്തിട്ട് എൻ്റെ ബോഡിയും ചെയ്തു. അത് മലപ്പുറത്തു നിന്ന് മൂന്നാറിനുമൊക്കെ പോകുന്ന എന്ന് വെച്ചാൽ കയറ്റവും കൂടെ കയറുന്ന നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, 5.5 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ധൈര്യമില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിജിലൻസ് കേസാണ്. ഇതുപോലെ തന്നെ ബെൻസ്. അപ്പം ഞാൻ പല ഫ്ലീറ്റ് ഓണേഴ്സുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇപ്പം കോട്ടയത്ത് ഒരു പയ്യനുണ്ട് അഖിൽ മാത്യു എന്ന് പറഞ്ഞു. അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഈ ബെൻസ് എടുക്ക്, ബെൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് വളരെ റിലയബിളായിട്ടുള്ള ബസ്സാണ്. എന്തുകൊണ്ട് വോൾവ് എടുക്കായിരുന്നത്? വോൾവോ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞാൻ അടുത്ത 8 സ്ലീപ്പർ എടുത്തില്ലേ, 1 കോടി രൂപ 1.5 കോടി രൂപ. അന്ന് 63 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ആദ്യം KSRTC ആദ്യത്തെ സ്ലീപ്പർ വന്ന 8 സ്ലീപ്പറാണ്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഒരു വണ്ടി കൺവേർട്ട് ചെയ്യിച്ചൂടായിരുന്നോ? അല്ല, അത് വേറൊരു പറയാം, ഞാൻ ഇതിലോട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ ബെൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്യണം. അപ്പം ബെൻസ് ട്രൈ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വോൾവോയുടെ വിലയൊക്കെ ആയാലും എത്രയോ ചീപ്പറാണ് ബെൻസിൻ്റെ വില. 1.63 അത്രയാണ് എല്ലാം കൂടെ വരുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചീപ്പറായിട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് അത് വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതന്നെയാണ് CMൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെൻസ് തന്നെ എടുക്കാം, എന്തായാലും 1 കോടി രൂപ കിട്ടും. അത് ഇനി ഈ പർപ്പസിനാണല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു,
CM പോലും അറിയാതെ GAD സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ KSRTC MDയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഞാൻ തന്നെയാണല്ലോ ട്രാൻസ്പോർട്ട് സെക്രട്ടറി. രജിസ്റ്റർ ചെയ്തു. അപ്പോൾ KSRTCയുടെ സ്വത്തായിട്ട് GID സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറിയാണ് ഗവൺമെൻറ്റിന് വേണ്ടി അവരാ പൈസ തരുന്നത്. ശരി ശരി. അപ്പോൾ അവർ തരുന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഞാനായതുകൊണ്ട് ഞാൻ KSRTCയുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ബെൻസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞു, ബെൻസിൻ്റെ ക്വാളിറ്റിയുള്ള ബോഡിയുടെ ഒരു ലിസ്റ്റ് തരണം. അവർ 7-8 പേരുടെ ലിസ്റ്റ് തന്നു. ഞങ്ങൾ ടെൻഡർ വിളിച്ചു പഞ്ചാബിൽ നിന്നും അവിടെ നിന്നൊക്കെ. പക്ഷേ ഈ ടൈം ഇവർ പറയുന്ന ടൈം ഏതൊരു ദിവസം പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, ആ ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞത് പ്രകാശ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ പറഞ്ഞു 3 മാസമെങ്കിലും വേണം, ഈ ഫെസിലിറ്റി എല്ലാം കൂടെ വേണം. മറ്റേവരാണ്ടാണ് 10-40 ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസൈൻ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അവർ കൊണ്ടുവന്ന ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളിലെല്ലാം ഉള്ള സ്റ്റെയർ കേസിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന സൈഡിലാണ്. അപ്പോൾ ഈ മിനിസ്റ്റർമാർക്കാണെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് പ്രയാസം വരും, സ്റ്റെയർ ഇറങ്ങിപ്പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാക്ക് സൈഡിൽ തന്നെ വെക്കണം, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്നേരം തൊട്ടേ സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, വൈകല്യം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കണം. അല്ലാതെ ഈ CM-ഉം ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ടല്ല, ഇത് ഞാൻ ചെയ്ത കാര്യമാണ്. ഒരു ലിഫ്റ്റ് കൂടെ വെച്ചു, കാരണം വെച്ചാൽ പ്രായമുള്ള മന്ത്രിമാർക്ക് മേളിലോട്ട് കയറാനായിട്ടൊരു ലിഫ്റ്റ് കൂടെ വെച്ചു. ഇങ്ങനെ ഈ സാധനം ഉണ്ടാക്കി ലിഫ്റ്റ് മേളിൽ ചെന്ന് കഴിഞ്ഞ് ഇതങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റ്ഫോം ഇതായി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തമിഴിലെ രജനീകാന്തും MGR ഒക്കെ പോകുന്ന പോലെ CM-ൻ്റെ ഒരു ഫ്രണ്ടിലൊരു സീറ്റും വെച്ചു. വേണമെങ്കിൽ റിമോട്ട് വെച്ചിട്ട് തിരിച്ച് ബാക്കിലോട്ട് ഇരുന്ന് CM-ന് ഇവരെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളത്. ഇതൊക്കെ എൻ്റെ ക്രിയേഷൻസ്. അവസാനം പാവം CM വിട്ടുപോയി. അതാണ് ഇതെല്ലാം വെച്ചതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ബജറ്റ് ടൂറിസത്തിൻ്റെ അടുത്ത ലെവൽ ഒക്കുമെങ്കിൽ അതിനിടയിൽ ഒരു കോൺഫറൻസ് ടേബിളും കൂടെ വെച്ച് ഈ സീറ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഈ കോർപ്പറേറ്റ് ക്ലയൻസിന് വേണ്ടി ഇപ്പോൾ ആർക്കെങ്കിലും ഗോവയിൽ പോകണം, അപ്പോൾ നിങ്ങൾ ഗോവയിലോട്ട് ഫ്ലൈറ്റിൽ പോകണ്ട, നിങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാറിലേക്ക് പോകണം, എറണാകുളത്ത് നിന്ന്, അങ്ങനെ കോർപ്പറേറ്റ് ക്ലയൻസിന് കൊടുക്കാം. 2 ഫാമിലിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോയ്ലറ്റിൻ്റെ ഇപ്പുറത്ത് മൈക്രോവേവ് ഓവൻ, ഫ്രിഡ്ജ്, പിന്നെ അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ, ഒരു കിച്ചണ് വേണ്ട എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തു. അപ്പം ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് വണ്ടി റെഡിയായത്. സത്യം പറഞ്ഞാൽ പരീക്ഷണത്തിന് കിട്ടിയൊരു ചാൻസ്, പരീക്ഷണം കിട്ടുകയാണ്, ഒരു ചാൻസ് കിട്ടി. സർക്കാർ ചെലവിലല്ലേ നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നെഫ്രിറ്റിക്കകത്താണെന്നുണ്ട് ഇവിടുത്തെ ഷിപ്പിനകത്ത് ബാറിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്, ഒരു കുഴപ്പമില്ല, ആളുകൾ കയറുന്നില്ലേ. ഇതിനൊരു ബാർ ലൈസൻസ് കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഫ്രിഡ്ജും ഒക്കെ വെച്ചത്, 2 ബിയറും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുടുംബത്തിന് പോകാം, കല്യാണത്തിന് 25 പേരുള്ളൊക്കെ. അങ്ങനെ ഇതിനെ ഞാൻ നല്ലപോലെ മാർക്കറ്റ് ചെയ്യാനായിട്ടാണ് ഈ സാധനം എല്ലാം കൂടെ എടുത്ത് വെച്ചത്. സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഈ CM-ൻ്റെ അടുത്ത് പോയിട്ട് എപ്പോഴും പോയി പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് പ്രകാശ് ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വോൾവോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വോൾവോയുടെ ഒക്കെ ആണെന്നുണ്ട് സ്ലീപ്പറിൻ്റെ എല്ലാം പടം ഞാൻ റിലീസ് ചെയ്തു. എനിക്കിത് റിലീസ് ചെയ്യാൻ പേടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്ട് പോയിട്ട് ഈ വണ്ടി, അപ്പോൾ എൻ്റെ അടുത്ത് ഈ പത്രക്കാരെല്ലാം ചോദിക്കുന്നുണ്ട് CM എങ്ങനെയാണ് ഈ ഒരു വണ്ടിയെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി ഇങ്ങനെ സ്പെക്കുലേഷൻ ബിൽഡ് ചെയ്യുകയാണ്. അവസാനം ആരാണ്ട്, എനിക്കൊന്ന് ഏഷ്യാനെറ്റ് ആരാണ്ട് മനോരമ ആരാണ്ട് പോയിട്ട് ഈ വണ്ടി ആ പ്രകാശ് കിടന്ന് തിരിയുന്നതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് ഇതൊരു ആദ്യം തന്നെ ഒരു നെഗറ്റീവ് ന്യൂസായിട്ടങ്ങ് മാറി. ഇത് കേട്ടപ്പോൾ ആൻ്റണി രാജു പറഞ്ഞു, ആ ഫ്രിഡ്ജിന് ബാക്കിയുള്ള സാധനം TV ഒക്കെ ഉണ്ട്, ബാക്കിയുള്ള സാധനം എല്ലാം മാറ്റുക, ഇനി മന്ത്രിമാരെല്ലാം കൂടെ കള്ളും കുടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് യൂസ് വരും, അതുകൊണ്ട് അത് മാറ്റെന്ന് പറഞ്ഞാൽ ആ മൈക്രോവേവ് ഓവൻ എല്ലാം അങ്ങ് മാറ്റി അത് തിരിച്ച് KSRTCയുടെ ഒരു ബാംഗ്ലൂർ ബസ്സിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ക്യാബിനിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇത് പോയപ്പം, പക്ഷെ അവിടെ പാലിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈവൻറ്റ് മാനേജേഴ്സിൻ്റെ കുഴപ്പമാണ്. ഞാനായിരുന്നെങ്കിലും ഒരിക്കലും ഈ മന്ത്രിമാരുടെ വണ്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടാൽ പോരെ, എന്തിനാ മന്ത്രിമാരുടെ വണ്ടിയെല്ലാം കൂടെ ഒരു 100 വണ്ടി എൻ്റെ പുറകിന് പോകുന്നു. ഇതൊക്കെയാണ് അവിടെ പാളിച്ച വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനസമ്പർക്ക പരിപാടി 6-ാമത്തെ 7-ാമത്തെ ജനസമ്പർക്ക പരിപാടിയാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ചെയ്തത്. തിരുവനന്തപുരത്ത് ഞാനത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് അവിടുത്തെ പത്രങ്ങളും എല്ലാം എഴുതിയതാണ്. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ലപോലെ ഓർഗനൈസ് ചെയ്യായിരുന്നു. അതിന് പകരമാണെന്നുണ്ടെങ്കിൽ ഇവർ ആവശ്യമില്ലാത്ത ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റോങ് അഡ്വൈസേഴ്സ് വന്ന് അത് മൊത്തം നെഗറ്റീവായിട്ട് പോയി. എന്നാലും എൻ്റെ പൊന്ന് ബസ്സിനെ കുറ്റം പറയരുതെന്നുള്ളത് കൊണ്ട് ഞാൻ അന്നേരം തന്നെ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാറിയിട്ട് ഇപ്പം കോഴിക്കോട് ബാംഗ്ലൂർ അത് ഓടിക്കൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ ഓടുന്നു. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ മനോരമയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല ന്യൂസും വന്നിട്ടുണ്ട്. അതിനിടയിൽ
ഇതെവിടെയോ കിടക്കുന്ന പ്രകാശിനെ കണ്ട് കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് മൊത്തം നശിപ്പിച്ചു മ്യൂസിയം ഒന്നും പറഞ്ഞുകൊണ്ട് വന്ന് അങ്ങനെ ട്രോളോടെ ട്രോള്. ഇതിൻ്റെ എല്ലാം പ്രധാന പ്രതി ഞാനാണ്. കുറ്റസമ്മതം. കുറ്റസമ്മതമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത സെഗ്മെൻ്റ് ആയിരുന്നു പ്രീമിയം ബഡ്ജറ്റ് ടൂറിസം പോലെ പ്രീമിയം ടൂറിസം. എന്നിട്ട് ഇപ്പോൾ ബിസിനസ് ക്ലാസ് ബസ് എന്നും പറഞ്ഞുകൊണ്ട് Exactly. വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ ഞാനത് കയറിയില്ല. ഞാൻ അതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണ ഒരു വോൾവോ ബസ്, മൾട്ടി ആക്സൽ ബസ്, അതിനകത്ത് 2x2 സീറ്റ് തന്നെ, TV വെച്ചിട്ടുണ്ട്, പിന്നെ ടോയ്ലറ്റും ഉണ്ട്. അത് ഒരു ബിസിനസ് ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അറ്റ്ലീസ്റ്റ് 1/2 എങ്കിലും ആക്കാമായിരുന്നു. പല രാജ്യങ്ങളും അത്തരത്തിലുണ്ട്. കുറച്ചുകൂടെ വീതിയുള്ള സീറ്റ് കൊടുത്തിട്ട് 1/2 ആക്കിയിരുന്നെങ്കിൽ അത് ഒന്നും കൂടെ ഒരു ബിസിനസ് ക്ലാസ് എന്നുള്ള രീതിയിൽ പറയായിരുന്നു. ഇതിപ്പോൾ അത് നിലവിൽ സാധാരണ ഓടുന്ന ബസ്സിൽ നിന്നും ഒരു TV എക്സ്ട്രാ ഉണ്ട് സീറ്റിൻ്റെ പുറകിൽ എന്നുള്ളതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് അതിനകത്തൊരു വലിയ ഓ ഫാക്ടറായിട്ട് തോന്നിയില്ല. ഞാൻ കണ്ടില്ല, ഞാൻ ബസ്സിൽ ഞാനും കണ്ടില്ല. പക്ഷേ കണ്ടില്ല. ഇതായിരുന്നു വീഡിയോ പ്രീമിയം കണ്ടതേ ടൂറിസം ഉള്ളൂ. എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് നല്ലൊരു പോകാനായിട്ടുള്ളതാണ്. ആശയമായിരുന്നു അത്. കാരണം വെച്ചാൽ എന്താണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ബിവറേജ് കോർപ്പറേഷൻ മൊബൈൽ ബിവറേജ് കോർപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാനൊരു പ്രപ്പോസൽ കൊടുത്തതാണ്. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വന്നിരുന്ന് അടിക്കാനുള്ളൊരു സൗകര്യം ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് അതും കൂടി ചെയ്തിടുന്ന കുഴപ്പം. അതെ, ശരിയാണ്. നെഫർട്ടിറ്റി കൊടുക്കാന്നുണ്ടെങ്കിൽ wherever there is an opportunity for marketing, you should do that. അത്രേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞങ്ങൾ പറയും ഞങ്ങൾ ചാരിറ്റി ഓർഗനൈസേഷൻ, ഞങ്ങൾ ബിസിനസ്സേ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ KSEB ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ പറഞ്ഞു സേവ് എനർജി. ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊരു ബാറ് മുതലാളി പറയുകയാണ്, ഡേ മക്കളെ നിങ്ങളാരും വെള്ളം അടിക്കരുത് എന്ന് പറഞ്ഞ് ബാറ് മുതലാളിയുടെ പൈസ പോകത്തില്ലേ? അതുപോലെ സേവ് എനർജി എന്ന് ഒരിക്കലും KSEB പറയാൻ പാടില്ല. ആവശ്യത്തിനുള്ള എനർജി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. മനസ്സിലായി. എന്തായാലും ഇറ്റ് വാസ് വണ്ടർഫുൾ. നല്ലൊരു ഡിസ്കഷനായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇനിയിപ്പം പുതിയ ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ KSRTC രക്ഷപ്പെടുത്തുന്നു ഞാൻ പറയുന്നില്ല. KSRTC വീണ്ടും വലിയ മാറ്റങ്ങളും, KSRTC മാത്രമല്ല പൊതുഗതാഗത രംഗത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മെട്രോ വരുമായിരിക്കാം, കോഴിക്കോട് മെട്രോ വരുമായിരിക്കാം. ഈ മെട്രോയും പിന്നെ കൊച്ചി മെട്രോ എക്സ്പാൻഷൻ നടക്കുന്നു. പിന്നെ കേരളയിലോ അല്ലെങ്കിൽ വന്ദേ ഭാരതോ എന്തെങ്കിലുമൊക്കെ വന്ന് പൊതുഗതാഗത രംഗം പുതിയ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഒരു മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ആ ഒരു പ്രതീക്ഷ. അത് മാത്രമല്ല, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് KSRTC മാത്രം സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്താൽ പോരാ, ആണുങ്ങൾക്കും വേണം. ബാക്കി പ്രൈവറ്റ് ബസ് ഒരു കാർഡ് കൊടുക്കുക. ആ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടും, KSRTCക്കും പൈസ കിട്ടും. അപ്പോൾ ഓരോ സ്ത്രീയുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാർഡ് കൊടുത്തിട്ട് പ്രൈവറ്റ് ബസ്സിലും അത് കൊടുക്കണമെന്നുള്ളതാണ്. കാരണം വെച്ചാൽ സ്ത്രീകൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ എന്നാൽ ബിവറേജിൽ പോകാമെന്നല്ല, എൻ്റെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് അമ്മമാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, എന്തായാലും ഇറ്റ് വാസ് എ വണ്ടർഫുൾ പോഡ്കാസ്റ്റ് വിത്ത് യു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടക്കിടക്കിന് തിരുവനന്തപുരത്ത് ഒത്തിരി വിഷയങ്ങൾ വിളിക്കണം. നമുക്ക് ഓരോരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്തായാലും പുതിയ പുസ്തകത്തിനും ഇനി റിട്ടയർഡ് ലൈഫിലേക്ക് കയറി പുതിയ സംരംഭങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്കും താങ്കളുടെ എക്സ്പെർട്ടൈസ് ഉപകരിക്കട്ടെ, നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കട്ടെ. താങ്ക് യു. സുജിത്തിനെ പോലെ വേൾഡൊക്കെ കണ്ടിട്ടുള്ള ഒരാളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര, എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾക്ക് മനസ്സിലാകും. പിന്നെ പല വീഡിയോസും ഞാൻ കാണാറുണ്ട്. aanavandi.com കേസിന് പോകുമ്പോഴും എനിക്ക് ഐ ഹാവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ടു യു, യാതൊരു സംശയമില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു. താങ്ക് യു.